പരിശുദ്ധ പരമാദിവ്യകാരണത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമാദിവ്യകാരണത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമാദിവ്യകാരണത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ച് നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, സ്ത്രീകൾ ഞങ്ങൾ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ ഞങ്ങൾ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. ആമേൻ. ഒരിക്കൽ കൂടി നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ ഞങ്ങൾ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. ഇരിക്കണത് പറഞ്ഞേ ഹല്ലേലൂയ. ഇരിക്കാം. എന്ന് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നൊരു ചെറിയ വിഷയം ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം 1 മുതലുള്ള തിരുവചനം വായിച്ച് കേൾപ്പിക്കാം. ന്യായാധിപനും വിധവയും മകനാശരാകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്ന് കാണിക്കാൻ യേശു അവരോട് ഒരു ഉപമ പറഞ്ഞു. ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യരെ മാനിക്കുകയോ ചെയ്യാത്ത ഒരു ന്യായാധിപൻ ഒരു പട്ടണത്തിലുണ്ടായിരുന്നു. ആ പട്ടണത്തിൽ ഒരു വിധവയും ഉണ്ടായിരുന്നു. അവൾ വന്ന് അവനോട് എതിരാളിക്കെതിരെ എനിക്ക് നീതി നടത്തി തരണമേ എന്ന് അപേക്ഷിക്കുമായിരുന്നു. കുറേ നാളത്തേക്ക് അവനത് ഗൗനിച്ചില്ല. പിന്നീട് അവൻ ഇങ്ങനെ ചിന്തിച്ചു, ഞാൻ ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യരെ മാനിക്കുകയോ ചെയ്യുന്നില്ല, എങ്കിലും ഈ വിധവ എന്നെ ശല്യപ്പെടുത്തുന്നത് കൊണ്ട് ഞാൻ അവൾക്ക് നീതി നടത്തി കൊടുക്കും, അല്ലെങ്കിൽ അവൾ കൂടെ വന്ന് എന്നെ അസഹ്യപ്പെടുത്തും. കർത്താവ് പറഞ്ഞു, നീതിരഹിതനായ ആ ന്യായാധിപൻ പറഞ്ഞത് എന്തെന്ന് ശ്രദ്ധിക്കുവിൻ. അങ്ങനെയെങ്കിൽ രാവും പകലും തന്നെ വിളിച്ച് കരയുന്ന തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ദൈവം നീതി നടത്തി കൊടുക്കുകയില്ലേ? അവിടുന്ന് അതിന് കാലവിളംബം വരുത്തുമോ? അവർക്ക് വേഗം നീതി നടത്തി കൊടുക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എങ്കിലും മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? വല്ലത് പറഞ്ഞ് ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, ഒരിക്കലും ഈ വൺ ഡേ കൺവെൻഷന് വേണ്ടിയിട്ട് ഒരു വൺ ഡേ കൺവെൻഷൻ ഇവിടെ നടക്കുമ്പോൾ അതിനുവേണ്ടി അച്ഛൻ ഇങ്ങനെ പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കർത്താവ് ഒരു ദൈവസ്വരം എൻ്റെ ചെവിയിൽ വന്ന് പതിക്കുക. അത് മറ്റൊന്നുമല്ല, ഈ വൺ ഡേ കൺവെൻഷന് വരുന്ന ആൾക്കാരെ സമർപ്പിച്ച് ഒത്തിരിയേറെ ദൂരെ നിന്നും ഒത്തിരി വേദനയോടെയും വിഷമത്തോടെയും പലവിധ നിയോഗങ്ങളായിട്ട് വരുന്നവരോട് കർത്താവേ, നീ എന്താണ് അവരിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്നതിനെ പറ്റി ചോദിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ദൈവസ്വരം എൻ്റെ ചെവിയിൽ വന്ന് പതിക്കുക. ആ സ്വരം ഇങ്ങനെയാണ്, എനിക്ക് പ്രാർത്ഥനാ ജീവിതം ഇല്ല. വലത് പറഞ്ഞേ ഹല്ലേലൂയ. വലതൊരു ഉയർത്തിപ്പിടിക്കുക. എന്നിട്ട് ഈ ദൈവസ്വരം നേരിട്ട് പറഞ്ഞേ, എനിക്ക് പ്രാർത്ഥനാ ജീവിതം ഇല്ല. ഒരിക്കൽ കൂടി, എനിക്ക് പ്രാർത്ഥനാ ജീവിതം ഇല്ല. ഹല്ലേലൂയ. കണ്ടോ, ഈശോ പറയുക, ഈ ജനത്തിൻ്റെ വലിയൊരു സമാധാനമില്ലായ്മ, തടസ്സങ്ങൾ, ബന്ധനങ്ങൾ, ഒരുപാട് പ്രശ്നങ്ങളുടെയൊക്കെ ഒരു അടിസ്ഥാന കാരണം ഈശോ പറയുക, ഈ വരുന്ന ജനത്തിന് പ്രാർത്ഥനാ ജീവിതം ഇല്ല. പ്രാർത്ഥനാ ജീവിതം വേണ്ടേ? അങ്ങനൊരു ജീവിതമുണ്ടോ? പല വിധത്തിലുള്ള വിവാഹ ജീവിതം നടത്തുന്നുണ്ട്, സന്യാസ ജീവിതമുണ്ട്, അങ്ങനെ പല ജീവിതങ്ങൾ, ദാമ്പത്യ ജീവിതം അല്ലേ? ഈ ഒരു പ്രാർത്ഥനാ ജീവിതം നീ നയിക്കാറുണ്ടോ? ഒരു പ്രാർത്ഥനാ ജീവിതം ഉണ്ടോ? മനസ്സിലായോ? പ്രാർത്ഥനാ ജീവിതം ഇല്ല. അതാണ് നമ്മുടെയൊക്കെ ഒരു പ്രശ്നത്തിൻ്റെ ഏറ്റവും അടിസ്ഥാന കാരണമായിട്ട് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുകയാണ്, ഈ ജനത്തിന് പ്രാർത്ഥനാ ജീവിതം ഇല്ല. വലിയ പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ അത്ഭുതങ്ങളുടെ ആരംഭം എന്ന് വിളിക്കപ്പെടുന്നത് എന്തിനെയാണ്? അത്ഭുതങ്ങളുടെ ആരംഭം എന്താണ്? അത്ഭുതങ്ങളുടെ ആരംഭം, അത്ഭുതങ്ങളുടെ ആരംഭമാണ് പ്രാർത്ഥന. വലിയ പറഞ്ഞേ ഹല്ലേലൂയ. എപ്പോഴാണ് അത്ഭുതങ്ങൾ സംഭവിക്കുക? എപ്പോഴാണ് അത്ഭുതം സംഭവിക്കുക? പ്രാർത്ഥിക്കുമ്പോൾ. മനസ്സിലായോ? പൗലോസും സീലാസും അവർ രണ്ടുപേരെയും കാരാഗ്രഹത്തിലിട്ടു അല്ലേ? കൈകൾക്കും കാലുകൾക്കൊക്കെ ആമം വെച്ചിട്ട് കാരാഗ്രഹത്തിലിട്ടപ്പോൾ അവർ അവിടെ കിടന്നിട്ട് എന്തൊട്ട് ചെയ്തിരുന്നേ? പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്ത് പ്രാർത്ഥന ചെയ്യുന്നവർ ചെല്ലിയത്? സ്തുതിച്ച് പ്രാർത്ഥിച്ചു അല്ലേ? അങ്ങനെ സ്തുതിച്ച് പ്രാർത്ഥിച്ചപ്പോൾ എന്തുണ്ടായി? അത്ഭുതം സംഭവിച്ചു. എന്തുണ്ടായി? കാരാഗ്രഹത്തിൻ്റെ വാതിലുകളൊക്കെ തുറക്കപ്പെട്ടു, ചങ്ങലകളൊക്കെ തന്നെ അഴിഞ്ഞു വീണു. മനസ്സിലായോ? ഇത് കണ്ട ആ കാവൽക്കാരൻ ആകെ പകച്ചുപോയി. മനസ്സിലായോ? ഇയാളങ്ങോട്ട് പേടിച്ചു. ഉണ്ടോ?
അപ്പം അതിൻ്റെ ഹെഡിങ് എന്താണെന്നറിയോ? തടവറയിൽ അത്ഭുതം. ഇങ്ങനെയാണ് ആ പാരഗ്രാഫിൻ്റെ ഹെഡിങ്, തടവറയിൽ അത്ഭുതം. അപ്പം ഇങ്ങനൊരു അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണമെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കണം. യോനായുടെ ജീവിതത്തിലുണ്ടായിരുന്നില്ലേ? യോനാ പ്രവാചകനെ തിമ്മിങ്കലം വിഴുങ്ങിയില്ലേ? അപ്പോൾ യോനായുടെ ജീവിതത്തിലുണ്ടായതാണ് ഇനി. ആ തിമ്മിങ്കലം കടലിൽ വീണു, അദ്ദേഹത്തെ തിമ്മിങ്കലം വിഴുങ്ങി. ആ തിമ്മിങ്കലത്തിൻ്റെ വയറ്റിൽ കിടന്നുകൊണ്ട് അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്. മനസ്സിലായോ? ശക്തമായി പ്രാർത്ഥിച്ചു. യോനായുടെ പ്രാർത്ഥന എന്നുകൊണ്ടാണ് യോനാ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ ഹെഡിങ് എന്താണെന്നറിയോ? യോനായുടെ പ്രാർത്ഥന ഉണ്ടോ? മനസ്സിലായോ? ആ പ്രാർത്ഥനയുടെ അവസാനം എന്താ പറയുന്നത്? ദേ യോനായെ തിമിംഗലം മത്സ്യം കരയിലേക്ക് ശബ്ദിച്ചിട്ടു. അല്ലേ പറഞ്ഞേ ഹല്ലേലൂയ. ശബ്ദിച്ചിട്ടു ഉണ്ടോ? മനസ്സിലായോ? ഇപ്പം ഞാനിപ്പോൾ തന്നെ ഈ സ്തുതിപ്പ് കഴിഞ്ഞിട്ടേ ഞാൻ ഈ വചനഭാഗങ്ങൾ തുറന്നില്ലേ, ഒരൊറ്റ തുറക്കലാണ്. ബൈബിളിൽ ഒറ്റ തുറക്കൽ തുറന്നപ്പേ കിട്ടിയത് തന്നെ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അതിൻ്റെ ഹെഡിങ് ഇങ്ങനെയാണ്: ഹെസക്കിയയുടെ രോഗശാന്തി. കണ്ടോ? ഹെസക്കിയ ഇസ്രായേലിൻ്റെ ഒരു രാജാവായിരുന്നു. ഹെസക്കിയ നല്ലൊരു രാജാവായിരുന്നു, അവർക്കൊക്കെ ഭയങ്കര പ്രിയപ്പെട്ട ഒരാളായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് ഈ മനുഷ്യൻ രോഗബാധിതനായി. മനസ്സിലായി? എന്തോ ക്യാൻസറോ എന്തോ മാരക രോഗം ബാധിച്ചു. കണ്ടോ? ആ ദിവസങ്ങളിൽ ഹെസക്കിയ രോഗിയാവുകയും മരണത്തോടടുക്കുകയും ചെയ്തു. നല്ലൊരു രാജാവായിരുന്നു കേട്ടോ, നല്ലൊരു രാജാവായിരുന്നു. ചെറുപ്പത്തിൽ തന്നെ ക്യാൻസർ എന്തോ വലിയ മാരക രോഗം ബാധിച്ചു അയാൾക്ക്. മരണാസന്നമായി മരണത്തോടടുത്തു. ആമോസിന്റെ പുത്രനായ യെശയ്യാ പ്രവാചകൻ അവനെ സമീപിച്ച് പറഞ്ഞു: കർത്താവ് അരുൾ ചെയ്യുന്നു, നിന്റെ ഭവനം ക്രമപ്പെടുത്തുക, എന്തെന്നാ നീ മരിക്കും, നീ ഒരിക്കലും സുഖം പ്രാപിക്കില്ല. കണ്ടോ? യെശയ്യാ പ്രവാചകൻ വന്നിട്ട് പറഞ്ഞേ, അതെ ഹെസക്കിയ രാജാവിനോട് പറയാ, അദ്ദേഹം നല്ല ഗിഫ്റ്റഡായ ഒരു പ്രവാചകനാണ് യെശയ്യാ പ്രവാചകൻ. പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കും. ആ പ്രവാചകനാണ് യെശയ്യാ പ്രവാചകൻ എന്ന് ഏത് വ്യക്തികൾക്കും അറിയാം. അപ്പം അദ്ദേഹം ഇദ്ദേഹത്തെ കാണാമെന്നോ അതിൻ്റെ അല്പസമയം പ്രാർത്ഥിച്ചിട്ടുണ്ടാവില്ലേ? നമ്മൾ രോഗിയായി കിടക്കുമ്പോൾ പല പ്രാർത്ഥനക്കാർ ചേട്ടന്മാർ ചേച്ചിമാർ അച്ഛന്മാരോ സിസ്റ്റേഴ്സൊക്കെ വരില്ലേ? അതിൻ്റെ ഒരു പ്രാർത്ഥിച്ചിട്ട് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ മെസ്സേജൊക്കെ പറയും. അവർ പറയും ഏതൊക്കെ സൗഖ്യപ്പെടും, ധൈര്യമായിട്ടിരുന്നോ, പ്രാർത്ഥിച്ചോ, കർത്താവ് സൗഖ്യപ്പെടുത്താമെന്നോ, ഇങ്ങനെയൊക്കെ വല്ല ശക്തിപ്പെടുത്തും. എന്നാൽ യെശയ്യാ പ്രവാചകൻ എന്താ പറഞ്ഞതെന്നറിയോ? ഹെസക്കിയ രാജാവിനോട് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, അതെ ഈ രോഗം സൗഖ്യം കിട്ടില്ല കേട്ടോ, നിൻ്റെ കാര്യങ്ങൾ മറ്റത് ഇനി ആർക്കെങ്കിലൊക്കെ എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ കൊടുത്ത്, പിള്ളേർക്കൊക്കെ എന്തെങ്കിലും എഴുതി വയ്ക്കുകയാണെങ്കിൽ എഴുതി വെച്ച് അതിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റാക്കിക്കോ, ഇതൊരിക്കലും നീ അധികം താമസിക്കാതെ മരിക്കും, ഇങ്ങനെ പറയണം. മനസ്സിലായോ? ഹെസക്കിയ അടുത്ത് കണ്ടോ? ഹെസക്കിയ ചുമരിൻ്റെ നേരെ തിരിഞ്ഞു കിടന്നു. കണ്ടോ? മനുഷ്യൻ ഭയങ്കര സങ്കടമായി. ജീവിച്ച് കൊതി തീർന്നിട്ടില്ല മനുഷ്യൻ. ഇവിടെ ഉണ്ട് അങ്ങനെയുള്ള ആൾക്കാർ ജീവിച്ച് കൊതി തീർന്നിട്ടില്ല, അപ്പോഴേക്കും ഒരു മാരകരോ. അപ്പം അദ്ദേഹത്തിന് ഭയങ്കര സങ്കടമായി. ഹെസക്കിയ ചുമരിൻ്റെ നേരെ തിരിഞ്ഞ് കർത്താവിനോട് പ്രാർത്ഥിച്ചു. ആ വാക്ക് ശ്രദ്ധിക്കുക, മനസ്സിലായോ? കർത്താവിനോട് പ്രാർത്ഥിക്കുകയാണ്. കൗൺസിലേഴ്സൊക്കെ പലതും പറയും, അച്ഛൻ പലതും പറയും, സിസ്റ്റേഴ്സ് പലതും പറയും, അച്ഛന്മാർ പലതും പറയും, പലരും പലതും പറയും. എന്നാൽ ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ലല്ലോ. ആര് പറഞ്ഞു നിന്റെ രോഗം മാറില്ല എന്ന്? ഹെസക്കിയ ചുമലിൻ്റെ നേരെ തിരിഞ്ഞ്. ആര് പറഞ്ഞു ഓട്ടിസം മാറില്ല എന്ന്? ഇപ്പം തന്നെ വിളിച്ചു പറഞ്ഞില്ലേ? ആര് പറഞ്ഞു ഹൈപ്പർ ആക്ടിവിറ്റി മാറില്ല എന്ന്? ഇപ്പം തന്നെ വിളിച്ചു പറഞ്ഞില്ലേ? ആര് പറഞ്ഞു മാനസിക രോഗം മാറില്ല എന്ന്? ഇപ്പം തന്നെ വിളിച്ചു പറഞ്ഞില്ലേ? ആര് പറഞ്ഞു സ്ട്രോക്ക് മാറില്ല എന്ന്? ഇപ്പം തന്നെ വിളിച്ചു പറഞ്ഞില്ലേ? അങ്ങനെയുള്ള രോഗശാന്തികൾ ഉണ്ടായിട്ടില്ലേ ഈ ആൾത്താരയിൽ? അങ്ങനെയുള്ള സാക്ഷ്യങ്ങളൊന്നും ഇഷ്ടംപോലെ കേട്ടിട്ടില്ലേ? മനസ്സിലായോ? ഹെസക്കിയ ചുമരിൻ്റെ നേരെ തിരിഞ്ഞ് കർത്താവിനോട് പ്രാർത്ഥിച്ചു. എന്താ പ്രാർത്ഥിച്ച്? കർത്താവേ, ഞാൻ വിശ്വസ്തയോടും പൂർണ്ണ ഹൃദയത്തോടും കൂടെ അങ്ങയുടെ മുമ്പിൽ വ്യാപരിച്ചുവെന്നും അങ്ങേക്ക് പ്രീതികരമായത് എപ്പോഴും അനുവർത്തിച്ചുവെന്നും അങ്ങിപ്പോൾ അനുസ്മരിക്കണമേ. കണ്ടോ? വലിയ പറഞ്ഞേ ഹല്ലേലൂയ. അടുത്ത വാക്യം എന്താണെന്നറിയോ? അനന്തര ഹെസക്കിയ വേദനയോടെ കരഞ്ഞു. പാവം, അതവിടെ ഇന്ന് കരയാണ്. മനസ്സിലായോ? 34-ാം സങ്കീർത്തനത്തിൽ പറയുന്നില്ല, ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്, മനമുരുകിയവർ അവിടെ നിന്ന് രക്ഷിക്കുന്നു. അദ്ദേഹം വാവിട്ട് കരയാണ്. അദ്ദേഹം പറഞ്ഞു, അല്പകാലം കൂടി എനിക്ക് ഒന്ന് ആയുസ് നീട്ടിത്തരാം ഈശോയെ, എനിക്ക് ജീവിച്ച് കൊതി തീർന്നിട്ടില്ലേ, കുറച്ചും കൂടി കാലം ആരോഗ്യത്തോടെ ജീവിക്കാൻ ഇതിനുള്ള കൃപ തരണേന്ന് കൊണ്ട് അദ്ദേഹം പ്രാർത്ഥിച്ചു, കരഞ്ഞു പ്രാർത്ഥിച്ചു. അപ്പോൾ ഈ യെശയ്യാ പ്രവാചകന് തന്നെ കർത്താവിൻ്റെ അരുൾപ്പാടുണ്ടായി. നീ ചെന്ന് ഹെസക്കിയയോട് പറയുക, നിന്റെ പിതാവായ ദാവീദിന്റെ ദൈവമായ കർത്താവ് അരുൾ ചെയ്യുന്നു, നിന്റെ പ്രാർത്ഥന ഞാൻ ശ്രവിച്ചിരിക്കുന്നു, നിന്റെ കണ്ണുനീർ ഞാൻ ദർശിച്ചു, ഇതാ നിന്റെ ആയുസ് ഞാൻ 15 വർഷം കൂടി കൂട്ടി തന്നിരിക്കുകയാണ്. വലുത് പറഞ്ഞേ ഹല്ലേലൂയ. കണ്ടോ? നിന്റെ ആയുസ് ഞാൻ 15 വർഷം കൂടി ഞാൻ നീട്ടി തന്നിരിക്കുകയാണ്. കണ്ടോ? അതാ പറയുക പ്രഭാഷകൻ 38:9, എൻ്റെ മകനെ മകളെ നീ രോഗം വരുമ്പോൾ ഉദാസീനനായി ഡള്ളായി പോയാലും കർത്താവിനോട് പ്രാർത്ഥിക്കുക, അവൾ നിന്നെ സുഖപ്പെടുത്തും.
അതുകൊണ്ടാണ് ഹോസിയ 7:14 പറയുന്നുണ്ട്, അവർ എന്നെ വിളിച്ച് അപേക്ഷിക്കേണ്ടതിന് പകരം കിടക്കി കിടന്ന് കരയുകയാണ്. കിടക്കി കിടന്ന് കരഞ്ഞിട്ട് എന്താ കാര്യം? ഭഗ്നാശനാകാതെ എപ്പോഴും പ്രാർത്ഥിക്കണമെന്ന് കാണിക്കാൻ അവൻ ഈ ഉപമ പറയുകയാണ്. ഒരു ന്യായാധിപൻ്റെയും വിധവയുടെ ഉപമ. ഭഗ്നാശനാകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം. അങ്ങനെ എപ്പോഴും പ്രാർത്ഥിക്കുമ്പോഴാണ് അത്ഭുതങ്ങൾ സംഭവിക്കുക. വല്ലപ്പോഴും പ്രാർത്ഥിക്കണം, ഭഗ്നാശനാകാതെ വല്ലപ്പോഴും പ്രാർത്ഥിക്കണം എന്ന് കാണിക്കാൻ യേശു അവരോട് ഈ ഉപമ പറഞ്ഞു. അങ്ങനെയാണോ യേശു എഴുതി വെച്ചിരിക്കുന്നത്? ഭഗ്നാശനാകാതെ വല്ലപ്പോഴും അല്ലാതെ പ്രാർത്ഥിക്കുക, ഭഗ്നാശനാകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം. മനസ്സിലായോ? ഇപ്പോൾ ബൈബിള് നമ്മെ പഠിപ്പിക്കുന്നത് വല്ലപ്പോഴും പ്രാർത്ഥിക്കാനല്ല, ബൈബിള് നമ്മെ പഠിപ്പിക്കുന്നത് എപ്പോഴും പ്രാർത്ഥിക്കാനാണ്. മനസ്സിലായോ? അതാണ് ലൂക്കായുടെ സുവിശേഷം 21:34 വായിച്ച് കേൾപ്പിക്കാം. സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമായി പോവുകയും ആ ദിവസം എന്ന് പറയുന്നത് മരണ ദിവസമാണ് കേട്ടോ. മരണ ദിവസം, നമ്മൾ മരിക്കുന്ന ദിവസം. ആ ദിവസം ഒരു കെണി പോലെ പെട്ടെന്ന് നിങ്ങളുടെ മേൽ വന്നു വീഴുകയും ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. എന്തെന്നാൽ ഭൂമുഖത്ത് ജീവിക്കുന്ന എല്ലാവരുടെയും മേൽ അത് നിബന്ധിക്കും. സംഭവിക്കാനിരിക്കുന്ന ഇവയിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് മനുഷ്യപുത്രന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ വേണ്ട കരുത്ത് ലഭിക്കാൻ സദാ 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 വാക്ക് ശ്രദ്ധിക്കും, സദാ 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 പ്രാർത്ഥിച്ചുകൊണ്ട് ജാഗരൂകരായിരിക്കുവിൻ. വല്ലത് പറഞ്ഞേ ഹല്ലേലൂയ. ആണോ? മനസ്സിലായോ? കർത്താവിൻ്റെ വചനം കണ്ടോ? ലൂക്ക 21:34. സുഖലോലുപത, മദ്യാസക്തി, ജഡികാസക്തി, ജീവിത വ്യഗ്രത എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമായി പോകുന്ന പറയണം. മനസ്സിലായോ? അങ്ങനെ ദുർബലമായി പോകാതിരിക്കാൻ, മനസ്സ് ശക്തി പ്രാപിക്കല്ല, മനസ്സങ്ങനെ ഡള്ളായി പോവുകയും, മനസ്സിലായോ, മന്ദീഭവിച്ചു പോവുകയും ദുർബലമായി പോവുകയും ആ ദിവസം, അതായത് മരണ ദിവസം, ഒരു കെണി പോലെ പെട്ടെന്ന് നിങ്ങളുടെ മേൽ വന്നു വീഴാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. എന്നിട്ട് പറയുക, സംഭവിക്കാനിരിക്കുന്ന ഇവയിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് മനുഷ്യപുത്രന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ വേണ്ട കരുത്ത് ലഭിക്കാൻ സദാ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഉണ്ടോ? അപ്പോൾ ഈ സുഖലോലുപതയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം എന്താ? സദാ പ്രാർത്ഥിക്കണം. മദ്യാസക്തിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം എന്താ? സദാ പ്രാർത്ഥിക്കണം. ജീവിത വ്യഗ്രതയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനുള്ള മാർഗം എന്താ? സദാ പ്രാർത്ഥിക്കണം, സദാ പ്രാർത്ഥിക്കണം. അപ്പോൾ പ്രാർത്ഥിക്കുന്നവരുടെ ആത്മാവ് തിന്മയിൽ നിന്ന് ഒഴിഞ്ഞിരിക്കും. മനസ്സിലായോ? അപ്പോൾ തിന്മയിൽ നിന്ന് നമ്മുടെ ആത്മാവിനെ സംരക്ഷിക്കുന്നത് എന്താണ്? പ്രാർത്ഥനയാണ്. അല്ലേ പറഞ്ഞേ ഹല്ലേലൂയ. തിന്മയിൽ വീഴാതെ നമ്മുടെ ആത്മാവിനെ സംരക്ഷിക്കുന്നത് എന്താണ്? പ്രാർത്ഥനയാണ്. അതല്ലേ ഇപ്പോൾ പറഞ്ഞതിൻ്റെ അർത്ഥം. സുഖലോലുപതയും മദ്യാസക്തിയും ജീവിത വ്യഗ്രതയും ഒന്നും വന്നിട്ട് നിങ്ങൾ അതിൽ പെട്ടുപോകാതിരിക്കണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇതാണ്: നിങ്ങളൊരു സദാ പ്രാർത്ഥനാശീലം, ഭഗ്നാശനാകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം. മനുഷ്യപുത്രൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ വേണ്ട കരുത്ത് ലഭിക്കാൻ വല്ലപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ട് ജാഗരൂകരായിരിക്കും. അങ്ങനെയല്ല, നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ട് ജാഗരൂകരായിരിക്കും. അങ്ങനെയല്ല, നിങ്ങൾക്ക് ഒഴിവ് കിട്ടുമ്പോൾ പ്രാർത്ഥിച്ചൊരു ജാഗരൂകരായിരിക്കും. അങ്ങനെയല്ല, നിങ്ങൾക്ക് താല്പര്യമുള്ളപ്പോൾ പ്രാർത്ഥിച്ച് ജാഗരൂകരായിരിക്കും. അങ്ങനെയല്ല, സദാ പ്രാർത്ഥിച്ചുകൊണ്ട്. ഉണ്ടോ? മനസ്സിലായോ? സദാ പ്രാർത്ഥന. ഇത് തന്നെയാണ് നമ്മുടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്. ബൈബിള് നമ്മെ പഠിപ്പിക്കുന്നത് അതാണ് കേട്ടോ. വിശുദ്ധ പൗലോസ് ശ്ലീഹ തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ ലേഖനം 5:16 എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ. ശ്രദ്ധിക്കും. എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ. അടുത്ത വാക്ക് എന്താണെന്നറിയോ? ഇടപെടാതെ പ്രാർത്ഥിക്കുവിൻ. എല്ലാ കാര്യത്തിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ. ഇതാണ് യേശുക്രിസ്തുവിൽ നിങ്ങളെ സംബന്ധിച്ചുള്ള ദൈവഹിതം. വലുത് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പം എന്താണ് ദൈവത്തിന് നമ്മെ പറ്റിയുള്ള ഹിതം? ദൈവത്തിന് നമ്മെ പറ്റിയുള്ള ഹിതം ഇതാണ്: എപ്പോഴും ദുഃഖത്തോടെ ഇരിക്കുവിൻ. അങ്ങനെയല്ല, റിജോയ്സ് ഇൻ ദ ലോർഡ് ഓൾവേസ്. എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ. അടുത്തത് ദൈവത്തിന് നമ്മെ പറ്റിയുള്ള ഹിതം, ദൈവത്തിന് നമ്മെ പറ്റിയുള്ള ഇഷ്ടം ഇതാണ്: ഇടപെടാതെ പ്രാർത്ഥിക്കുവിൻ. കണ്ടോ? വീണ്ടും വല്ലപ്പോഴും പ്രാർത്ഥിക്കാനല്ല കേട്ടോ. ഒഴിവ് കിട്ടുമ്പോൾ പ്രാർത്ഥിക്കുവിൻ. ക്ലാസ്സില്ലാത്ത സമയത്ത് പ്രാർത്ഥിച്ചോളോ, ജോലിയില്ലാത്ത സമയത്ത് പ്രാർത്ഥിച്ചോളോ കേട്ടോ. തിരക്കൊന്നും ഇല്ലാത്തപ്പോൾ, ഒരു പണിയില്ലാതെ വെറുതെ ഇരിക്കുമ്പോൾ പ്രാർത്ഥിച്ചോളോ. ഇങ്ങനെയല്ല കേട്ടോ. മനസ്സിലായോ? ഇടപെടാതെ പ്രാർത്ഥിക്കുവിൻ. എല്ലാ കാര്യത്തിലും നന്ദി പ്രകാശിപ്പിക്കുകയും. ഇതാണ് യേശുക്രിസ്തുവിൻ നിങ്ങളെ സംബന്ധിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതം. വലുത് പറഞ്ഞേ ഹല്ലേലൂയ. ഇനി കൊളോസ്യക്കാർക്ക് എഴുതിയ ലേഖനം 4:2 വിശുദ്ധ പൗലോസ് ശ്ലീഹ തന്നെ എഴുതി വെച്ചിരിക്കുകയാണ്: കൃതജ്ഞതാ ഭരിതരായി ഉണർന്നിരുന്ന് നിരന്തരം പ്രാർത്ഥിക്കുവിൻ. പലകുത്തി പറഞ്ഞേ, പലതിരെ ഒത്തി പിടിക്കുക, എന്നിട്ട് ഏറ്റു പറയുക: കൃതജ്ഞതാ ഭരിതരായി ഉണർന്നിരുന്ന് നിരന്തരം പ്രാർത്ഥിക്കുവിൻ.
വലുത് പറഞ്ഞേ ഹല്ലേലൂയ. കേട്ടോ, എത്രയോ സ്ഥലങ്ങളിൽ കർത്താവ് പറയാണ്, ഭഗ്നാശനാകാതെ എപ്പോഴും പ്രാർത്ഥിക്കുവിൻ, ഇവയിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് മനുഷ്യപുത്രൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ വേണ്ട കരുത്ത് ലഭിക്കാൻ സദാ പ്രാർത്ഥിക്കുവിൻ, ഇടപെടാതെ പ്രാർത്ഥിക്കുവിൻ. തെസ്സലോനിക്കക്കാർക്ക് എഴുതി വെച്ചിരിക്കുകയാണ്. കൊളോസസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ്ലീഹ പറയുക, കൃതജ്ഞത പരിതരായി ഉണർന്നിരുന്ന് വല്ലപ്പോഴും പ്രാർത്ഥിക്കാനല്ല, ഇടയ്ക്കിടയ്ക്ക് പ്രാർത്ഥിക്കാനല്ല, തോന്നുമ്പോൾ പ്രാർത്ഥിക്കാനല്ല, സമയം കിട്ടുമ്പോൾ പ്രാർത്ഥിക്കാനല്ല, നിരന്തരം പ്രാർത്ഥിക്കുക. ജീവിതം മുഴുവൻ ഒരു പ്രാർത്ഥനയാണ്. ഒരു പ്രാർത്ഥനാ ജീവിതം നയിക്കുക, ഒരു പ്രാർത്ഥനാ ജീവിതം. മനസ്സിലായോ? അങ്ങനെ പ്രാർത്ഥനാ ജീവിതം നയിക്കാൻ തുടങ്ങിയോ, അപ്പോഴാണ് അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിയില്ല. മനസ്സിലായോ? അതാണ് പറയുക, അത്ഭുതങ്ങളുടെ ആരംഭം എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ്. മനസ്സിലായോ? എല്ലാ നന്മകളുടെയും ആരംഭം എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ്. നമ്മുടെ വിശ്വാസം ശക്തി പ്രാപിക്കുന്നത് എപ്പോഴാണ്? പ്രാർത്ഥിക്കുമ്പോഴാണ്. നമ്മുടെ വിശ്വാസം എപ്പോഴാണ് ശക്തി പ്രാപിക്കുക? പ്രാർത്ഥിക്കുമ്പോഴാണ് ശക്തി പ്രാപിക്കുക. മനസ്സിലായോ? അല്ലാണ്ട് വിശ്വാസം ശക്തി പ്രാപിച്ചതിന് ശേഷമല്ല പ്രാർത്ഥിക്കുക. വിശ്വാസം ശക്തി പ്രാപിച്ചതിന് ശേഷമല്ല പ്രാർത്ഥിക്കുക, പ്രാർത്ഥിക്കുമ്പോഴാണ് നമ്മുടെ വിശ്വാസം ശക്തി പ്രാപിക്കുക. അല്ലേ ഇത് പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലായോ? അപ്പം അത് തെറ്റിദ്ധാരണകൾ എനിക്ക് മാറ്റുക. കുറച്ച് നാൾ മുമ്പ് ഒരു സഹോദരി ഇവിടെ വന്ന സമയത്ത് ആ സഹോദരി, അച്ഛാ എൻ്റെ മോന് പാണ്ഡുരോഗമാണ് അച്ഛാ, പാണ്ഡുരോഗം. അപ്പം ഞാൻ പറഞ്ഞു, അവനോട് ഇവിടെ വന്ന് ധ്യാനം കൂടാൻ പറയും. അയ്യോ അച്ഛാ, അവൻ വരില്ല അച്ഛാ. അവൻ പറയുന്നത്, കർത്താവ് ആദ്യം എൻ്റെ പാണ്ഡുരോഗം മാറ്റട്ടെ, അതിനുശേഷം ഞാൻ ഇവിടെ വന്ന് ധ്യാനം കൂടാന്ന്. മനസ്സിലായോ? അപ്പം ഞാൻ പറഞ്ഞാൽ ചേച്ചിയോട്, ചേച്ചി പാണ്ഡുരോഗം മാറിയതിന് ശേഷമല്ല ധ്യാനം കൂടാൻ വരാം, ധ്യാനം കൂടുമ്പോഴാണ് പാണ്ഡുരോഗം മാറുക. വലുത് പറഞ്ഞ് ഹല്ലേലൂയ. മനസ്സിലായോ? വിശ്വാസം വന്നതിന് ശേഷമല്ല നീ പ്രാർത്ഥിക്കാനും ധ്യാനിക്കാനും മറ്റു ശുശ്രൂഷ ചെയ്യാനും വരിക. നീ ശുശ്രൂഷ ചെയ്യുമ്പോൾ പ്രാർത്ഥിക്കുമ്പോഴാണ് നിനക്ക് വിശ്വാസം വരിക. നേരെ തിരിച്ചമറിച്ചാണ്. പ്രാർത്ഥിക്കുന്നവർക്കാണ് വിശ്വാസം ശക്തി പ്രാപിക്കും. നമ്മുടെ കർത്താവ് ശക്തി പ്രാപിച്ചത് പ്രാർത്ഥനയിലൂടെയല്ലേ? മനസ്സിലായോ? നമ്മുടെ കർത്താവ് ശക്തി പ്രാപിച്ചത് എങ്ങനെയാണ്? കർത്താവിനുണ്ടായ ശക്തി, ഈ ശക്തി യേശു ഒരു പ്രാർത്ഥനയുടെ മനുഷ്യനാണ്. വിശുദ്ധരുടെ ശക്തി എന്താണ്? വിശുദ്ധരുടെ ശക്തി അവരുടെ പ്രാർത്ഥനയാണ്. അത് വിശുദ്ധ അഗസ്റ്റിൻ്റെ ഒരു പ്രധാനപ്പെട്ട വാക്യം, എന്നെ ഒത്തിരി സ്വാധീനിച്ചൊരു വാക്യമാണ്. വിശുദ്ധ അഗസ്റ്റിൻ പറഞ്ഞതാണ്, നല്ലവണ്ണം പ്രാർത്ഥിച്ചാൽ നല്ലവണ്ണം ജീവിക്കാം. അല്ലേ പറഞ്ഞേ ഹല്ലേലൂയ. എന്താ പറഞ്ഞത്? വലതൊരു എത്തിപ്പിടിച്ചേൻ അതിൻ്റെ ഏറ്റി പറഞ്ഞേ, നല്ലവണ്ണം പ്രാർത്ഥിച്ചാൽ നല്ലവണ്ണം ജീവിക്കാം. ഹല്ലേലൂയ. അപ്പോൾ വിശുദ്ധ അഗസ്റ്റിനെ ഒന്ന് എടുത്ത് നോക്കിയേ, അയാൾ നല്ലവണ്ണം ജീവിച്ച ആളാണോ? അയാൾക്ക് കല്യാണം കഴിക്കാതെ തന്നെ കുട്ടിയുണ്ടായിരുന്നു അല്ലേ? വ്യഭിചാര ദുർഭൂതം ബാധിച്ചൊരു വ്യക്തിയായിരുന്നു, മദ്യപാനായിരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ രണ്ടാമതൊരു വീക്ക്നെസ്. പിന്നെ വേറൊരു വീക്ക്നെസ് പണമായിരുന്നു അദ്ദേഹത്തിൻ്റെ വേറൊരു വീക്ക്നെസ്. ഇങ്ങനെ 2-3 വീക്ക്നെസ് ഉണ്ടായിരുന്ന ആളായിരുന്നു ഈ അഗസ്റ്റിൻ എന്ന് പേരുള്ള ചെറുപ്പക്കാരൻ. പിന്നെ അയാൾ നന്നായി ഇപ്പം വിശുദ്ധനാണ്. അയാൾ മെത്രാനായി, അച്ഛനായി, ഇപ്പം വിശുദ്ധനാണ്. സഭയിൽ ഏറ്റവും വലിയൊരു വിശുദ്ധയിൽപ്പെട്ട ഒരാളാണ് വിശുദ്ധ അഗസ്റ്റിൻ. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെ ഇത്രയും വലിയ വിശുദ്ധനായി തീരാൻ കാരണം അദ്ദേഹം എഴുതി വെച്ചിരിക്കുകയാണ്, ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് നന്നായിട്ട് ജീവിക്കാൻ പറ്റി. ഒരു കാലത്ത് എനിക്ക് പ്രാർത്ഥന ഉണ്ടായിരുന്നില്ല. അന്നാണ് ഞാൻ സ്ത്രീകളുടെ പിന്നാലെ പോയതും, അന്നാണ് ഞാൻ ഒരുപാട് വ്യഭിചാരം ചെയ്തതും, അന്നാണ് ഞാൻ കുറേ മദ്യപിച്ചതും, അന്നാണ് ഞാൻ പണത്തിൻ്റെ പിന്നാലെ പോയതും, അന്നാണ് ഈ ലോകചര സുഖമോങ്ങളുടെ പിന്നാലെ പോയതും. സുഖലോലുപത, മദ്യാസക്തി, ജീവനവ്യഗ്രത കണ്ടോ. എന്നാൽ ഞാൻ ഒരു പ്രാർത്ഥനാ ജീവിതം നയിക്കാൻ തുടങ്ങിയപ്പോൾ അതൊക്കെ അപ്രത്യക്ഷമായി. മനസ്സിലായോ? പ്രാർത്ഥന. മനസ്സിലായോ? അപ്പം അദ്ദേഹം ആ ബോധ്യത്തിന് അദ്ദേഹം എഴുതി വെച്ചിരിക്കുകയാണ്, അതെ, എന്നെ പോലെ നിങ്ങൾ നല്ലവണ്ണം പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും നല്ലവണ്ണം ജീവിക്കാനായിട്ട് സാധിക്കും. അല്ലേ ഇത് പറഞ്ഞേ ഹല്ലേലൂയ. ഒരു ദിവസം വിശുദ്ധ പാദ്രി പിയോ സാധാരണയായിട്ട് അദ്ദേഹം എത്ര ജപമാല ചെല്ലാറുണ്ടെന്നറിയോ? 40ഓളം ജപമാല ചെല്ലാറുണ്ടെന്ന്. ഒരു ദിവസം വിശുദ്ധ പാദ്രി പിയോ ചെല്ലിരുന്ന ജപമാലയുടെ എണ്ണമാണ് 40ഓളം ജപമാല. നമ്മൾ എത്ര ജപമാല ചെല്ലാറുണ്ട്? മനസ്സിലായി? ഇത്രയധികം ജപമാല ഒരു ദിവസം തന്നെ. ഇനി ഇതുപോലെ പ്രാർത്ഥിച്ച മറ്റൊരാൾ വിശുദ്ധ മദർ തെരേസ. ഒരു ദിവസം എത്ര ജപമാല ചെല്ലിയിരുന്നറിയോ? ഒരു ദിവസം എത്ര ജപമാല ചെല്ലിയിരുന്ന മദർ തെരേസ? ഒരു ദിവസം 40ഓളം ജപമാല ചെല്ലിയ മറ്റൊരു വിശുദ്ധയാണ് നമ്മുടെ ഇന്ത്യയിൽ ജീവിച്ച് മരിച്ചുപോയ വിശുദ്ധ മദർ തെരേസ. അല്ലേ പറഞ്ഞേ ഹല്ലേലൂയ. വിശുദ്ധ ചാവറേച്ചനെ പറ്റി പറയുന്നത്, പ്രാർത്ഥനയുടെ മനുഷ്യൻ. അയാൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ആൾക്കാർ പറയുമായിരുന്നു, അയാൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അയാളുടെ ഒരു വിളിപ്പേര് അങ്ങനെയായിരുന്നു, പ്രാർത്ഥനയുടെ മനുഷ്യൻ. അതിന് മിക്കപ്പോഴും എല്ലായ്പ്പോഴും എന്ന പോലെ വിശുദ്ധ കുർബാനയുടെ മുമ്പിലിരുന്ന്, വിശുദ്ധ കുർബാന ഭക്തി, കുർബാനയുടെ മുമ്പിലിരുന്ന് പ്രാർത്ഥിക്കുക, ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക, ആരാധിക്കുക. 40 മണി ആരാധനയ്ക്ക് പിന്നീട് അങ്ങനെ തുടങ്ങിയതാണ്, മണിക്കൂറോളം ആരാധന. അതെങ്ങനെയാണല്ലോ അദ്ദേഹം 40 മണി ആരാധനകളൊക്കെ നമ്മുടെ പല പണ്ട് ആശ്രമങ്ങളൊക്കെ ഉണ്ടല്ലോ, 40 മണി ആരാധന, 13 മണിക്കൂർ ആരാധനകളൊക്കെ ആരംഭിച്ചത്. മനസ്സിലായോ? ഇപ്പോൾ കണ്ടില്ലേ പ്രാർത്ഥന. അപ്പോൾ വിശുദ്ധരെല്ലാവരുടെ ഒരു പ്രത്യേകതയാണ്, അവരൊക്കെ പ്രാർത്ഥിക്കുന്നവരായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചതുകൊണ്ടാണ് അവർക്കൊക്കെ വിശുദ്ധരാവാൻ പറ്റിയത്. അല്ലേ പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലായോ?
അപ്പോൾ ഈ പ്രാർത്ഥനയുടെ പ്രാധാന്യം എന്തുമാത്രം ഉണ്ടെന്ന് നമ്മുടെ കർത്താവ് പ്രാർത്ഥിച്ച ആളായിരുന്നു. മനസ്സിലായോ? നമ്മുടെ കർത്താവ് ദൈവം തന്നെയായ നമ്മുടെ ദൈവം തമ്പുരാനായ യേശു തന്നെ ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ, ഈ ഭൂമിയിൽ നമ്മെപ്പോലെ ഒരു പച്ച മനുഷ്യനായി ജീവിച്ച് 33 വർഷം ജീവിച്ച് കടന്നുപോയപ്പോൾ അദ്ദേഹം ജീവിച്ച ജീവിതം എന്ന് വെച്ചാൽ പ്രാർത്ഥനാ ജീവിതമായിരുന്നു. മുഴുവൻ സമയം പ്രാർത്ഥന. ബൈബിളിൽ നിറഞ്ഞു നിൽക്കുന്ന ആശയമാണ്. ഇതിനെപ്പറ്റി എഴുതിയിരിക്കുന്നത് എവിടെയാണെന്നറിയോ? ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനം 5-ാം അധ്യായം 7-ാം തിരുവചനം. ഹെബ്രായർ 5:7 ശ്രദ്ധിച്ചു കേട്ടോ. തൻ്റെ ഐഹിക ജീവിതകാലത്ത് ക്രിസ്തു മരണത്തിൽ നിന്ന് തന്നെ രക്ഷിക്കാൻ കഴിവുള്ളവന് കണ്ണീരോടും വലിയ വിലാപത്തോടും കൂടെ പ്രാർത്ഥനകളും യാചനകളും സമർപ്പിച്ചു. അവൻ്റെ ദൈവഭയം മൂലം അവൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു. പുത്രനായിരുന്നിട്ടും തൻ്റെ സഹനത്തിലൂടെ അവൻ അനുസരണം അഭ്യസിച്ചു. പരിപൂർണനാക്കപ്പെട്ടത് വഴി അവൻ തന്നെ അനുസരിക്കുന്നവർക്കെല്ലാം നിത്യരക്ഷയുടെ ഉറവിടമായി. വലുത് പറഞ്ഞേ ഹല്ലേലൂയ. ആരെങ്കിലും ശ്രദ്ധിച്ചോ ഈ വചനം? നമ്മുടെ കർത്താവിനെ പറ്റി ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനത്തിൽ പരിശുദ്ധാത്മാവ് പറയുന്നത് എന്താണെന്നറിയോ? തൻ്റെ ഐഹിക ജീവിതകാലത്ത്, അതായത് ഈ ഭൂമിയിൽ യേശു ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ മരണത്തിൽ നിന്ന് തന്നെ രക്ഷിക്കാൻ കഴിവുള്ള പിതാവായ ദൈവത്തോട് യേശു കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നവരുണ്ടോ? എന്നാൽ യേശുവിനെ പറ്റി പറയുന്നത് യേശു കണ്ണീരോടെ പ്രാർത്ഥിച്ചു അല്ലേ? അവൻ ഗെത്സമനിയിൽ കണ്ണീരോടെ പ്രാർത്ഥിച്ചു. ലാസർ മരിച്ചപ്പോൾ കണ്ണീരൊഴുക്കി പ്രാർത്ഥിച്ചു. കണ്ടോ? മനസ്സിലായി? കണ്ണീരോടെ തന്നെ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിവുള്ള പിതാവായ ദൈവത്തോട് അവൻ കണ്ണീരോടെ പ്രാർത്ഥിച്ചു. പിന്നെ എങ്ങനെ പ്രാർത്ഥിച്ച്? വലിയ വിലാപത്തോടെ, ചെറിയ വിലാപമല്ല കേട്ടോ, ചെറിയ വിലാപത്തോടെ പ്രാർത്ഥിച്ചു എന്നല്ല, വലിയ വിലാപത്തോടെ യേശു പ്രാർത്ഥിച്ചു. പ്രാർത്ഥനകളും പിന്നെന്താ യാചനകളും സമർപ്പിച്ചു. ഈ ഭൂമിയിലായിരുന്ന ജീവിതകാലത്ത് തൻ്റെ ഐഹിക ജീവിതകാലം മുഴുവനും ക്രിസ്തു മരണത്തിൽ നിന്ന് തന്നെ രക്ഷിക്കാൻ കഴിവുള്ള ദൈവത്തോട് കണ്ണീരോടും വലിയ വിലാപത്തോടും കൂടെ പ്രാർത്ഥനകളും യാചനകളും സമർപ്പിച്ചു. ദൈവഭയം മൂലം അവൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു. പറഞ്ഞേ ഹല്ലേലൂയ. അവൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു. ദൈവഭയത്തോടെയുള്ള പ്രാർത്ഥന. യേശു ദൈവം തന്നെയായ യേശു ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ ഇത്രയധികം പിതാവായ ദൈവത്തോട് പ്രാർത്ഥിച്ചു എങ്കിൽ നമ്മളൊക്കെ എന്തുമാത്രം പ്രാർത്ഥിക്കേണ്ടിയിരിക്കും, എന്തുമാത്രം നമ്മൾ പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. മനസ്സിലായോ? അതാണ് യേശുവിൻ്റെ പ്രാർത്ഥനാ ജീവിതമാണ് ശിഷ്യന്മാരെ ഏറ്റവും സ്പർശിച്ചത്. യേശുവിൻ്റെ പ്രാർത്ഥനാ ജീവിതം അതാണ്. ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായം, ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായത്തിൽ 1 മുതൽ 11 വായിച്ച് കേൾപ്പിക്കാം. യേശു പഠിപ്പിച്ച പ്രാർത്ഥന. അവൻ ഒരിടത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാരിൽ ഒരുവൻ വന്ന് പറഞ്ഞു, കർത്താവേ, യോഹന്നാൻ തൻ്റെ ശിഷ്യരെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക. അവൻ അരുൾ ചെയ്തു, നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കുവിൻ. വലുത് പറഞ്ഞേ ഹല്ലേലൂയ. കണ്ടോ? യേശു എന്ത് ചെയ്യായിരുന്നു? ശ്രദ്ധിക്കുക. ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായത്തിന് എന്താ ആദ്യത്തെ വാക്ക് ശ്രദ്ധിച്ചത്? അവൻ ഒരിടത്ത് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു? പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എത്രയോ ഈ 4 സുവിശേഷങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ആശയമാണ് യേശുവിൻ്റെ പ്രാർത്ഥനാ ജീവിതം. യേശു എപ്പോഴൊക്കെ പ്രാർത്ഥിച്ചുല്ലേ? എപ്പോഴും പ്രാർത്ഥനയാണ്. യേശു അതിരാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിച്ചു, യേശു രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചു, യേശു പകൽ മുഴുവൻ പ്രാർത്ഥിച്ചു. മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 35-ാം തിരുവചനം. മർക്കോസ് 1:35. അതിരാവിലെ അവൻ ഉണർന്ന് ഒരു വിജന സ്ഥലത്തേക്ക് പോയി അവിടെ അവൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. വലുത് പറഞ്ഞേ ഹല്ലേലൂയ. വലുതേർ ഉയർത്തിപ്പിടിച്ച് ഈ വചനം ഒന്ന് ഏറ്റു പറഞ്ഞേ. അതിരാവിലെ അവൻ ഉണർന്ന് ഒരു വിജന സ്ഥലത്തേക്ക് പോയി അവിടെ അവൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ഹല്ലേലൂയ. കണ്ടോ? അവിടെ അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായോ? യേശുവിൻ്റെ പ്രാർത്ഥന അതിരാവിലെ പകൽ മുഴുവൻ പ്രാർത്ഥനയാണ്. ഇനി മറ്റൊന്നാണ് ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ 12 മുതലുള്ള തിരുവനന്തപുരം നമുക്ക് കാണാൻ സാധിക്കും. ആ ദിവസങ്ങളിൽ അവൻ പ്രാർത്ഥിക്കാനായി ഒരു മലയിലേക്ക് പോയി അവിടെ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് രാത്രി മുഴുവനും ചെലവഴിച്ചു. യേശുവിനെ പറ്റി പറയാം. ആ ദിവസങ്ങളിൽ വലുതരവെത്തിപ്പിടിച്ച് ഈ 11 പറഞ്ഞേ. ആ ദിവസങ്ങളിൽ അവൻ പ്രാർത്ഥിക്കാനായി ഒരു മലയിലേക്ക് പോയി അവിടെ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട്
രാത്രി മുഴുവനും ചെലവഴിച്ചു. ഇത് പറഞ്ഞേ ഹല്ലേലൂയ. യേശുവിൻ്റെ പ്രാർത്ഥനാ ജീവിതം. യേശു പകൽ മുഴുവൻ പ്രാർത്ഥിച്ചു, യേശു രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചു. ഒരു പ്രാർത്ഥനയുടെ മനുഷ്യനാണ്, മനസ്സിലായോ? ഇനി യേശുവിൻ്റെ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട സമയങ്ങളിലെല്ലാം യേശു പ്രാർത്ഥിക്കുക. യേശുവിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ പ്രധാനപ്പെട്ട സമയങ്ങളിലും യേശു പ്രാർത്ഥിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. യേശുവിൻ്റെ മാമോദീസയുണ്ട്, യേശുവിൻ്റെ മാമോദീസയാണ്. യേശുവിൻ്റെ മാമോദീസ സമയത്ത് പറയുന്നത് ഇങ്ങനെയാണ്. ലൂക്കായുടെ സുവിശേഷം 3-ാം അധ്യായം 21-ാം തിരുവചനം. ജനം സ്നാനം സ്വീകരിച്ചു കൊണ്ടിരിക്കുമ്പോൾ യേശുവും വന്ന് സ്നാനമേറ്റു. അവൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു, പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ അവൻ്റെ മേൽ ഇറങ്ങി വന്നു. അല്ലേ പറഞ്ഞേ ഹല്ലേലൂയ. എപ്പോഴാണ് പരിശുദ്ധാത്മാവ് വന്നത്? അവൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ. കണ്ടോ, മാമോദിസ സ്വീകരിക്കുന്നതിന് മുമ്പ് യേശു പ്രാർത്ഥിച്ചുകൊണ്ട് ഒരുങ്ങിക്കൊണ്ടാണ് മാമോദിസ സ്വീകരിക്കും. ഇപ്പോൾ നമ്മുടെ കുടുംബത്തിലുണ്ടോ മാമോദിസയൊക്കെ നടക്കുന്നുണ്ടോ? നിങ്ങളുടെ കുടുംബത്തിലൊക്കെ മാമോദിസ നടക്കുക, ആദ്യത്തെ ബർത്ത്ഡേ നടക്കുക, ഇങ്ങനെയൊക്കെ ആഘോഷങ്ങൾ നടക്കുമ്പോൾ ഒരു പ്രാർത്ഥനാന്തരീക്ഷം ഉണ്ടോ? എല്ലാവരും വിശുദ്ധ കുർബാനയിൽ പോയി പങ്കെടുക്കുക, എല്ലാവരും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക, സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ഒരു പ്രാർത്ഥനാന്തരീക്ഷം ഉണ്ടോ നിൻ്റെ ജീവിതത്തിൽ? ഒരു സ്പിരിച്വൽ വൈബ്രേഷൻ ഉണ്ടോ വീട്ടിൽ? കുറേ മക്കളൊക്കെ അങ്ങനെ ഇപ്പോൾ ചെയ്യുന്നുണ്ട് കേട്ടോ. കുറേ പേർക്കൊക്കെ പല തിരക്കുകൾ കാരണം അവരൊക്കെ ചെയ്യുന്നത് ഈ അത്ഭുത ജപമാലയൊക്കെ കാണുന്ന ചില ചേച്ചിമാർ ചേട്ടന്മാരൊക്കെ ഉണ്ട്. ചിലർ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഒരുപാട് പേര് പണ്ടുള്ളൊരു കാര്യമാണ്. അവർ രാവിലെ എഴുന്നേൽക്കുമ്പോൾ 5 മണി 5:30 എത്ര സമയമാണെന്ന് വെച്ചാൽ എഴുന്നേൽക്കുമ്പോൾ തന്നെ കിച്ചണിലോ അല്ലെങ്കിൽ ആ ഭാഗത്തായിട്ട് ഈ മൊബൈലിലോ മറ്റോ ഈ അത്ഭുത ജപമാല ഓണാക്കി വയ്ക്കുക. അപ്പോൾ അവിടെ അത്ഭുതങ്ങൾ ജപമാലയിൽ പാട്ട് തുടങ്ങുന്നു. ദൈവത്തെ ആരാധിച്ചുകൊണ്ടുള്ള പാട്ടുകൾ, ആരാധനൻ്റെ പാട്ട്, പിന്നെ പരിശുദ്ധാത്മാവിൻ്റെ പാട്ട്, പിന്നെ നമ്മുടെ സകല വിശുദ്ധ ലുത്തിനിയയുടെ പാട്ട്, അതിനുശേഷം സ്തുതിപ്പ്, അതിനുശേഷം ജപമാല, അതിനുശേഷം സാക്ഷ്യങ്ങൾ, അതിനുശേഷം വിശുദ്ധ അന്തോണിസം, നൊവേന, സ്തുതിപ്പ്, ആരാധന, പ്രാർത്ഥന, ജപമാല, സർവ്വസ്നാന പിതാവ്. ഇങ്ങനെ ഒരു 1.5-2 മണിക്കൂർ ഈ ശുശ്രൂഷ അവരങ്ങനെ വെച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയിൽ ചായ തയ്യാറാക്കുന്നു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പല്ല് തയ്ക്കുന്നു, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, പിള്ളേരെ ഒഴിപ്പിക്കുന്നു, പരിപാടികളൊക്കെ ചെയ്യുന്നു, ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ആ വീട് മുഴുവൻ രാവിലെ തന്നെ ഒരു പ്രാർത്ഥന അന്തരീക്ഷമാണ്, ഒരു സ്പിരിച്വൽ വൈബ്രേഷനാണ്. കണ്ടോ, ഇത് പറഞ്ഞേ ഹല്ലേലൂയ. അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു സഹോദരി പറയുകയാണ്, വിദേശത്ത് നിന്ന് മസ്കറ്റിൽ നിന്നോ മറ്റോ, ആ സഹോദരി ഇരിക്കുന്ന സാക്ഷി ഇങ്ങനെയാണ്. ഞാനിങ്ങനെ രാവിലെ എന്നിട്ട് ഇങ്ങനെ ഇത് ഓണാക്കി വെച്ച് കിച്ചണിൽ സ്റ്റൗമ്മ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അച്ഛൻ വിളിച്ചു പറയുന്നു, ചെവിയിൽ ഒരുപാട് ബഡ്സ് ഇടുന്ന ഒരാൾ ഇരിക്കുന്നുണ്ട്. ആ വ്യക്തിക്ക് കർത്താവിത ചെവിക്കടി എടുത്തു മാറ്റി അനുഗ്രഹിക്കും. ആ ചേച്ചി ഇങ്ങനെ ചിന്തിച്ചു, എൻ്റെ കാര്യമല്ലേ ഇപ്പോൾ തന്നെ പറഞ്ഞത്? ഞാനല്ലേ ചെവിയിൽ ഒരുപാട് ബഡ്സ് ഇടുന്ന ആൾ? ആ കിച്ചണിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരി പറയാം, ഏതോ റെക്കോർഡ് ജമാലിയാണ്, ഞാനാണല്ലോ ഒരുപാട് ബഡ്സ് ഇടുന്ന ആൾ, എൻ്റെ ചെവിയാണല്ലോ ഇതുപോലെ കടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ മനസ്സുകൊണ്ട് ഇങ്ങനെ ചിന്തിച്ചു. പിന്നെ 4 മാസം കഴിഞ്ഞിട്ടാണ് സാക്ഷ്യം പറയണേ, പിന്നീട് ഇതുവരെ ചെവിക്കടി ഉണ്ടായിട്ടില്ല. ഇത് പറഞ്ഞ് ഹല്ലേലൂയ. ആണോ, ഒരു സ്പിരിച്വൽ വൈബ്രേഷനാണ് ആ ഭാഗത്തൊക്കെ. ഇന്ന് പല ആഘോഷങ്ങൾക്കൊക്കെ മദ്യമാണ്. ബാപ്റ്റിസം അല്ലെങ്കിൽ മാമോദിസയ്ക്ക് മദ്യം ഉപയോഗിക്കുന്നവരുണ്ടല്ലോ. വിവാഹം പ്രധാനപ്പെട്ട യേശുവിൻ്റെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട സമയങ്ങളിലെല്ലാം സ്പെഷ്യൽ പ്രാർത്ഥന ഓഫർ ചെയ്യുകയാണ്, അല്ലെങ്കിൽ അർപ്പിക്കുകയാണ്. നിൻ്റെ വിവാഹത്തിൻ്റെ സമയത്ത് നീ നന്നായിട്ട് പ്രാർത്ഥിച്ച് ഒരുങ്ങി കുമ്പസാരിച്ചിട്ടാണ് സ്വീകരിക്കുന്നത്. ഈ കുമ്പസാരം തന്നെ, ഈ കെട്ടുകുമ്പസാരം തന്നെ കള്ള കുമ്പസാരം നടത്തുന്ന എത്ര പേര് അച്ഛന് നേരിട്ടറിയാമെന്നല്ല. പല സംഭവങ്ങൾ അച്ഛനും നേരില്ലാത്തതുകൊണ്ട് പറയാത്തത്. കെട്ടുകുമ്പസാരത്തിൽ തന്നെ കള്ളം പറയുന്നവരുണ്ട്. കെട്ടുകുമ്പസാരത്തിൽ പോലും കള്ളം പറയുന്ന മക്കളുണ്ട്. കെട്ടുകുമ്പസാരത്തിൽ പോലും കള്ളം പറയാം. മനസ്സിലായോ? നല്ല പാപമില്ലാത്ത ഹൃദയത്തോടെ, മനസ്സോടെ, ആത്മാവോട് കൂടിയിട്ടല്ലേ നീ ആ വിവാഹം എന്ന കൂദാശയിലേക്ക് സ്വീകരിക്കേണ്ടത്. അല്ലെങ്കിൽ ആദ്യ കുർബാന സ്വീകരണം. മനസ്സിലായോ? ഞാൻ ഓർക്കുകയാണ് ഒരു സംഭവം. ഒരിക്കൽ ഒരു ധ്യാനം ഒരു സ്ഥലത്ത് നടക്കുകയാണ്. അവിടെ ആ ധ്യാനം നടക്കുന്ന സമയത്ത് ഒരു 3 ദിവസത്തെ ധ്യാനമാണ്. എൽറുഹ ധ്യാനം, പണ്ടത്തെ എൽറുഹ ധ്യാനം ഞാൻ ജെറുസലം ധ്യാന കേന്ദ്രത്തിൽ വെച്ച് തുടങ്ങിയ സമയത്തുണ്ടായ ഒരു സംഭവമാണ്. ഇപ്പോൾ ഒരു കോളേജിൽ ധ്യാനം നടക്കുകയാണ്. അപ്പം 650ഓളം കുട്ടികളുണ്ട്. പെൺകുട്ടികളുടെ കോളേജാണ്, വലിയ കോളേജാണ്. അപ്പോൾ അവിടെ ഈ 650 പേരുടെ ധ്യാനം 3-ാമത്തെ ദിവസമായി, ഏറ്റവും അവസാനത്തെ ദിവസമായി. ഏറ്റവും അവസാനത്തെ സമയം ഒരു അച്ഛൻ ഇങ്ങനെ കുർബാന ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ ധ്യാന ഹാളിൻ്റെ പിന്നിലിങ്ങനെ നിൽക്കുക. വലിയ ഹാളാണ് അവരുടെ. അപ്പോൾ ഞാൻ പിന്നിലിങ്ങനെ നിൽക്കുകയാണ്. അത് ഈ കുർബാന കഴിഞ്ഞിട്ടാണ് ആരാധന കഴിഞ്ഞോടുകൂടി ധ്യാനം കഴിയും. അപ്പോൾ ഞാനിങ്ങനെ ആരാധനയ്ക്ക് ഒരുങ്ങി ഇങ്ങനെ പിന്നിൽ നിൽക്കുമ്പോൾ ഒരു സഹോദരി ടീച്ചർ, ഒരു പ്രൊഫസർ കയ്യിൽ ഒരു കടലാസും പിടിച്ച്, അത് നനഞ്ഞു കുതിർന്നു കടലാസൊക്കെ, അതും പിടിച്ച് ഓടി വരാണ്. എനിക്കിപ്പോൾ കുമ്പസാരിക്കണം എന്ന് പറഞ്ഞിട്ട് കരഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോൾ ഞാൻ ടീച്ചറോട് പറഞ്ഞു, അയ്യോ ടീച്ചറെ ഇപ്പോൾ കുമ്പസാരിപ്പിക്കാൻ നേരമില്ലല്ലോ, ഇപ്പോൾ ഇത് കഴിഞ്ഞ് ആരാധനയ്ക്ക് കയറേണ്ടി വരുമല്ലോ. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, എനിക്കിപ്പോൾ കുമ്പസാരിക്കണം എന്ന് പറഞ്ഞത് കരയാണ്. അപ്പോൾ എന്താ സംഭവം എന്ന് ചോദിച്ചപ്പോൾ സംഭവം ഇതാണ്.
സ്നേഹമുള്ളവരെ, നമ്മുടെ ധ്യാനം അവിടെ വരുന്നതിന് മുമ്പ് അയൽറുഹ ധ്യാനം അതിനെ പറ്റിയൊരു ഈ ടീച്ചർ അറിഞ്ഞു പലരിൽ നിന്നും. അത് ധ്യാനത്തിന് കൗൺസിലിംഗ് ഉണ്ട്, അപ്പോൾ എല്ലാവരും കൗൺസിലിംഗ് സ്വീകരിക്കേണ്ടി വരും. കൗൺസിലിങ്ങിൻ്റെ സമയത്ത് ഒരു പക്ഷേ എൻ്റെ രഹസ്യ പാപങ്ങൾ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്താൻ സാധ്യതയുണ്ട്, ഈ ടീച്ചർക്ക് തോന്നുകയാണ്. അതുകൊണ്ട് കൗൺസിലിംഗ് ഉണ്ടെന്ന് കേട്ടപ്പോൾ ഈ ടീച്ചർക്ക് ഭയങ്കര പേടിയായി. കാരണം ഈ ധ്യാനത്തിന് ടീച്ചേഴ്സും നോൺ ടീച്ചിങ് സ്റ്റാഫും കുട്ടികളും എല്ലാവരും നിർബന്ധമായിട്ട് പങ്കെടുക്കണമെന്ന് അവിടുത്തെ പ്രിൻസിപ്പൽ സിസ്റ്റർ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇത് ടീച്ചർ പറയുകയാണ്, ഞാൻ അപ്പോൾ തന്നെ മനസ്സോട് ഭയങ്കര പേടിച്ചു. ഞാൻ ഈശോയോട് പറഞ്ഞു, കർത്താവേ എന്നെ കൗൺസിലിങ്ങിന് ആരും വിളിക്കരുതേ, എന്നെ ആരും ശ്രദ്ധിക്കരുതേ എന്നൊക്കെ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ കൗൺസിലിംഗ് പോയില്ല. കൗൺസിലിംഗ് എല്ലാ കുട്ടികളുടെയും സ്റ്റാഫിൻ്റെ എല്ലാവരെയും കഴിഞ്ഞപ്പോൾ ഈ പ്രിൻസിപ്പൽ സിസ്റ്റർക്ക് മനസ്സിലായി ഈ ടീച്ചർ മാത്രം കൗൺസിലിംഗ് പോയിട്ടില്ല. ടീച്ചർ പറഞ്ഞു, ടീച്ചർ കൗൺസിലിംഗ് പോയില്ലല്ലോ, അവിടെ പിള്ളേരുടെയൊക്കെ കൗൺസിലിംഗ് കഴിഞ്ഞു, ടീച്ചർ ചെല്ലാൻ പറഞ്ഞു. അപ്പോൾ ടീച്ചർ എങ്ങനെ നിരസിക്കുക, ഒന്നും അറിയാത്ത പോലെ എന്നാൽ ശരി കൗൺസിലിംഗ് കണ്ടിട്ട് പോവുകയാണ്. ടീച്ചർ പറയുക, ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു, മാതാവിനോട് പ്രാർത്ഥിച്ചു, എൻ്റെ മാതാവേ എൻ്റെ രഹസ്യ പാപങ്ങൾ, ഞാൻ ചെയ്തു വെച്ച പാപങ്ങൾ, ഇതുവരെ കുംസാത്തിൽ ഏറ്റുപറയാത്ത പാപങ്ങളൊന്നും കൗൺസിലേഴ്സിന് വെളിപ്പെടുത്തി കൊടുക്കരുതേ, എൻ്റെ സ്വഭാവമൊന്നും വെളിപ്പെടുത്തി കൊടുക്കരുതേ. ഇങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് പിന്നെ ഇങ്ങനെ പ്രാർത്ഥിച്ചു, മാതാവേ ഇനി വെളിപ്പെടുത്തി കൊടുക്കണമെങ്കിൽ കൊടുത്തോ, പക്ഷേ അത് കുമ്പസാരത്തിൽ പറയാനുള്ള ധൈര്യം എനിക്ക് വേണം എന്ന് ഈ സഹോദരി പറയുകയാണ്. ഇത് പറഞ്ഞേ ഹല്ലേലൂയ. അങ്ങനെ ആ സഹോദരി അവിടെ പോയിരുന്നു. ഒരു സഹോദരിയാണ് കൗൺസിലിംഗ് കൊടുത്തത്. കൗൺസിലിംഗ് കഴിഞ്ഞു. കൗൺസിലിങ്ങിന് വേറെ ഒന്നും ചോദിച്ചൊന്നുമില്ല, അങ്ങനത്തെ കാര്യങ്ങളൊന്നും സംസാരിച്ചൊന്നുമില്ല. എന്തൊക്കെയോ വേറെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കൗൺസിലിംഗ് കഴിഞ്ഞ് ഇറങ്ങിപ്പോരുകയാണ്. അപ്പോൾ ഈ ഓഡിറ്റോറിയം മേലെയാണ്, ഈ കൗൺസിലിംഗ് നടക്കുന്നത് മേലെയാണ്. അപ്പോൾ ഈ കൗൺസിലിംഗ് കഴിഞ്ഞിട്ട് ആ സഹോദരി ആ ടീച്ചർ മേലെ നിന്ന് ഇങ്ങനെ അടിയിലേക്ക് ഇങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി ഇങ്ങനെ പോവുകയാണ് ഉച്ച സമയത്ത്. അപ്പോൾ ഈ പ്രിൻസിപ്പൽ സിസ്റ്റർ മേലേക്ക് കയറി വരികയാണ്, നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കയറി വരികയാണ്. അപ്പോൾ ഈ പ്രിൻസിപ്പൽ സിസ്റ്റർ ചോദിച്ചു, എന്താ ഈ ടീച്ചറുടെ കൗൺസിലിംഗ് കഴിഞ്ഞു എന്ന് പറഞ്ഞു. ടീച്ചറുടെ ദിവ്യകാരുണ്യ കൗൺസിലിംഗ് കഴിഞ്ഞോ എന്ന് ചോദിച്ചു. അപ്പോൾ ദിവ്യകാരുണ്യ കൗൺസിലിംഗ് എന്ന് പറഞ്ഞൊരു കൗൺസിലിംഗ് ഉണ്ടായിരുന്നു അന്ന്. അതായത് മെസ്സേജ് മാത്രം, വിശുദ്ധ കുർബാന നിലച്ച് വെച്ച മെസ്സേജ് മാത്രം പറയുന്നൊരു ശൈലിയാണ്. അപ്പോൾ ടീച്ചർ പെട്ടെന്ന് പറഞ്ഞു, എൻ്റെ കഴിഞ്ഞിട്ടില്ല എന്ന്. എന്നാൽ ശരി, ആ ബ്രദർ അവിടെ വെറുതെ ഇരിക്കുന്നുണ്ട്, നമുക്കൊന്ന് പോയി കൂടാന്ന് പറഞ്ഞിട്ട് ഈ ടീച്ചറിങ് കൊണ്ട് സിസ്റ്റർ അങ്ങോട്ട് പോവുകയാണ്. അങ്ങനെ ആ ബ്രദറുടെ അടുത്ത് കയറ്റി. ബ്രദറാണെങ്കിൽ മുട്ടുകുത്തിയപ്പോൾ തന്നെ പറഞ്ഞു, സഹോദരിയുടെ മാമൂസ പേര് പറയാൻ പറഞ്ഞു. ഈ സഹോദരിയുടെ മാമൂസ പേര് പറഞ്ഞു. ആ ബ്രദർ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ ബ്രദർ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, 7 പേരായിട്ട് ശാരീരിക ബന്ധം ഉണ്ടായിട്ടുണ്ട്, അതിൽ 4 പേര് മുസ്ലിംസും 3 പേര് ഹിന്ദുക്കളാണെന്ന് പറയല്ല. ഈ ടീച്ചറാണ് കരയാൻ തുടങ്ങി. ഇത് വാവിട്ട് ബഹളം വെച്ച് കരയാൻ തുടങ്ങി. അപ്പോൾ ഉടനെ ബ്രദർ സംസാരിച്ചു. ബ്രദർ ചോദിച്ചു, ഇത് കുംസാരത്തിൽ പറഞ്ഞിട്ടുണ്ടോ? ഇതുവരെ കുംസാരത്തിൽ പറഞ്ഞിട്ട്. ഇതെപ്പോൾ സംഭവിച്ചതാണ്? ഈ സഹോദരി പറഞ്ഞു, ഞാൻ എൻ്റെ പഠനമൊക്കെ കഴിഞ്ഞ് വിദേശത്ത് പോയി, ഗൾഫ് രാജ്യത്ത് പോയപ്പോൾ വിവാഹത്തിന് മുമ്പ് ഞാൻ ചെയ്തു വെച്ച വ്യഭിചാരം, 7 പേരായിട്ട് വ്യഭിചാരം, അതിൽ മുസ്ലിംസ് ഉണ്ട്, ഹിന്ദുക്കളുണ്ട്, പലരായിട്ടുണ്ട്. പക്ഷെ തിരിച്ചു വന്നിട്ട് എൻ്റെ കല്യാണത്തിന് മുമ്പ് ഞാൻ കുമ്പസാരിച്ചു, കെട്ടുകുമ്പസാരം. എൻ്റെ കെട്ടുകുമ്പസാരത്തിൽ പോലും ഞാൻ ഇത് പറഞ്ഞിട്ടില്ല. ഇപ്പോഴും ഞാൻ കുമ്പസാരിക്കാൻ പോകുമ്പോൾ എൻ്റെ മനസ്സിൽ ഇത് ഓർമ്മയുണ്ട്, പക്ഷെ പറയില്ല. കുമ്പസാരിച്ചതിന് ശേഷം ഞാൻ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന സമയത്ത് ഭയങ്കര കുറ്റബോധം എൻ്റെ ഹൃദയത്തിൽ. കാരണം എനിക്കറിയാം അച്ഛാ, ഞാൻ കള്ളക്കുമ്പസാരം നടത്തിയിട്ടാണ് ഇങ്ങനെ കുർബാന സ്വീകരിക്കണേന്ന്. കണ്ടോ? ഇത് പറഞ്ഞേ ഹല്ലേലൂയ. കുറ്റബോധം ഇങ്ങനെ അടിച്ചു കയറുക. അതിലിത് പറയുകയാണ്, കുറ്റബോധം അടിച്ചു കയറി, കുറ്റബോധം താങ്ങാനാവാതെ ഇതിന് ഹാർട്ടിന് അസുഖം വരാണ്. ഹാർട്ടിന് അസുഖമായി. ഹാർട്ടിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ അതിൻ്റെ അപ്പനമ്മയും കാണാൻ വന്നു. അവർ ചോദിച്ചു, എൻ്റെ മോളെ, നമ്മുടെ കുടുംബ പാരമ്പര്യത്തിൽ ആർക്കും ഇല്ലല്ലോ ഹാർട്ടിന് ഇങ്ങനൊരു അസുഖം, മനസ്സിലായോ? നിനക്ക് മാത്രം എന്താ ഇത്രയും ചെറുപ്പത്തിൽ ഇങ്ങനെ ഹാർട്ടിന് അസുഖം? അങ്ങനെ അവർ സംസാരിച്ച് അവർ പോയപ്പോൾ ഈ ഹെസക്കിയ രാജാവിൻ്റെ വചനം വായിച്ചില്ലേ നമ്മൾ? അതുപോലെ ഈ ടീച്ചർ പറയുകയാണ്, എൻ്റെ അപ്പനമ്മ എഴുന്നേറ്റ് പോയപ്പോൾ ഞാൻ ആ ചുമലിൻ്റെ ഭാഗത്തേക്ക് തിരിഞ്ഞു കിടന്ന് വാവിട്ട് കരഞ്ഞു എന്ന്. കാരണം വെച്ചാൽ എനിക്കറിയാച്ച എന്തുകൊണ്ട് എനിക്ക് ഈ ഹാർട്ടിന് അസുഖം വന്നതെന്ന്. കാരണം ഞാൻ പാപങ്ങൾ ഏറ്റു പറയാതിരുന്നപ്പോൾ ദിവസം മുഴുവൻ കരഞ്ഞ് എൻ്റെ ശരീരം, ജീവിതം മുഴുവൻ ക്ഷയിച്ചുപോയി. ദാവീദ് രാജാവ് പറയുക, പാപം ഏറ്റു പറയാത്തവരുടെ ശരീരം ക്ഷയിച്ചുവും ജീവിതം ക്ഷയിച്ചുവും. കള്ളക്കുംസാരം നടത്തുന്നവരുടെ, മനസ്സിലായോ, അവരുടെ ജീവിതം ക്ഷയിച്ചുപോയി, ശരീരം ക്ഷയിച്ചുപോയി. ടീച്ചർക്ക് ശരീരം ക്ഷയിച്ചുപോയി, ഹാർട്ടിനൊക്കെ പ്രശ്നങ്ങളായി. ഇവിടെ ഉണ്ട് ഹാർട്ടിന് പ്രശ്നമുള്ളവർ, മനസ്സിലായോ? പ്രൈസ് ലോർഡ്. പിന്നെ ഇത് പറഞ്ഞേ ഹല്ലേലൂയ. വിശുദ്ധി പറഞ്ഞേ ഹല്ലേലൂയ. പതറ പറയുക, ഈ എന്താ പറയുക, കള്ളക്കുമ്പസാരം, വിവാഹം എന്ന കൂതാശ സ്വീകരിക്കുമ്പോൾ പോലും പാപം ചെയ്തിട്ടാണ് ഈ കൂതാശ സ്വീകരിക്കുന്നത്, മനസ്സിലായോ?
അല്ലെങ്കിൽ ബാപ്റ്റിസം, അല്ലെങ്കിൽ ഈ മാമോദിസ, അന്ന് വലിയ ആഘോഷമാണ്, മദ്യമാണ്, മനസ്സിലായോ? അല്ലെങ്കിൽ ആദ്യ കുർബാന സ്വീകരണം, അതിപ്പോൾ ഇനി അടുത്ത മെയ് മാസത്തിലൊക്കെ ആദ്യ കുർബാന സ്വീകരണമൊക്കെ വരും, കുറേയൊക്കെ അല്ലേ, പല സമയത്ത് വരും. അപ്പോൾ ആ സമയത്ത് വലിയ ആഘോഷമില്ല, അതൊക്കെ മദ്യം ഉണ്ടാവും, മദ്യം, മനസ്സിലായോ? അപ്പോൾ അവർ ഓരോ ആഘോഷം, അല്ലെങ്കിൽ പട്ടം, ഇങ്ങനെ പ്രധാനപ്പെട്ട ആഘോഷം. എന്നാൽ ഈശോയുടെ ജീവിതത്തിൽ അങ്ങനെയല്ല. ഈശോയുടെ ബാപ്റ്റിസത്തിൻ്റെ സമയത്ത് അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഉണ്ടോ? പ്രാർത്ഥിച്ച്. ഇനി യേശു ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്ന സമയമുണ്ട്. യേശു ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്ന സമയം, യേശു ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് ഇങ്ങനെ തന്നെയാണ് യേശു പ്രാർത്ഥിച്ചുകൊണ്ട്. കണ്ടോ? ലൂക്ക 6:12. ആ ദിവസങ്ങളിൽ അവൻ പ്രാർത്ഥിക്കാൻ ഒരു മലയിലേക്ക് പോയി. അവിടെ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് രാത്രി മുഴുവൻ ചെലവഴിച്ചു. പ്രഭാതമായപ്പോൾ അവൻ ശിഷ്യന്മാരെ അടുത്ത് വിളിച്ചിട്ട് അവരിൽ നിന്ന് 12 പേരെ പ്രത്യേകം തിരഞ്ഞെടുക്കുകയാണ്. വിളിച്ച് പറഞ്ഞേ ഹല്ലേലൂയ. കണ്ടോ? യേശുവിൻ്റെ പ്രധാനപ്പെട്ട സംഭവമാണ് ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുക. ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കുകയാണ്, മനസ്സിലായോ? ഈ ധ്യാന സെൻ്ററിൻ്റെ വെഞ്ചിരിപ്പ് 2021 ഏപ്രിൽ 19 അപ്പോൾ അതിന് മുമ്പായിട്ട് ശക്തമായ പ്രാർത്ഥനയാണ്. ആ വെഞ്ചിരിപ്പ് നടക്കുന്ന സമയത്തൊക്കെ അവിടെ ഇരുന്ന് ശക്തമായ പ്രാർത്ഥന, അതിന് ഒരുങ്ങിക്കൊണ്ടുള്ള പ്രാർത്ഥന, അല്ലെങ്കിൽ നമുക്കൊരു കൺവെൻഷൻ വരുമ്പോൾ അതിന് ഒരുക്കമായ പ്രാർത്ഥന, എല്ലാം ഓരോ കാര്യങ്ങളും നമ്മൾ പ്രാർത്ഥനാപൂർവ്വം ചെയ്യുമ്പോൾ അത് യേശുവിൻ്റെ ശൈലി അതായിരുന്നു. എന്ത് കാര്യം, ഇപ്പോൾ യേശു ജെറുസലം ലക്ഷ്യം വെച്ചിട്ടാണ് ഈശോ തൻ്റെ പരസ്യജീവിതം ആരംഭിച്ചത്. അങ്ങനെ ആരംഭിക്കുന്നതിന് മുമ്പ് നമുക്ക് കാണാൻ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, യേശു അവിടെ ഭയങ്കര പ്രാർത്ഥനയും 6-ാം അധ്യായത്തിൽ കാണാൻ സാധിക്കും. യേശു ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിച്ച് ഒരുങ്ങിയതിന് ശേഷമാണ് യേശു ജെറുസലേമിലേക്ക് പോവുക. അവിടെ വെച്ചിട്ടല്ലേ യേശുവിനെ പിന്നെ പീഡ സഹിച്ച് മരിക്കേണ്ടതാക്കിയിട്ട് വന്നത്. അപ്പോൾ യേശുവിന് ഇതറിയാം. അപ്പോൾ യേശു പ്രാർത്ഥിച്ചൊരുങ്ങിയിട്ടാണ് ജെറുസലേമിലേക്ക് പോവുക. പ്രാർത്ഥിച്ചൊരുങ്ങി എല്ലാം നന്നായിട്ട് യേശുവിൻ്റെ ഓരോ കാര്യങ്ങളും യേശു പ്രാർത്ഥനാപൂർവ്വമാണ് യേശു മുന്നോട്ട് വെച്ചത്. വലുത് പറഞ്ഞേ ഹല്ലേലൂയ. പ്രാർത്ഥിക്കുക. അപ്പോൾ യേശുവിൻ്റെ പ്രാർത്ഥനാ ജീവിതമാണ് അത്ര. അതാ പറഞ്ഞത് നമ്മൾ. അവൻ ഒരിടത്തും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ശിഷ്യരിൽ ഒരുവൻ വന്ന് പറഞ്ഞു, കർത്താവേ, യോഹന്നാൻ തൻ്റെ ശിഷ്യരെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക. ഇവിടെ ശ്രദ്ധിക്കുക, ഇത് വിശുദ്ധ അഗസ്റ്റിനാണ് വ്യാഖ്യാനിക്കുന്നത് കേട്ടോ. അച്ഛൻ്റെ വ്യാഖ്യാനമല്ല, വിശുദ്ധ അഗസ്റ്റിൻ്റെ വ്യാഖ്യാനം അച്ഛൻ പറയാൻ പോവുകയാണ്. ഈ ബൈബിൾ പാസേജ് വായിച്ചിട്ട് നമ്മുടെ വേദപാരംഗതനായ ഡോക്ടർ ഓഫ് ദ ചർച്ചായ വിശുദ്ധ അഗസ്റ്റിൻ അതിനെ വ്യാഖ്യാനിക്കുന്നത് എന്താണെന്നറിയോ? യേശു മരിച്ചവരെ ഉയർപ്പിച്ചപ്പോൾ ഒരു ശിഷ്യൻ പോലും യേശുവിനോട് ചോദിച്ചില്ല, യേശുവേ, നീ മരിച്ചവരെ ഉയർപ്പിക്കുന്നത് പോലെ ഞങ്ങളെയും മരിച്ചവരെ ഉയർപ്പിക്കാൻ പഠിപ്പിക്കണമേ. ചോദിച്ചില്ല. മനസ്സിലായോ? യേശു അപ്പം വർദ്ധിപ്പിച്ചപ്പോൾ ഒരു ശിഷ്യൻ പോലും യേശുവിനോട് ചോദിച്ചില്ല, യേശുവേ, നീ അപ്പം വർദ്ധിപ്പിച്ചില്ലേ, അതെങ്ങനെയോ ആ ടെക്നിക്ക് എന്നെയും പഠിപ്പിക്കുകയോ, അതെങ്ങനെ നീ അത് വർദ്ധിപ്പിച്ചേ, ആ ഒരു പരിപാടി ആ ഒരു കൃപ എനിക്കും തരോ? അങ്ങനെ ഒരാളും ചോദിച്ചില്ല. യേശു തളവാദ രോഗിയെ സൗഖ്യപ്പെടുത്തി, അനന്തനെ സൗഖ്യപ്പെടുത്തി, കൊടുങ്കാറ്റിനെ ശാന്തമാക്കി, ഇതൊക്കെ ചെയ്തപ്പോൾ ഒരു ശിഷ്യൻ പോലും യേശുവിൻ്റെ അടുത്തൊന്നും ചോദിച്ചില്ല, നീ പിശാചിനെ പുറത്താക്കിയ പോലെ പിശാചിനെ പുറത്താക്കാനുള്ള കൃപ എനിക്കും തരണേ, അതെന്നെയും പഠിപ്പിക്കണേ, ഈ തളവാതിരിയെ സുഖപ്പെടുത്താൻ എന്നെയും പഠിപ്പിക്കണേ, ഈ കുഷ്ഠരോഗിയെ സുഖപ്പെടുത്താൻ എന്നെയും പഠിപ്പിക്കണേ. ഇങ്ങനെ ഒരാൾ പോലും ചോദിക്കുന്നില്ല. ഈ 12 ശിഷ്യന്മാർ ആകെ കൂടെ യേശുവിനോട് ചോദിച്ചൊരു കാര്യം ഇതാണ്. യേശു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. യേശു ഒരിടത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു യേശുവിൻ്റെ ആ പ്രാർത്ഥനാ ജീവിതം. അപ്പോൾ യേശുവിൻ്റെ അടുത്ത് വന്നിട്ട് അവർ ചോദിക്കുകയാണ്, യേശുവേ, നീ പ്രാർത്ഥിക്കുന്നത് പോലെ പ്രാർത്ഥിക്കാൻ ഞങ്ങളെയും പഠിപ്പിക്കുകയോ? വലുത് പറഞ്ഞേ ഹല്ലേലൂയ. കണ്ടോ? ശിഷ്യന്മാർ 3 വർഷം യേശുവിൻ്റെ കൂടെ ജീവിച്ചിട്ട് അവർക്ക് യേശുവിൻ്റെ സ്വഭാവത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്വഭാവം യേശുവിൻ്റെ എന്തെങ്കിലും അത്ഭുത പ്രവൃത്തികളൊന്നും അല്ലായിരുന്നു. അവരെ ഏറ്റവും സ്വാധീനിച്ച യേശുവിൻ്റെ സ്വഭാവമായിട്ട് വിശുദ്ധ അഗസ്റ്റിൻ പറയുക യേശുവിൻ്റെ പ്രാർത്ഥനാ ജീവിതമാണ്. അതാണല്ലോ നമ്മൾ പെട്ടെന്ന് പഠിപ്പിക്കാൻ പറയുക, മനസ്സിലായോ? അത് ഞങ്ങളെയും പഠിപ്പിക്കുക. അപ്പോൾ യേശു അവരെ പഠിപ്പിച്ചൊരു പ്രാർത്ഥനയാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള അതിഭയങ്കരമായ യൂണിവേഴ്സൽ ഡെലിവറൻസ് പ്രയറാണ്. വലുത് പറഞ്ഞേ ഹല്ലേലൂയ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള പ്രാർത്ഥനയുടെ പ്രത്യേകത എന്താ? അതെന്താണ്? യൂണിവേഴ്സൽ ഡെലിവറൻസ് പ്രയർ, ബന്ധന പ്രാർത്ഥനയാണത്. ഏത്? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവിന്. ആ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് എന്നുള്ള പ്രാർത്ഥനയിൽ 3-4 കാര്യങ്ങൾ കാണാൻ സാധിക്കും. ഒന്ന്, ആദ്യത്തെ ശ്രദ്ധിക്കുക, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ. അത് സ്തുതിക്കുകയാണ്, ദൈവത്തെ നമ്മൾ സ്തുതിക്കുകയാണ്. അപ്പോൾ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള പ്രാർത്ഥനയിൽ സ്തുതിപ്പടങ്ങുന്നുണ്ട്, സ്തുതിക്കുകയാണ്. ഇനി ഇത് അടുത്ത് വരാണ്, രാജ്യം വരണം, അതിന് വേണ്ട ആഹാരം ഓരോ കണ്ടോ. ഇനി യാചന പ്രാർത്ഥനയാണ്, മനസ്സിലായോ? എന്നിട്ട് അടുത്ത് നോക്കിയേ,
ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിച്ച് പ്രാർത്ഥിക്കുകയാണ്. കണ്ടോ മനസ്സിലായി? അപ്പോൾ അവസാനം വരുന്നത് എന്താണ്? ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് കാത്തുകൊള്ളണമേ. വലിയ പറഞ്ഞേ ഹല്ലേലൂയ, ഡെലിവറൻസ് പ്രയറാണ്. അപ്പോൾ ഈ പ്രാർത്ഥനയിൽ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള പ്രാർത്ഥനയിൽ സ്തുതിപ്പിൻ്റെ പ്രാർത്ഥനയുണ്ട്. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള പ്രാർത്ഥനയിൽ യാചനാ പ്രാർത്ഥനകളുണ്ട്, അപേക്ഷ പ്രാർത്ഥനകളുണ്ട്. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവ് എന്നുള്ള പ്രാർത്ഥനയിൽ ക്ഷമിച്ചുള്ള പ്രാർത്ഥനയുണ്ട്. മറ്റൊരു പ്രാർത്ഥന എന്താണ്? സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവയിൽ ഡെലിവറൻസ് പ്രാർത്ഥനയാണ്. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. അപ്പോൾ പല പ്രാർത്ഥനകൾ അടങ്ങുന്ന ഒരു പ്രാർത്ഥനയാണെന്ത്? സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ എന്ന് പേരുള്ള യേശു ശിഷ്യന്മാരെ പഠിപ്പിച്ച മനോഹരമായ പ്രാർത്ഥന. പ്രൈസ് ദി ലോർഡ്. ഇത് പറഞ്ഞേ ഹല്ലേലൂയ, ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ യേശുവിൻ്റെ പ്രാർത്ഥനാ ജീവിതം, യേശു പകൽ പ്രാർത്ഥിക്കുന്നു, യേശു രാത്രി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ ജീവിതത്തിലെ പ്രധാന സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഇനി മറ്റൊന്ന് നമ്മൾ കാണുകയാണ്, യേശുവിന് നേട്ടം വരുമ്പോൾ യേശു പ്രാർത്ഥിക്കുകയാണ്. യേശുവിന് നേട്ടം വരുമ്പോൾ സമയം, അതായത് യേശുവിൻ്റെ ജീവിതത്തിൽ വളരെ പോസിറ്റീവായിട്ട് ഒരുപാട് അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും അങ്ങനെ യേശു അങ്ങനെ ഭയങ്കര ഫേമസ് ആയിട്ട് പോകുന്ന സമയമുണ്ട്. യേശുവിനെ എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യുന്ന സമയം. ആ സമയത്ത് യേശു പ്രാർത്ഥിക്കുകയാണ്. പരീക്ഷയിൽ നല്ല വിജയം കിട്ടി, ഇതേ പോയി പ്രാർത്ഥിക്കുകയാണ്. പരീക്ഷയിൽ വിജയം കിട്ടിയപ്പോൾ പോയി പ്രാർത്ഥിക്കുക. എന്തോ മനസ്സിലായോ? അതാണ് മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായത്തിൽ 5 അപ്പം 5000 പേർക്ക് ഈശോ കൊടുക്കുക. 5 അപ്പം 5000 പേർക്ക് വർദ്ധിപ്പിച്ച് മഹാത്ഭുതമായിരുന്നു കേട്ടോ. ആൾക്കാരൊക്കെ കൊണ്ട് അന്താളിച്ചു പോയി. വേറെ 5 അപ്പം 2 മീനൊക്കെ ഉണ്ടായിരുന്നല്ലോ. അതങ്ങനെ വർദ്ധിപ്പിച്ച് ഇഷ്ടംപോലെ അതും പിന്നെ 12 കോട്ടയൊക്കെ ബാക്കി. ഇതൊരു മഹാത്ഭുതമായിരുന്നു യേശു ചെയ്തത്. ആൾക്കാരിങ്ങോട്ട് ഇളകി വശായി. അപ്പോൾ യേശു എന്താ ചെയ്തതെന്നറിയോ? 23-ാമത്തെ വാക്യം, മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം 23-ാം വാക്യം. ഈ 5 അപ്പം 5000 പേർക്കുള്ള അത്ഭുതം കഴിഞ്ഞിട്ടുള്ള അടുത്ത വാക്യം ഇങ്ങനെയാണ്: അവൻ ജനക്കൂട്ടത്തെ പിരിച്ചുവിട്ടതിന് ശേഷം ഏകാന്തതയിൽ പ്രാർത്ഥിക്കാൻ മലയിലേക്ക് കയറി. രാത്രിയായപ്പോഴും അവൻ അവിടെ തനിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വലുത് പറഞ്ഞേ ഹല്ലേലൂയ. അവൻ ജനക്കൂട്ടത്തെ പിരിച്ചുവിട്ടതിന് ശേഷം, കാരണം യേശുവിന് നേട്ടമുണ്ടായപ്പോൾ യേശു പ്രാർത്ഥിച്ചു. യേശുവിൻ്റെ ജീവിതത്തിൽ വലിയ വിജയം സംഭവിച്ചപ്പോൾ, യേശുവിൻ്റെ പറമ്പ് വിറ്റുപോയപ്പോൾ, അല്ലെങ്കിൽ നിൻ്റെ പറമ്പ് വിറ്റ് പോകുമ്പോൾ, നിൻ്റെ കല്യാണം നടക്കുമ്പോൾ, ജോലി കിട്ടുമ്പോഴോ, നിൻ്റെ ജീവിതത്തിൽ രോഗശാന്തി ഉണ്ടാകുമ്പോഴോ, നിനക്കൊരു അനുഗ്രഹം കിട്ടുമ്പോൾ പ്രാർത്ഥിക്കുക. മനസ്സിലായോ? ചിലക്ക് ഈ അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞാൽ ആ കിട്ടണവരെ ഇന്ന് പ്രാർത്ഥിക്കും. യേശുവിന് നേട്ടം വന്നപ്പോഴും പ്രാർത്ഥിച്ചു, കോട്ടം വന്നപ്പോഴും പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞില്ലേ, യേശു പകൽ പ്രാർത്ഥിച്ചു, യേശു രാത്രി പ്രാർത്ഥിച്ചു. യേശുവിൻ്റെ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട സമയങ്ങളിലൊക്കെ യേശു പ്രാർത്ഥിച്ചു. ഇനി യേശു പ്രാർത്ഥിച്ചപ്പോഴാണ് യേശുവിന് നേട്ടങ്ങളുണ്ടായപ്പോൾ, പ്രശസ്തി ഉണ്ടായപ്പോൾ, വളർച്ചയുണ്ടായപ്പോൾ, ഉയർച്ചയുണ്ടായപ്പോൾ, വിജയം ഉണ്ടായപ്പോൾ യേശു പ്രാർത്ഥിച്ചു. ഇനി യേശുവിന് കോട്ടമുണ്ടായപ്പോൾ, പ്രശ്നങ്ങളുണ്ടായപ്പോൾ, പ്രതിസന്ധി ഉണ്ടായപ്പോൾ, പ്രലോഭനം ഉണ്ടായപ്പോൾ, തടസ്സങ്ങളുണ്ടായപ്പോൾ, ബന്ധനങ്ങളുണ്ടായപ്പോൾ, കഷ്ടപ്പാടുകളുണ്ടായപ്പോൾ, ദുരിതങ്ങളുണ്ടായപ്പോൾ, പ്രതികൂല സാഹചര്യം ഉണ്ടായപ്പോൾ, തോൽവികളുണ്ടായപ്പോൾ യേശു പ്രാർത്ഥിച്ചു. എപ്പോഴും പ്രാർത്ഥനയാണെന്ന്. അതല്ലേ മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തിൻ്റെ ഹെഡിങ് എന്താണെന്നറിയോ? 26-ാം അധ്യായത്തിൽ 36 മുതലുള്ള വാക്യങ്ങൾ. അതിൻ്റെ ഹെഡിങ് ഗെത്സമനിയിൽ പ്രാർത്ഥിക്കുകയാണ്. ഗെത്സമനിയിൽ ഉണ്ടോ? അനന്തരം യേശു അവരോടൊത്ത് ഗെത്സമനി എന്ന സ്ഥലത്തെത്തി. അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ പോയി പ്രാർത്ഥിക്കുവോളം നിങ്ങൾ ഇവിടെ ഇരിക്കുക. യേശുവിൻ്റെ പ്രാർത്ഥന, അവൻ തൻ്റെ ഐഹിക ജീവിതകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിവുള്ളവനോട് കണ്ണീരോടും വിലാപത്തോടും കൂടി പ്രാർത്ഥിച്ചു. യേശുവിൻ്റെ കാര്യം പറയണേ, അല്ലാതെ ഏതെങ്കിലും മോശയുടെ കാര്യം, ദാവീദിൻ്റെ കാര്യം, ഏതെങ്കിലും വിശുദ്ധ കാര്യമോ മനുഷ്യരുടെ കാര്യമല്ലാട്ടോ പറയണേ. ദൈവപുത്രനായ യേശു ഇത്രമാത്രം പ്രാർത്ഥിച്ചു എങ്കിൽ ഞാനും നിങ്ങളൊക്കെ എന്തുമാത്രം പ്രാർത്ഥിക്കണം. യേശു ശിഷ്യന്മാരോട് പറയാ, ഞാൻ പോയി പ്രാർത്ഥിക്കുവോളം നിങ്ങൾ ഇവിടെ ഇരിക്കുക. അവൻ പത്രോസിനെയും സബദിയുടെ 2 പുത്രന്മാരെയും കൂട്ടിക്കൊണ്ടുപോയി. എന്നിട്ട് ദുഃഖിക്കാനും അസ്വസ്ഥനാവാനും തുടങ്ങി. കാണ്ടോ പാവം എന്തുമാത്രം വിഷമിച്ചെന്ന് പറയും. അവൻ അല്പദൂരം മുന്നോട്ട് ചെന്ന് കമിഴ്ന്ന് വീണ് പ്രാർത്ഥിച്ചു. അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാറുണ്ട്. നമ്മൾ എപ്പോഴെങ്കിലും പ്രാർത്ഥിച്ചിട്ടുണ്ടോ? അവനെ ഇതുപോലെ സഹിക്കേണ്ടി വന്നിട്ടുണ്ട് എപ്പോഴെങ്കിലും? അവൻ കമിഴ്ന്ന് വീണ് പ്രാർത്ഥിച്ചു, എൻ്റെ പിതാവേ, സാധ്യമെങ്കിൽ ഈ പാനപാത്രം ഇനി അകന്നു പോട്ടെ, എങ്കിലും എൻ്റെ ഹിതമല്ല നിന്റെ ഹിതം പോലെ ആകട്ടെ. ഉണ്ടോ? മനസ്സിലായോ? അനന്തരം അവൻ ശിഷ്യന്മാരുടെ അടുത്തേക്ക് വന്നപ്പോൾ അവ ഉറങ്ങുന്നത് കാണുകയാണ്. അവൻ പത്രോസിന് ചോദിച്ചു, എന്നോടുകൂടെ 1 മണിക്കൂറെങ്കിലും ഉണർന്നിരിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലേ? പ്രലോഭനത്തിൽ പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കാൻ നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. വലത് പറഞ്ഞേ ഹല്ലേലൂയ. അതിന് വലത് പിടിച്ച് 11 പറഞ്ഞേ, പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കാൻ നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. വലത് പറഞ്ഞേ ഹല്ലേലൂയ. വീണ്ടും അതിനെ എഴുതി വച്ചിരിക്കുക, 2ാം പ്രാവശ്യം അവൻ പ്രാർത്ഥിക്കാൻ പോയി.
എന്നിട്ട് അവൻ രണ്ടാം പ്രാവശ്യം ഇങ്ങനെ പ്രാർത്ഥിച്ചു, എൻ്റെ പിതാവേ, ഞാൻ കുടിക്കാതെ ഇത് കടന്നു പോവുകയില്ലെങ്കിൽ അങ്ങയുടെ ഹിതം നിറവേറട്ടെ. വീണ്ടും അവൻ തിരിച്ചു വന്നപ്പോൾ ശിഷ്യന്മാർ ഉറങ്ങുന്നത് കണ്ടു. അവരുടെ കണ്ണുകൾ നിദ്രാഭാരമുള്ളവയായിരുന്നു. അവൻ ഇതാ അവരെ വിട്ട് മൂന്നാം പ്രാവശ്യം പോയി അതേ പ്രാർത്ഥന തന്നെ ആവർത്തിച്ച്. കണ്ടോ, യേശുവിന് സഹനം വന്നപ്പോൾ യേശു പ്രാർത്ഥിക്കുകയാണ്. യേശുവിന് വലിയ നേട്ടം വന്നപ്പോൾ യേശു പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെയാണോ നമ്മളെല്ലാവരും? മനസ്സിലായോ? സഹനം വരുമ്പോൾ ചിലപ്പോൾ സഹനം വരുമ്പോൾ പ്രാർത്ഥിക്കുന്നവരുണ്ടായിരിക്കും അല്ലേ? സഹനം വരുമ്പോൾ രണ്ട് വിഭാഗക്കാരുണ്ട്. നേട്ടം വരുമ്പോൾ പ്രാർത്ഥിക്കുന്നവരുണ്ട്. ജോബിൻ്റെ ഭാര്യ എങ്ങനെയായിരുന്നു? ജോബ് ഭയങ്കര സമ്പത്തുള്ളൊരു വീട്ടുകാരായിരുന്നു. ജോബും ജോബിൻ്റെ കുടുംബവും. പഴയ നിയമത്തിൽ ജോബിൻ്റെ കാര്യം പറയുന്നത്. അപ്പോൾ ജോബിന് ഭയങ്കര സമ്പത്ത്, എല്ലാം കൊണ്ടും വളർച്ച ഉയർച്ച. അപ്പോൾ ജോബിൻ്റെ ഭാര്യയും ജോബും ഒക്കെ ഭയങ്കര പ്രാർത്ഥനക്കാരായിരുന്നു. എന്നും പള്ളി പോവും, പ്രാർത്ഥിക്കും, ദാനധർമ്മം ദശാംശം കൊടുക്കും, പള്ളിയായിട്ട് ഭയങ്കര മിംഗ്ലിങ്, സുശേഷ വേല ചെയ്യുന്നു. കാരണം അത്രയും ഐശ്വര്യം, അത്രയും വളർച്ച, അത്രയും ഉയർച്ചയായിരുന്നു ജോബിൻ്റെ ഭാര്യയും. പക്ഷെ പെട്ടെന്നായിരുന്നു തകർച്ച ആരംഭിച്ചപ്പോൾ എന്തുണ്ടായി? ജോബിൻ്റെ ഭാര്യ പ്രാർത്ഥന സ്റ്റോപ്പ് ചെയ്തു. വലുത് പറഞ്ഞേ ഹല്ലേലൂയ. ജോബിൻ്റെ ഭാര്യയുടെ ഒരു സ്വഭാവ ശൈലി ഇങ്ങനെയായിരുന്നു: ഉയർച്ച വരുമ്പോൾ, നന്മ വരുമ്പോൾ, വിജയം വരുമ്പോൾ, അഭിവൃദ്ധി വരുമ്പോൾ പ്രാർത്ഥിക്കുക. ഇതാണ് കുറച്ച് പേരുടെ ഒരു ശൈലി. അതാണ് വളർച്ച വരുമ്പോൾ, ഉയർച്ച വരുമ്പോൾ, വിജയം വരുമ്പേ, നേട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രാർത്ഥിക്കുക. അതായിരുന്നു ജോബിൻ്റെ ഭാര്യയുടെ പ്രത്യേകത. ഇതാണ് രോഗശാന്തി കിട്ടുമ്പോൾ പ്രാർത്ഥിക്കുക. അതായിരുന്നു ജോബിൻ്റെ ഭാര്യയുടെ പ്രത്യേകത. മനസ്സിലായോ? ജീവിതത്തിലൊരു പ്രശ്നമില്ലാതിരിക്കുമ്പോൾ പ്രാർത്ഥിക്കുക. അതാണ് ജോബിൻ്റെ ഭാര്യ. അങ്ങനെയുള്ള ആൾക്കാരുണ്ട് കേട്ടോ. സന്തോഷം വരുമ്പോൾ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവർ. അതിൽ പെട്ടതായിരുന്നു ജോബിൻ്റെ ഭാര്യ. എന്നാൽ ജോബിൻ്റെ പ്രത്യേകത എന്തായെന്നറിയോ? ജോബിൻ്റെ പ്രത്യേകത ഇതാണ്: ഇങ്ങനെ സന്തോഷവും ഒരു പ്രശ്നങ്ങളില്ലാത്ത സമയത്ത്, വളർച്ച ഉയർച്ച സമയത്ത് ദൈവത്തെ സ്തുതിക്കുക, ആരാധിക്കുക, പ്രാർത്ഥിക്കുക. അതൊരു സ്വഭാവം. ഇനി ഒരു നന്മയുമില്ല, വളർച്ചയില്ല, ഉയർച്ചയില്ല, തകർച്ചയുടെ കാലഘട്ടം, നേട്ടങ്ങളൊന്നുമില്ല, കോട്ടങ്ങൾ മാത്രമുള്ളൂ, പരാജയങ്ങൾ മാത്രമുള്ളൂ, മരണങ്ങൾ മാത്രമുള്ളൂ, ദുരിതങ്ങൾ മാത്രമുള്ളൂ, കടബാധ്യത മാത്രമുള്ളൂ, അങ്ങനെ സമയത്തും പ്രാർത്ഥിക്കുക. അതാണ് ജോബിൻ്റെ സ്വഭാവം. അല്ലെ പറഞ്ഞേ ഹല്ലേലൂയ. അതായത് ജോബിൻ്റെ സ്വഭാവം നന്മ വന്നാലും പ്രാർത്ഥിക്കുക, തിന്മ വന്നാലും പ്രാർത്ഥിക്കുക. അത്തിവൃക്ഷം പൂക്കുന്നില്ലെങ്കിലും, മുന്തിരിയിൽ ഫലങ്ങളില്ലെങ്കിലും, ആട്ടിൻകൂട്ട ആലയിൽ അറ്റുപോയാലും, വയലുകളിൽ ധാന്യം വിളയുന്നില്ലെങ്കിലും, തൊഴുത്തിൽ കന്നുകാലി ഇല്ലാതായാലും, വയലുകളിൽ ധാന്യം വിളയുന്നില്ലെങ്കിലും, ഞാൻ എൻ്റെ കർത്താവിൽ സന്തോഷിക്കാൻ എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കും. കർത്താവായ ദൈവമാണ് എൻ്റെ ബലം. ഹബക്കുക്ക് 3:17. ഇതാണ് ജോബിൻ്റെ സ്പിരിച്വാലിറ്റി. അതാണ് ജോബ്. അങ്ങനെയാണ്. എന്നാൽ ജോബിൻ്റെ ഭാര്യ അങ്ങനെയല്ല. ജോബിൻ്റെ ഭാര്യ നന്മ വരുമ്പോൾ, ഉയർച്ച വരുമ്പോൾ ദൈവത്തെ സ്തുതിക്കുക, തിന്മ വരുമ്പോൾ, തകർച്ച വരുമ്പോൾ ദൈവത്തെ ശപിക്കുക. അതാണ് ജോബിൻ്റെ ഭാര്യ ജോബിനോട് വന്ന് പറയുകയാണ്: ഹേ മനുഷ്യ, ഇപ്പോഴും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണോ? ജോബ് ശരീരം മുഴുവൻ ചൊറിക്കും, ചരങ്ങൊക്കെ ആയിട്ട് മാന്തിയും ചൊറിഞ്ഞൊക്കെ ഇരിക്കുകയാണ്. മനസ്സിലായോ? ഇപ്പം നന്മ വരുമ്പോൾ ദൈവത്തെ സ്തുതിക്കുക, തിന്മ വരുമ്പോൾ ദൈവത്തെ ശപിക്കുക. ഇതാണ് ജോബിൻ്റെ ഭാര്യ. ഇന്ന് ജോബിൻ്റെ പ്രത്യേകത: ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. ദൈവം തരുമ്പോൾ ദൈവത്തെ സ്തുതിക്കുക, ദൈവം എടുക്കുമ്പോഴും ദൈവത്തെ സ്തുതിക്കുക, ദൈവമായതുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുക. ഇതാണ് ജോബിൻ്റെ സ്വഭാവം. ഇത് തന്നെയാണ് നമ്മുടെ കർത്താവിൻ്റെ സ്വഭാവം. ഇത് തന്നെയാണ് പൗലോസ്ലീഹായുടെ സ്വഭാവം. ഇത് തന്നെയാണ് ശദ്രാക്ക്, മെശാക്ക്, അബദ്നഗോ 3 യുവാക്കന്മാർ തീച്ചൂളയിൽ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ അവരുടെ സ്വഭാവം. ദൈവത്തെ സ്തുതിക്കുക, എപ്പോഴും ദൈവത്തെ സ്തുതിക്കുക, എപ്പോഴും ദൈവത്തിന് മഹത്വം കൊടുക്കുക. അത് തകർച്ചയായിട്ടും ഉയർച്ചയായിക്കോട്ടെ, അതൊന്നുമില്ല, നേട്ടായിക്കോട്ടെ, കോട്ടായിക്കോട്ടെ. എൻ ജീവിതത്തിൻ തകർച്ചകളിൽ, എൻ ജീവിതത്തിൻ ഉയർച്ചകളിൽ എന്നാഥനെ ഞാൻ സ്തുതിച്ചിടുന്നു, എന്നാഥനെ ഞാൻ സ്തുതിച്ചിടുന്നു. ഈ പാട്ട് കേട്ടുണ്ടോ? എൻ ജീവിതത്തിൻ കോട്ടങ്ങളിൽ, എൻ ജീവിതത്തിൻ നേട്ടങ്ങളിൽ എന്നാഥനെ ഞാൻ സ്തുതിച്ചിടുന്നു, എന്നാഥനെ ഞാൻ സ്തുതിച്ചിടുന്നു. ഉണ്ടോ? എൻ ജീവിതത്തിൻ മുറിവുകളിൽ, എൻ ജീവിതത്തിൻ സ്വാന്തനത്തിൽ എന്നാഥനെ ഞാൻ സ്തുതിച്ചിടുന്നു, എന്നാഥനെ ഞാൻ സ്തുതിച്ചിടുന്നു. എൻ ജീവിതത്തിൻ രോഗങ്ങളിൽ, എൻ ജീവിതത്തിൻ സൗഖ്യത്തിലും എന്നാഥനെ ഞാൻ സ്തുതിച്ചിടുന്നു, എന്നാഥനെ ഞാൻ സ്തുതിച്ചിടുന്നു. വലുത് പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലായോ? ഇനി വേറൊരു വിഭാഗക്കാരുണ്ട്. അതും ഇങ്ങനെയാണ്. അതിൽ പെട്ടതൊക്കെയാണ് ഞാനൊക്കെ. ഏത്? തകർച്ച വരുമ്പോൾ ദൈവത്തെ പ്രാർത്ഥിക്കുക, എന്നാൽ ഉയർച്ച വരുമ്പോൾ ദൈവത്തെ മറക്കുക. ഇതായിരിക്കും വലിയൊരു സംഭവം. എൻ്റെ ജീവിതത്തിൽ തകർച്ച വന്നപ്പോൾ ഞാൻ ദൈവത്തെ അന്വേഷിക്കാൻ തുടങ്ങി. ഇവിടെ ഇരിക്കുന്ന ഭൂരിഭാഗം പേര് അങ്ങനെയാവാൻ തന്നെ സാധ്യത കുറേയൊക്കെ. മറ്റു വിഭാഗക്കാരും ഉണ്ട്.
ഈ വിഭാഗക്കാരും ഉണ്ട്. ഈ വിഭാഗക്കാരാവും കൂടുതൽ. ഇത് സഹനം വരുമ്പോൾ പ്രാർത്ഥിക്കും. ഇപ്പോൾ ഇത്രയും ദൂരേക്ക് വണ്ടി കയറിയൊക്കെ വന്നത്, ഏൽറുഹ ധ്യാനത്തിലേക്ക് വന്നത്, കുറേ ധ്യാന കേന്ദ്രത്തിലൊക്കെ പോയി ചിലപ്പോൾ പരാജയപ്പെട്ട് അവിടെ നിന്നൊക്കെ പലരും പറഞ്ഞത് കേട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ പ്രാർത്ഥിച്ചാൽ ദൈവം ഒരുപാട് കർത്താവ് ഇടപെടുന്നുണ്ടെന്നൊക്കെ കേട്ടിട്ടൊക്കെ ആയിരിക്കും. എങ്ങനെയോ ഏതൊക്കെയോ കാരണത്താൽ ഒരു രക്ഷയില്ല, ഇനി അറ്റ കൈക്ക് അവസാനത്തെ പരീക്ഷണം എന്ന നിലയിലേക്കാണ് ഇവിടെ. അങ്ങനെ സഹനം വന്നപ്പോൾ പരാക്രമിച്ച് പ്രാർത്ഥിക്കാൻ വന്നവർ ഒരു വലിയൊരു സമൂഹം ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നുണ്ടാവും, ഇത് ഓൺലൈൻ കാണുന്നുണ്ടാവും. സഹനം വന്നപ്പോഴാണ് വന്നത് കേട്ടോ. ഇതുവരെ മൊബൈൽ തുറന്നു നോക്കിയിട്ടില്ല, ഇങ്ങനെ ഒരു ഏൽറുഹയെ പറ്റി കേട്ടിട്ടുണ്ടാവില്ല. ഇപ്പോൾ സഹനം വന്നപ്പോൾ ആരൊക്കെ പറഞ്ഞപ്പോൾ അന്വേഷിച്ചപ്പോഴാണ് ഏൽറുഹ എന്ന് പറഞ്ഞൊരു ധ്യാന കേന്ദ്രമുണ്ട്, അവിടെ ഇങ്ങനെ ശുശ്രൂഷകളുണ്ട്, ഇതുപോലെ ഒരുപാട് അത്ഭുതം നടക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ പേട്ടകളോ. സഹനം വന്നപ്പോൾ ദൈവത്തെ അന്വേഷിക്കുകയാണ്. സഹനം വന്നപ്പോൾ ദൈവത്തെ അന്വേഷിച്ചപ്പോഴോ ദൈവം അനുഗ്രഹിച്ചു, രോഗശാന്തി കിട്ടി, സൗഖ്യം കിട്ടി, കടബാധ്യത മാറി, സ്ഥലം വിറ്റുപോയി. ശ്രദ്ധിച്ചേൻ, സഹനം വന്നപ്പോൾ നീ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം നിന്നെ അനുഗ്രഹിച്ചു, നിനക്ക് നേട്ടമുണ്ടായി. ഈ നേട്ടം ഉണ്ടായപ്പോഴും നീ നേട്ടത്തിന് മുമ്പ് പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കാറുണ്ടോ? മനസ്സിലായോ? നിനക്കൊരു രോഗം വന്നപ്പോൾ ആ രോഗം മാറാൻ വേണ്ടി നീ എന്തുമാത്രം പ്രാർത്ഥിച്ചു, എന്നിട്ട് ദൈവം രോഗം മാറ്റി. ഓക്കെ, ആ രോഗം വന്നപ്പോൾ രോഗം മാറാൻ വേണ്ടി പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയില്ലേ, തീഷ്ണതയോടെ പ്രാർത്ഥന. അതുപോലൊരു പ്രാർത്ഥന രോഗം മാറിയതിന് ശേഷം നിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? നിനക്ക് ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വന്നപ്പോൾ നീ എന്നും ധ്യാനവും പ്രാർത്ഥനയൊക്കെ ആയിട്ട് കുറേ നടന്നിരുന്നില്ലേ, കുറേ ജപമാല ചൊല്ലിയിരുന്നില്ലേ, കുറേ സ്തുതിച്ചിരുന്നില്ലേ, പലതും കുറേ പ്രാർത്ഥനകളൊക്കെ വായിച്ചിരുന്നില്ലേ? നിനക്ക് ആ കാര്യം സാധിച്ചു കിട്ടി. മോന് ജോലി കിട്ടി, മോൻ്റെ കല്യാണം കഴിഞ്ഞു, മോളുടെ കല്യാണം കഴിഞ്ഞു, സ്ഥലം വിറ്റുപോയി, എന്താണെന്ന് വെച്ചാൽ ഒക്കെ നടന്നു കിട്ടി. അത് കിട്ടിയതിന് ശേഷം, അത് കിട്ടുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ചിരുന്നത് പോലൊരു പ്രാർത്ഥന നീ നടത്തിയിട്ടുണ്ടോ? ഇല്ലയോ? മനസ്സിലായോ? ചിലർക്ക് അങ്ങനെയാണ്. പ്രശ്നങ്ങൾ വരുമ്പോൾ കുറേ പ്രാർത്ഥിക്കും, ആ പ്രശ്നം മാറിപ്പോവുകയും ചെയ്യും, ദൈവം ഇടപെടും. പിന്നെ ആ ഭാഗത്തേക്ക്, അതാണ് നേർച്ച. ദൈവം ഈശോ വ്യക്തമായ സന്ദേശം തരുന്നു. നേർച്ച നേർന്നിട്ട് നിറവേറ്റാത്ത മക്കളോട് ഇരിക്കുന്നുണ്ട് കേട്ടോ. നേർച്ച നേർന്നു, കർത്താവ് അത് സാധിച്ചു തന്നു, ഇതുവരെ അത് നിറവേറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് വലിയ സഹനത്തിലൂടെ കടന്നു പോവുകയാണ്. നേർച്ച നേർന്നിട്ട് നിറവേറ്റാതിരുന്നാൽ വലിയ സഹനം വരുന്ന ഒരുപാട് പ്രാവശ്യം അച്ചവിടുന്ന് പറയുന്നൊരു കാര്യമാണ്. തെളിവ് സഹിതം ഇവിടുന്ന് ഇഷ്ടംപോലെ സാക്ഷ്യങ്ങൾ പോയിട്ടുള്ളതാണ്. നേർച്ച നേർന്നിട്ട് നിറവേറ്റാതിരുന്നാൽ വലിയ സഹനം വരും. വലിയ പറഞ്ഞേ ഹല്ലേലൂയ. നാളെ ശുശ്രൂഷയുടെ ധ്യാനം ഇവിടെ 3 ദിവസം നടക്കുമ്പോൾ, 2 ദിവസം നടക്കുമ്പോൾ ഞാൻ ഇവിടെ വിളിച്ചു പറയുകയാണ്, നേർച്ച നേർന്നിട്ട് നിറവേറ്റാത്ത ഒരാളോട് ഇരിക്കുന്നുണ്ട്. ആ വ്യക്തി നേർച്ച നിറവേറ്റാത്തത് മൂലം ആ വ്യക്തിക്ക് നിന്ന് ശക്തമായ ഉദരസംബന്ധമായ രോഗമുണ്ട്. ആ വ്യക്തി ഒന്ന് കൈപൊക്കാൻ വന്ന സമയത്ത് ആ ചേട്ടൻ കൈപൊക്കി. ഇവിടെ ശുശ്രൂഷ ചെയ്യുന്ന ആളാണ്, ഇവിടെ ഉണ്ടാവും ചിലപ്പോൾ ഇവിടെ ആൾ. ആ ചേട്ടൻ എന്നിട്ട് ആൾത്താരിൽ കയറി കുർബാനയ്ക്ക് കുർബസാരൊക്കെ കഴിഞ്ഞ് ഏറ്റവും അവസാന ദിവസം സാക്ഷി ഉണ്ടായിരുന്നേ. ആ ചേട്ടൻ പറഞ്ഞു, നിങ്ങൾ കേട്ടല്ലോ റാഫേലച്ചൻ വിളിച്ച് പറഞ്ഞത്, നേർച്ച നേർന്നിട്ട് നിറവേറ്റാത്ത ഒരാളുണ്ട്, ആൾക്കിന്ന് കാര്യമായ ഉദരസംബന്ധമായ രോഗമുണ്ടെന്ന്. ഞാനാണ് എൻ്റെ ഒരു കാര്യം സാധിച്ചു കിട്ടാൻ വേണ്ടി ആ കാര്യമൊക്കെ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് ഞാൻ എത്രയോ ചാക്ക് അരി ചെട്ടിക്കാട് ആ തീർത്ഥാടന കേന്ദ്രത്തിൽ കൊടുക്കാമെന്ന് ഈശോയ്ക്ക് നേർച്ച കൊടുത്തു. പക്ഷേ കർത്താവ് സാധിച്ചു തന്നു, കാര്യം നടന്നു കിട്ടി. പിന്നെ മാസങ്ങൾ കഴിഞ്ഞു, വർഷങ്ങൾ കഴിഞ്ഞു, ഇതുവരെ ഞാൻ ആ നേർച്ച നിറവേറ്റിയിട്ടില്ല. എനിക്ക് എന്ത് ഭക്ഷണം കഴിച്ചാലും പ്രശ്നങ്ങളാണ്. എപ്പോഴും ടോയ്ലറ്റിൽ പോകും, വയറിളക്കവും വയർ അപ്സെറ്റ് ആവലാണ്. ഇന്ന് ഞാനത് പോയി അച്ഛൻ പറഞ്ഞതിൻ്റെ പേരിൽ ഓടിപ്പോയി ഞാൻ കുമ്പസാരിച്ചതിന് ശേഷം ഇന്ന് രാവിലെ അല്ലെങ്കിൽ ഇന്നലെ മുതൽ ഭക്ഷണം കഴിച്ചു തുടങ്ങി. ഇതുവരെ പിന്നെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. യേശുവേ നന്ദി, യേശുവേ സ്തുതി. വലത്ത് പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലായോ? ഒരുപാട് ഈ സാക്ഷിയൊക്കെ യൂട്യൂബിൽ കാണാട്ടോ. ഇവിടെ കിടക്കണമെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഇഷ്ടംപോലെ സാക്ഷ്യങ്ങൾ നമ്മൾ ഇവിടുന്ന് വിട്ടുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായോ? ഇപ്പം ഞാൻ പറഞ്ഞതൊന്നും കണ്ടില്ലേ? ചിലർക്ക് അത് സഹനം വരുമ്പോൾ പ്രാർത്ഥിക്കും. എൻ്റെ മോളുടെ കല്യാണം നടക്കുകയാണെങ്കിൽ ഞാൻ വേളാങ്കണ്ണി പോവാം, എൻ്റെ മോൻ്റെ ഇത് നടക്കുകയാണെങ്കിൽ അതൊക്കെ ചെയ്യാം. ഞാൻ വിദേശത്ത്, ഞാനും എൻ്റെ മക്കളെല്ലാവരും കൂടി വിദേശത്ത് UK പോകാൻ പറ്റുകയാണെങ്കിൽ ഞാൻ അത് നടത്തി തരാം. ഇതൊക്കെ പറയാം ആവേശം കൊണ്ട്. കർത്താവ് സാധിച്ചു തരും ചെയ്യും. പിന്നെ ആ ഭാഗത്തേക്ക് ഇല്ല. ആ പ്രശ്നം വന്നപ്പോൾ നീ കാണിച്ച ഒരു തീഷ്ണത ഉണ്ടല്ലോ, പ്രാർത്ഥിക്കാനും നേർച്ച നേരാനും ദൈവത്തോട് ചേർന്ന് നിൽക്കാനും, അത് കിട്ടിയതിന് ശേഷം നിനക്കുണ്ടോ ഇല്ലയോ? നീ ആലോചിച്ചു. അത് തന്നെയല്ലേ സാക്ഷ്യം പറയാതിരിക്കുന്ന മക്കള്. ഇതൊക്കെ അറിഞ്ഞ് തിരിച്ചറിയും. വീട്ടിൽ പോയിട്ട് സൗഖ്യം കിട്ടിയെന്നൊക്കെ തിരിച്ചറിയും. ക്യാൻസർ മാറിയത് അതൊക്കെ തിരിച്ചറിയും. ഒരു വാക്ക് നന്ദി പറയാൻ പിന്നെ ഇവിടേക്ക് വരില്ല. എന്നാൽ ഇവിടേക്ക് വന്ന ദിവസം വളരെ പരിതാപരാവസ്ഥയിലായിരിക്കും ഇവിടെ വന്നിട്ടുണ്ടാവാട്ടാ. ശ്വാസം വലിച്ചും രോഗബാധിതനായും ഭയങ്കര പ്രശ്നത്തിലൂടെയൊക്കെ ആയിരിക്കും ഇവിടെ വന്നത്. പക്ഷേ സൗഖ്യം കിട്ടി തിരിച്ചു തന്നെ ശേഷം നല്ല ആരോഗ്യവാനായിട്ട് പിന്നെ നന്ദി പറയാൻ നീ ഇവിടെ വരുന്നുണ്ടോ ഇല്ലയോ? മനസ്സിലായോ?
യേശുവിൻ്റെ പ്രത്യേകത, യേശുവിൻ്റെ ജീവിതത്തിൽ നേട്ടം ഉണ്ടായപ്പോൾ യേശു പ്രാർത്ഥിച്ചു, കോട്ടം ഉണ്ടായപ്പോഴും പ്രാർത്ഥിച്ചു. ഒരു വ്യത്യാസവും ഇല്ല പ്രാർത്ഥനയിൽ. നേട്ടം ഉണ്ടായപ്പോൾ എങ്ങനെ പ്രാർത്ഥിച്ചിരുന്നോ അതുപോലെ തന്നെയാണ് കോട്ടം വന്നപ്പോഴും പ്രാർത്ഥിച്ചത്. മനസ്സിലായോ? വലിയ പറഞ്ഞേ ഹല്ലേലൂയാ. ഇപ്പം ഈ അടുത്ത് ഒരു കൊച്ചിനെയും കൂടി വെച്ചിട്ട് ഒരമ്മയും അതിൻ്റെ ഹസ്ബൻഡും ഉണ്ടെന്ന് തോന്നുന്നു. അവരെല്ലാവരും കൂടിയിട്ട് അച്ഛൻ ഈ അടുത്ത് ഈ ബാംഗ്ലൂർ അവിടുത്തെ ഒരു ധ്യാന കേന്ദ്രത്തിലൊരു 3 ദിവസത്തെ കൺവെൻഷൻ ഉണ്ടായിരുന്നു. ആ കൺവെൻഷനിൽ ഉണ്ടായ ഒരു ദൈവാനുഭവം, അതായത് അവിടുന്ന് അവർ ഈ കൊച്ചിൻ്റെ രോഗപീഠയായിരുന്നു, ഈ കൊച്ചിന് രോഗപീഠയായിരുന്നു. നമുക്ക് ആ സാക്ഷ്യം ഒന്ന് കേൾക്കാം. ഈ സമയം ആ സാക്ഷ്യം ഒന്ന് ഒരുക്കി വയ്ക്കുകയാണെങ്കിൽ ഒന്ന് കേൾക്കായിരുന്നു. കാർലോ എന്ന പേരുള്ളൊരു കൊച്ചിനെയും കൊണ്ട് നന്ദി പറയാനായിട്ട് അവരിവിടെ വന്നിരിക്കുക. നന്ദി പറയാൻ കേട്ടോ, നന്ദി പറയാൻ വേണ്ടി വന്നിരിക്കുകയാണ്. നമുക്കതൊന്ന് പ്ലാൻ ചെയ്തോ. ഒരാഴ്ചത്തെ ധ്യാനം വന്നു കൂടിയവർ നന്ദിയായിട്ട് വന്നത്. ആ കൊച്ചിന് സൗഖ്യം കിട്ടിയ നന്ദിയായിട്ട്. യേശുവേ നന്ദി, യേശുവേ സ്തുതി. എൻ്റെ പേര് സ്വീറ്റി, മകൻ്റെ പേര് കാർലോ. ഇവന് വേണ്ടി ഒരു സാക്ഷ്യം പറയാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് വരുന്നു. ഇവന് ഏകദേശം 2 മാസം പ്രായമുള്ളപ്പോൾ ഇവൻ്റെ കഴുത്തിന് ചുറ്റും ഒരു വ്രണം പോലെ വന്നു. അത് ഏത് നേരം ഛർദിയായിരുന്നു അവന്. അപ്പോൾ അതിൻ്റെ വെള്ളം കടന്നിട്ട് 2 കാതിൻ്റെ ബാക്കിലും കഴുത്തിന് ചുറ്റും ഇങ്ങനെ ഒരു ജാതി ചുവന്ന കുമിളകൾ വന്നിട്ട് അത് പൊട്ടിയിട്ട് അതിന് വെള്ളം ഒലിക്കാൻ തുടങ്ങി. നമുക്ക് കുഞ്ഞിനെ എടുക്കുമ്പോൾ നമുക്ക് മൂക്ക് പൊത്തിയിട്ട് വേണം എടുക്കാൻ, അതുപോലെ ദുർഗന്ധമായിരുന്നു. അതിന് ഞങ്ങൾ ഒരു ഓയിൽമെൻറ്റൊക്കെ സാധാരണ പരട്ടണ പോലെ പരട്ടി കുറച്ച് നേരം അതിനൊരു കുറവുണ്ടെങ്കിലും കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയും ഈ വ്രണം ഇങ്ങനെ പൊട്ടി വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കും. പൗഡറൊക്കെ ഇട്ടുണ്ടെങ്കിൽ ഒരു കട്ട പോലെ അത് ഉണങ്ങിയിട്ട് ആ സ്കിന്ന് അടക്കം ഇങ്ങോട്ട് പോരും. അതുപോലെയായിരുന്നു അവൻ്റെ കഴുത്ത്. എന്നിട്ട് ആ സമയത്ത് അച്ഛൻ്റെ ധ്യാനം ബാംഗ്ലൂർ നടന്നുണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞിനെ കൊണ്ട് പോകാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് ധ്യാനം കൂടാൻ എനിക്ക് പറ്റിയിട്ടില്ല. അപ്പം ഹസ്ബൻഡ് പോയിട്ട് എല്ലാ ദിവസവും ധ്യാനം കൂടിയായിരുന്നു. അപ്പോൾ അദ്ദേഹം വന്നപ്പോൾ പറഞ്ഞു പിള്ളേർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് തലേ തൊട്ടച്ഛൻ. അപ്പോൾ ഞാൻ കുഞ്ഞുങ്ങളെയും കൊണ്ട് പോയി. അപ്പോൾ അച്ഛൻ ഒന്ന് പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞു ഒലിവെണ്ണ വാങ്ങിച്ചിട്ട് വെഞ്ചിരിച്ചിട്ട് അത് പരട്ടണം, അപ്പോൾ വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് വേണം നിങ്ങൾ പരട്ടാമെന്ന് പറഞ്ഞു. അതുപോലെ ഞങ്ങൾ ചെയ്തു. ഇപ്പോൾ അവൻ്റെ കഴുത്തിന് ചുറ്റുമുള്ള വ്രണങ്ങൾ ഫുള്ളും പോയി, ഒരു പാട് പോലും ഇല്ല. ഇങ്ങനെ ഒരു ആണോ? പ്രൈസലാം. ഇത് പറഞ്ഞേ ഹല്ലേലൂയാ. ഇപ്പം ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അപ്പോൾ നമ്മളിവിടെ സാധാരണ ഈ താമസമുള്ള ധ്യാനത്തിന് കുട്ടികൾ എടുക്കില്ല, അതറിയാലോ അല്ലേ. നമ്മൾ എപ്പോഴും പറയുന്നൊരു കാര്യം, കൊച്ചു കുട്ടികളെയും കൊണ്ട് ഒരിക്കലും താമസമുള്ള ധ്യാനത്തിന് വരരുത്, മാനസിക രോഗികൾ വരരുതെന്നൊക്കെ നമ്മൾ ശക്തിയിലൂടെ നിന്ന് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതാണ്. കാരണം ഈ കൊച്ചിനെ കളിപ്പിച്ച് നിൽക്കുമ്പോൾ എല്ലാവരെയും ശ്രദ്ധ കൊച്ചുങ്ങളിലേക്ക് പോകും അല്ലേ. കുട്ടി അവിടെ കരയിലും അല്ലെങ്കിൽ ചിരിക്കലൊക്കെ ഇരിക്കുമ്പോൾ. അപ്പോൾ ഇവരാണെങ്കിൽ ഒരു സ്പെഷ്യലായിട്ട് ബുക്ക് ചെയ്ത് വന്നിരിക്കുകയാണ്. ഇവിടെ വന്നതിന് ശേഷം ഞാൻ മനസ്സിലാക്കി, ഞാൻ ഇവിടെ നിന്ന് ശക്തിയായിട്ട് നിർദ്ദേശം കൊടുത്തു, കൊച്ച് ഒരിക്കലും ഈ ഇവിടെ ധ്യാനിക്കുന്നവർക്ക് ശല്യമായി തീരരുത്. അപ്പോൾ ഒരു കുഞ്ഞിനെയും പിടിച്ച് നടക്കുകയാണ്, കുഞ്ഞു കുട്ടിയാണ്. അപ്പോൾ ഈ കൊച്ചിനെയും പിടിച്ചിട്ട് അവർ കൊണ്ട് നടക്കുകയാണ്. പക്ഷേ ആ ഭാര്യയും ഭർത്താവും അതിൻ്റെ ഈ കുഞ്ഞും വേറൊരു കൊച്ചു കുട്ടീൻ്റെ ഒരു പെൺകുട്ടി, അവരെല്ലാവരും വളരെ ഇതായിട്ടാണ് അവർ ധ്യാനിച്ചത്. ഒരാൾക്കൊരു ശല്യപ്പെടുത്തലോ ഒന്നുമില്ലാതെ. അപ്പോൾ എന്നെ കാണാനായിട്ട് ഈ കൊച്ചിനെയും കൊണ്ടിട്ട് ഈ അമ്മ വരാണ് സംഗീതത്തിലേക്ക്. അപ്പോൾ ഞാൻ ചോദിക്കുക എന്തത്രയും കഷ്ടപ്പെട്ട് ഈ കുഞ്ഞിനെയൊക്കെ കൊണ്ട് വരാൻ കാരണം എന്ന് ചോദിക്കുക. എനിക്കിതറിയില്ലായിരുന്നു. അപ്പോൾ പറയാം അച്ഛൻ്റെ ഈ സംഭവം പറയുകയാണ്. അച്ഛൻ ബാംഗ്ലൂർ വന്നപ്പോൾ ഞങ്ങൾ അവിടുന്ന് ഒലിവ് ഓയിൽ ഇങ്ങനെ വാങ്ങിക്കൊണ്ടുപോയി. അച്ഛൻ പ്രത്യേകം പ്രാർത്ഥിക്കും ചെയ്തു. എൻ്റെ ഒലിവ് ഓയിൽ പരട്ടാൻ പറഞ്ഞു. അത്ഭുതം എന്ന് പറയട്ടെ, പൊട്ട സ്മെൽ. കൊച്ചിന് ഇത്രയും ഭംഗിയുള്ള കുഞ്ഞ്, അത്രയും നല്ല കൊച്ച്, കാർലോ എന്ന പേര്. അതിനെടുക്കുമ്പോൾ മൂക്ക് പൊത്തിയിട്ട് വേണം എടുക്കാനായിട്ട് കൊച്ചിനെടുക്കുമ്പോൾ. അതുപോലെ എത്രയോ മരുന്നുകൾ മാറി മാറി ബാംഗ്ലൂർ ഞങ്ങൾ ഡോക്ടർമാർ കണ്ടു, അതൊക്കെ പരാജയപ്പെട്ടു. പക്ഷേ ഈ പറ്റിയപ്പോൾ മാറിപ്പോയി. അപ്പം ഞങ്ങൾക്കൊരാഗ്രഹം, ഇവിടെ വന്ന് ഒരാഴ്ച ധ്യാനം കൂടി നന്ദി പറയണം. കണ്ടോ? കണ്ടില്ലേ? വേറെ വല്ലരൊക്കെയാണെങ്കിലോ നമ്മിൽ ചിലരൊക്കെയാണെങ്കിലോ ആ ഭാഗത്തേക്ക് ഉണ്ടാവില്ല. പിന്നെ മാറി കിട്ടി ഇത്രയുള്ള മനസ്സിലായോ. അപ്പോൾ ഈ രോഗം വന്നപ്പോൾ അവർ പ്രാർത്ഥിക്കാൻ വന്നു. ഇനി സൗഖ്യം കിട്ടിയപ്പോഴും അവർ പ്രാർത്ഥിക്കാൻ വന്നു. കണ്ടോ? സൗഖ്യം കിട്ടിയപ്പോഴും ഒരാഴ്ച വന്നിട്ട് വന്ന് ശനിയാഴ്ച വന്ന് വണ്ടേ കൺവെൻഷൻ കൂടെ അല്ലേ ചെയ്തത്. ഒരാഴ്ച ഇവിടെ വന്ന് കൂടി നന്ദി പറഞ്ഞു പോവുകയാണ്. അങ്ങനെ ഈ ഇന്നലെ കഴിഞ്ഞ ധ്യാനത്തിലും ഉണ്ടായിരുന്നു കേട്ടോ 1-2 സഹോദരിമാർ. അവരെയും സൗഖ്യം കിട്ടിയപ്പോൾ അവർക്കൊരു ആഗ്രഹം, ഇവിടെ വന്ന് ഒരു ധ്യാനം കൂടി ഈ ആൾക്കാർ കയറി നന്ദി പറയണം. അതിന് അങ്ങനെ പറഞ്ഞ് അവർ സാക്ഷ്യം പറഞ്ഞു പോയവരുണ്ട്. കണ്ടോ? ഒരു ധ്യാനം നന്ദിയായിട്ട് വന്ന് കൂടാണ്. ശരി, മാറി കിട്ടിയതിന് നന്ദിയായിട്ട്. മനസ്സിലായോ? പ്രൈസ് ദി ലോർഡ്. വലിയ പറഞ്ഞേ ഹല്ലേലൂയ. ഇനി യേശുവിൻ്റെ പ്രാർത്ഥനാ ജീവിതത്തെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ യേശു നേട്ടം വന്നപ്പോൾ പ്രാർത്ഥിച്ചു, കോട്ടം വന്നപ്പോൾ പ്രാർത്ഥിച്ചു, യേശു രാത്രി പ്രാർത്ഥിച്ചു, യേശു പകൽ പ്രാർത്ഥിച്ചു, യേശുവിൻ്റെ ജീവിതത്തിന് പ്രധാനപ്പെട്ട സംഭവങ്ങൾ പ്രാർത്ഥിച്ചു. ഇനി യേശുവിൻ്റെ ജീവിതത്തിൽ നമ്മൾ നോക്കുമ്പോൾ കാണാൻ സാധിക്കും യേശു പ്രാർത്ഥിച്ചത്, യേശു ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ചു,
യേശു ഭക്ഷണം കഴിച്ചതിന് ശേഷം പ്രാർത്ഥിച്ചു. അല്ലേ പറഞ്ഞേ ഹല്ലേലൂയ. ശരിയോ? യേശു ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും യേശു പ്രാർത്ഥിക്കുകയാണ്. യേശു ഭക്ഷണം കഴിച്ചതിന് ശേഷവും യേശു പ്രാർത്ഥിക്കുകയാണ്. അത് തന്നെയാണ് മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായത്തിൽ നമ്മളിപ്പോൾ 5 അപ്പം 5000 പേരുടെ ഭാഗം വായിച്ചില്ലേ? അവൻ ജനക്കൂട്ടത്തോട് പുൽത്തകടിയിൽ ഇരിക്കാൻ കൽപ്പിച്ചതിന് ശേഷം 5 അപ്പവും 2 മത്സ്യവും എടുത്ത് സ്വർഗത്തിലേക്ക് നോക്കി ആശീർവദിച്ച് അപ്പം മുറിച്ച് ശിഷ്യന്മാരെ ഏൽപ്പിച്ചു. അവൻ അത് ജനങ്ങൾക്ക് വിളമ്പി. അവരെല്ലാം ഭക്ഷിച്ചു തൃപ്തരായി. വലത് പറഞ്ഞേ ഹല്ലേലൂയ. 5 അപ്പവും 2 മത്സ്യവും എടുത്ത് നോക്കിയാൽ 5 അപ്പം 2 മീൻട്ടാ. ഊട്ടുപെരുന്നാൾ വരുമ്പോൾ ഇഷ്ടംപോലെ ചോറ് അത് മാത്രം ആശീർവദിക്കുക. അങ്ങനെയല്ല. നിന്റെ വീട്ടിൽ ഒരാൾക്കുള്ള അപ്പാണെങ്കിലും 1 ഗ്ലാസ് വെള്ളമാണെങ്കിലും അത് കഴിക്കുന്നതിന് മുമ്പൊന്ന് ആശീർവദിക്കുക. പ്രാർത്ഥിച്ചുകൊണ്ട് കഴിക്കുക ഭക്ഷണം. 5 അപ്പവും 2 മീനും യേശു ആശീർവദിച്ച് മുറിച്ച് അവർക്ക് കൊടുത്തപ്പോഴാണ് ഈ അത്ഭുതങ്ങൾ. അത് തന്നെ ലൂക്കായുടെ സുവിശേഷത്തിൽ 24-ാം അധ്യായത്തിൽ എഴുതി വെച്ചിരിക്കുക. അവർ എത്തേണ്ടിയിരുന്ന ഗ്രാമത്തോടടുത്തു. അവനാകട്ടെ യാത്ര തുടരുകയാണെന്ന് ഭാവിച്ചു. അവർ അവനെ നിർബന്ധിച്ചുകൊണ്ട് പറഞ്ഞു, ഞങ്ങളുടെ കൂടെ താമസിക്കുക, നേരം വൈകുന്നു, പകൽ അസ്തമിക്കാറായി. അവൻ അവരോടുകൂടെ താമസിക്കാൻ കയറി. അവരോടൊപ്പം ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവൻ അപ്പം എടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് കൊടുത്തു. കണ്ടോ? പറഞ്ഞേ ഹല്ലേലൂയ. ഉണ്ടോ? 2 ശിഷ്യന്മാർ 2 മക്കള്. ഒരാളുടെ പേര് ക്ലയോപ്പാസ് എന്നൊരു പേരുള്ള ആളാണ്. ഇനി 2 പേരും ഇങ്ങനെ പോകുമ്പോൾ ഒരു അഭിജിതനായി യേശു അവരുടെ കൂടെ പോവുകയാണ്. അപ്പോൾ അവർ പറയും, അതേ നമുക്ക് ഹോട്ടലിൽ കയറി ഒന്ന് ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞു. അത് ശരി, ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കാൻ കയറി. ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഈ അപരിചിതനായി വന്ന ആളുണ്ടല്ലോ, 3ാമനായി വന്ന ഈ അപരിചിതൻ, അയാൾ ഈ ഭക്ഷണം വന്നപ്പോൾ എന്ത് ചെയ്തു? ഹോട്ടലിൽ ബിരിയാണി, കുഴിമന്തി, അൽഫാമ കൊണ്ടുവന്ന് വെച്ച സമയത്ത് അതെടുത്ത് ആശീർവദിക്കുകയാണ്. എന്നിട്ട് മുറിച്ച് അവർ കൊടുക്കുക. പെട്ടെന്ന് അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു. അവർ അവനെ തിരിച്ചറിഞ്ഞു. അവൻ അവരുടെ മുമ്പിൽ നിന്ന് അപ്രത്യക്ഷനായി. പറഞ്ഞേ ഹല്ലേലൂയ. എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളെ, അനുദിന ജീവിതത്തിലെ നമ്മുടെ ഡെയിലി ലൈഫ് അല്ലെങ്കിൽ അനുദിന ജീവിതത്തിലെ ചെറിയ കാര്യങ്ങൾക്ക് പോലും മുമ്പ് യേശു പ്രാർത്ഥിച്ചു എന്ന്. ഇന്ന് തന്നെ എത്ര പ്രാവശ്യം നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവും? ഒരു ദിവസം നമ്മൾ എത്ര സമയമൊക്കെ ഭക്ഷണം കഴിക്കുന്നുണ്ടാവും? കാലത്തൊരു ഭക്ഷണം, ഉച്ചയ്ക്കൊരു ഭക്ഷണം, വൈകിട്ടൊരു ഭക്ഷണം, ഉച്ചതിരിഞ്ഞ് ചായ. അത് സാധാരണ രീതിയിലുണ്ട്. അല്ലാതെ നമ്മൾ എന്തെല്ലാം സാധനങ്ങൾ കഴിക്കുന്നുണ്ട്? വെള്ളം കുടിക്കുന്നുണ്ട്, ജ്യൂസ് കുടിക്കുന്നുണ്ട്, സ്നാക്സ് കഴിക്കുന്നുണ്ട്, സ്വീറ്റ്സ് കഴിക്കുന്നുണ്ടോ? കണ്ടോ? ഇതൊക്കെ നീ ആശീർവദിച്ചിട്ടാണോ കഴിക്കാറ്? ആലോചിച്ച് നോക്കിയാൽ നീ ആ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കാറുണ്ടോ? അങ്ങനെ ഒരു പ്രാർത്ഥനാശീലമുണ്ടോ നിനക്ക്? നിന്റെ ദൈവമായ കർത്താവ് ഈശോ ഈ ഐഹിക ജീവിതകാലത്ത് ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന സമയത്ത് അദ്ദേഹം പ്രാർത്ഥിച്ചിട്ടാണ് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചത്. അദ്ദേഹം പ്രാർത്ഥിച്ചിട്ടാണ് ഒരു അപ്പം കഴിച്ചത്. അദ്ദേഹം പ്രാർത്ഥിച്ചിട്ടാണ് ഒരു അല്പം ചോറ് കഴിച്ചത്. ഇന്ന് ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ തിന്മ വരുന്ന മേഖല നിങ്ങൾ വിശ്വസിച്ചാലില്ലെങ്കിലും അത് ഭക്ഷണത്തിലൂടെയാണ്. വിളിച്ചു പറഞ്ഞു ഹല്ലേലൂയ. വേണമെങ്കിൽ വിശ്വസിക്കുക ഇന്ന് വേണം ചെയ്തു. ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ തിന്മ വരുന്ന മേഖലയാണ് ഭക്ഷണം. ഇത് നമ്മുടെ കർത്താവിന് അന്ന് 2025 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം പാലസ്തീനായി ജീവിക്കുമ്പോൾ ഈശോയ്ക്ക് അറിയായിരുന്നു ഭക്ഷണത്തിലൂടെ കുറേ തിന്മ വരുന്നു. വിഗ്രഹാർപ്പിത ഭക്ഷണം, ഹലാൽ ഭക്ഷണം, ഇതിലൂടെയൊക്കെ തിന്മ വരും. അരവണപ്പായ ഇങ്ങനെയുള്ള വിഗ്രഹത്തിന് അർപ്പിച്ച ഭക്ഷണത്തിലൂടെ തിന്മ വരുന്ന ഈശോയ്ക്ക് നന്നായിട്ട് അറിയായിരുന്നു. അദ്ദേഹത്തിന് അതുകൊണ്ട് ഹോട്ടൽ ഭക്ഷണമാണെങ്കിലും മത്തായിയുടെ വീട്ടിലുള്ള ഭക്ഷണമാണെങ്കിലും എവിടെ നിന്നുള്ള ഭക്ഷണമാണെങ്കിലും യേശു ഭക്ഷണം എടുത്താൽ ഉടനെ തന്നെ ആ ഡൈനിങ് ടേബിളിൽ ഇരുന്നുകൊണ്ട് അത് ആശീർവദിക്കും. അത് ആശീർവദിച്ചതിന് ശേഷം ശിഷ്യന്മാർക്ക് കൊടുക്കുകയുള്ളൂ. മക്കളൊക്കെ ആശീർവദിച്ച് കഴിച്ചാൽ മതി കേട്ടോ. എന്ത് ഭക്ഷണം കഴിച്ചാലും കുരിശ് വരച്ചിട്ട് ഭക്ഷണം കഴിച്ചോളട്ടെ. മനസ്സിലായോ? എന്തുമാത്രം മക്കളാണെന്നറിയോ ഈ വിഗ്രഹാർപ്പിത ഭക്ഷണം കഴിച്ച് വിസ തടസ്സം, ജോലി തടസ്സം, വിൽപ്പന തടസ്സം, അല്ലെങ്കിൽ എന്താ പറയുക, ഡിപ്രഷൻ, മാനസിക രോഗം, വിവാഹ തടസ്സം, പാമ്പ് ശല്യം, എന്താ തീപ്പൊള്ളലേൽക്കുക, എന്തെല്ലാം മേഖലയിലായി കടബാധ്യത. മനസ്സിലായോ? അതിൻ്റെ സാക്ഷി നോക്കി സമയം കേൾക്കും. എൻ്റെ പേര് ലിജോ, ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരുന്നു. ഞാൻ സ്ഥിരമായിട്ടല്ലെങ്കിലും ഹലാൽ ഫുഡ് ഭയങ്കരമായിട്ട് കഴിക്കുമായിരുന്നു. ആ സമയത്ത് ഇന്നലെ അച്ഛൻ വിളിച്ചു പറഞ്ഞു, ഹലാൽ ഫുഡ് കഴിച്ചിരുന്ന ഒരു വ്യക്തി ആൾക്ക് വിദേശയാത്ര തടസ്സമുണ്ടെന്ന്. എനിക്കാണെങ്കിൽ വിസ റിജക്ഷൻസ് അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അച്ഛൻ ഇവിടെ സാക്ഷ്യപ്പെടുത്താൻ പറഞ്ഞിരുന്നു. എന്താ നീ കഴിക്കാറ്? ഞാൻ അൽഫാം അൽഫാമാണ് കഴിക്കാറ്, ഹലാൽ ചെയ്ത അൽഫാം അല്ലേ? അതൊരുപാട് കഴിക്കാറുണ്ട് എല്ലാ ആഴ്ചയിലും. അങ്ങനെ ആയിട്ട് കഴിക്കുക? അത് കൂടുതൽ വാങ്ങി
അങ്ങനെ ഞാൻ വർക്ക് ചെയ്യണ സമയത്തൊക്കെ സ്ഥിരമായിട്ട് കഴിച്ചിരുന്നു. കണ്ടോ, കരങ്ങളടിച്ച് നന്ദി പറയുന്നു. യേശുവെ സ്തോത്രം, യേശുവെ നന്ദി. എൻ്റെ പേര് ആൻ്റണി, ഞാൻ എറണാകുളത്ത് നിന്ന് വരുന്നു. അച്ഛൻ ഇപ്പോൾ ആരാധനയുടെ സമയത്ത് പറഞ്ഞു കുഴിമന്തി അൽഫാമൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ഒരാൾ ഇവിടെ വന്ന് സാക്ഷ്യം പറയണം, അല്ലെങ്കിൽ അങ്ങനെയാണോ പറഞ്ഞത്? എന്നിട്ട് പറഞ്ഞ് ആരാനിക്ക് പറഞ്ഞത് എന്താന്ന് വെച്ചാൽ പറയും. ആരാനിക്ക് എന്തൊട്ട് മെസ്സേജാ പറഞ്ഞതെന്ന് പറഞ്ഞു. ഞാൻ MBA പാസ് ഔട്ടായിട്ട് കുറേ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് നല്ല പഠിപ്പും ക്വാളിഫിക്കേഷനൊക്കെ ഉണ്ട്. പല പ്രാവശ്യം ഇൻ്റർവ്യൂവിനൊക്കെ പോയി, അതിലൊക്കെ പരാജയപ്പെട്ടു. ശരിയാണോ? അതെ അതെ, പരാജയപ്പെട്ടു. കണ്ടോ, നല്ല ക്വാളിഫിക്കേഷൻ ഉണ്ട്. പല ഇൻ്റർവ്യൂവിന് പോയി പരാജയപ്പെട്ടു. അതിനുശേഷം എന്നിട്ട് അങ്ങനെ പരാജയപ്പെടാൻ കാരണമായിട്ട് പറഞ്ഞത് ഇതാണ്, ഇങ്ങനെ അൽഫാം കുഴിമന്തിയൊക്കെ ഒരുപാട് കഴിക്കുന്നതാണ് പരാജയപ്പെടാൻ കാരണം. അത് ഇവനാന്നാണ് ഇവൻ പറയണത് അല്ലേ? കണ്ടോ, മനസ്സിലായോ? കണ്ടില്ലേ, മനസ്സിലായോ? നല്ലൊരു കൈയടി കൊടുത്തേ. കണ്ടോ, ഈ ഹലാൽ ഭക്ഷണം കൊണ്ടുവരുന്ന തകർച്ചകൾ വേറെ എന്തെങ്കിലും നിനക്ക് അപ്പം അച്ഛൻ്റെ ക്ലാസ് കേട്ടപ്പോൾ മോന് തോന്നിയോ അങ്ങനെ ഈ ദൈവമേ ഞാൻ കഴിക്കുന്നുണ്ടല്ലോ അങ്ങനെ തോന്നിയോ നിനക്ക്? എനിക്ക് തോന്നിയായിരുന്നു അത് ഒഴിവാക്കണമെന്നുണ്ട്. അത് കസിൻസും ഫ്രണ്ട്സൊക്കെ ആയിട്ട് പുറത്തു പോകുമ്പോൾ എപ്പോഴും ഞാനതാ കഴിക്കാറ്. കുഴിമന്തിയും കഴിച്ചോ അൽഫാമും കഴിച്ചോ, പക്ഷേ ഹലാൽ ചെയ്തത് മാത്രമേ പ്രശ്നമുള്ളൂ കേട്ടോ. അപ്പം അത് മാത്രമേ ഉള്ളൂ. വേറെ എന്തെങ്കിലും നിനക്ക് തോന്നി ഇത് കഴിച്ചപ്പോൾ നിൻ്റെ വിശ്വാസം കുറയണ പോലെയോ, അല്ലെങ്കിൽ മുന്നേ നല്ല വിശ്വാസം ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ നീ ഒരു മന്ദത ഫീൽ ചെയ്യുന്നോ, അങ്ങനെ വേറെ എന്തെങ്കിലും? നേരത്തെ ഞാൻ ഭയങ്കരമായിട്ട് പള്ളിയിൽ പോകുക അല്ലെങ്കിൽ പ്രാർത്ഥിക്കുകയൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ അത് പതിയെ കുറഞ്ഞിരുന്നു അല്ലേ? അങ്ങനെ ഫീലിങ് അങ്ങനെ ഒരു മേഖലയ്ക്ക് ഉണ്ട് ഇതിന്, വിശ്വാസക്കുറവ് വരും ഇതിന് കേട്ടോ. എല്ലാവർക്കും വേണമെന്നില്ല, ചിലർക്ക് ആ മേഖലയ്ക്ക് കാണിക്കും. പ്രൈസലോ, കാര്യങ്ങളടിച്ച് നന്ദി പറയാം കേട്ടോ. എൻ്റെ പേര് ഷൈൻ. എൻ്റെ വീട് എറണാകുളം ജില്ലയിലെ വൈപ്പില്ലി എടവനക്കാടാണ്. അപ്പോൾ ഞാൻ പണ്ട് പോലെ ഹലാൽ ഭക്ഷണം അറിഞ്ഞോ അറിയാതെയും പല അവസരങ്ങളിലായിട്ട് കഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ എനിക്ക് ഭയങ്കര അതിശക്തമായിട്ടുള്ളൊരു വയറുവേദന ഉണ്ടായിരുന്നു. അപ്പം അച്ഛൻ പറഞ്ഞതുപോലെ ഈ അനാമ്പള്ളവും പിന്നെ രാത്രി കിടക്കുന്നതിന് മുമ്പ് തേനൊക്കെ കഴിക്കുന്നതുകൊണ്ട് ഇപ്പോൾ ഭയങ്കര ആശ്വാസമുണ്ട്. പിന്നെ അതുകൂടാണ്ട് കുറച്ച് നാളുകളായിട്ട് അത്ഭുതങ്ങളുടെ ജപമാല വീട്ടിൽ എല്ലാ ദിവസവും ആ അത്ഭുതങ്ങളുടെ ജപമാല വെച്ച് എത്ര വൈകി വന്നു കഴിഞ്ഞാലും അത് വെക്കാതെ അമ്മ സമ്മതിക്കില്ല, അത് കണ്ടിട്ട് കിടന്നുറങ്ങാനായിട്ടേ പറയുള്ളൂ. അപ്പോൾ അത് എല്ലാ ദിവസവും കാണുമായിരുന്നു. അപ്പോൾ എൻ്റെ കാലിൽ ഒരു വലിയ അലർജി ഉണ്ടായിരുന്നു. 2-3 വർഷമായിട്ട് ഇത് പൊട്ടി ഇതായിട്ടിരിക്കുകയായിരുന്നു. കുറച്ച് നാളുകളായിട്ട് ഇത് ഒലിവ് ഓയിൽ വരട്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പം ഇത് കരിഞ്ഞ് ഉണങ്ങി മാറിപ്പോയി അല്ലേ? അത് മരുന്നൊക്കെ മുന്നേ വരട്ടിയിരുന്നോ? അതിനു മുമ്പ് ആയുർവേദവും ഹോമിയോ ഒക്കെ ആയിട്ട് ഒരുപാട് കാര്യമായിട്ട് മാറ്റം ഉണ്ടായിരുന്നില്ല. കണ്ടോ, അമ്മ പറഞ്ഞു അത്ഭുതമാല കണ്ടില്ലേ? ജോലി കഴിഞ്ഞ് വന്നാൽ അമ്മ പറഞ്ഞു എത്ര അത്ഭുതമാല കണ്ടിട്ട് നീ കിടന്നുറങ്ങിയാൽ മതി. അവനതനുസരിച്ചു ഈ ഒലിവ് ഓയിലും പുരട്ടി കൊടുത്തു. അതേ കാല് നിങ്ങൾ നോക്കി കാണാം, അതുപോലത്തെ അവസ്ഥയിൽ ആ പാട് മാത്രമുള്ള കംപ്ലീറ്റ് മാറിപ്പോയി. അത് ഭയങ്കര ചൊറിച്ചിലൊക്കെ ഇരുന്നു. അത് എന്ത് ഭക്ഷണങ്ങൾ കഴിച്ചു കഴിഞ്ഞാലും ഭയങ്കര ചൊറിച്ചിൽ വരുമായിരുന്നു. ശരിക്കും ഇത് ഹലാൽ ഭക്ഷണം കഴിച്ചതിൻ്റെയൊക്കെ ഭാഗമായിട്ട് തന്നെ വന്നത്. കണ്ടോ, നല്ല ബോധ്യം കിട്ടിയിട്ടുണ്ടാവില്ല. ഞാനത് പറയാൻ വേണ്ടായി, അവൻ തന്നെ പറഞ്ഞു. അത് കണ്ടോ, ഞാൻ അത് പറയാനാ വന്ന് അവൻ തന്നെ അത് പറഞ്ഞു. അതുമൂലം അവനത് പറഞ്ഞു. ഒരു ക്രിസ്ത്യാനിയുടെ കടയിൽ നിന്ന് തന്നെയാണ് അന്ന് ഒരു ഫുഡ് കഴിച്ചത്. ആ ഫുഡ് കഴിച്ചപ്പോൾ പക്ഷെ എനിക്കിത് പൊട്ടാൻ തുടങ്ങിയപ്പോൾ ഞാൻ അയാളോട് ചോദിച്ചപ്പോൾ അയാളുടെ കടയിൽ മുസ്ലിമുകൾ വരുന്നതുകൊണ്ട് പുള്ളി ഹലാൽ ഫുഡാണ് മേടിച്ച് ഇത് ഹലാൽ മാംസം മേടിച്ചാണ് ചെയ്തുകൊണ്ടിരുന്നതെന്ന് വെച്ച്. അപ്പം അങ്ങനെ പറ്റിയതാണ്. പറഞ്ഞേ ഹല്ലേലൂയ, ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, നമ്മുടെ കർത്താവ് 2025 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിൻ്റെ ഐഹിക ജീവിതകാലത്ത് എന്ത് ഭക്ഷണം കഴിക്കുമ്പോൾ അദ്ദേഹം ആശീർവദിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് കഴിക്കാറ്. ഭക്ഷണത്തിന് മുമ്പ് ഭക്ഷണത്തിന് ശേഷം. യേശുവിൻ്റെ ഭക്ഷണത്തിന് ശേഷം എന്ന് വെച്ചാൽ പറയാൻ കാരണം യേശു ഇങ്ങനെ അന്ത്യത്താഴ ഇതൊക്കെ കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചതിന് ശേഷം ഇങ്ങനെ എഴുതി വെച്ചിരിക്കുക, സ്തോത്രഗീതം ആലപിച്ചതിന് ശേഷം അവർ ഒലിവുമലയിലേക്ക് പോയി. കണ്ടോ, സ്തോത്രഗീതം ഭക്ഷണത്തിന് ശേഷം ഒരു സ്തോത്രഗീതം ആലപിച്ചതിന് ശേഷമാണ് ഒലിവുമലയിലേക്ക് പോയത്. കണ്ടോ, മനസ്സിലായോ? ഈ ഹലാൽ ഭക്ഷണത്തിന് ഒരുപാട് തിന്മകളാണ് വിഗ്രഹാർപ്പിത ഭക്ഷണം. അപ്പോൾ ഇതിന് രക്ഷപ്പെടാനുള്ള മാർഗം ഞാൻ ഓർക്കാൻ അച്ഛൻ്റെ ഒരു അനുഭവം പറയാം. അപ്പോൾ ഇത് ഈ വിഗ്രഹാർപ്പിത ഭക്ഷണം നമ്മൾ കഴിക്കുമ്പോൾ നമ്മൾ എന്താ പറയുക, നമുക്ക് ചിലപ്പോൾ വയറുവേദന ആയിരിക്കാൻ വരാം, ചിലപ്പോൾ വയറുവേദന വരണമെന്നില്ല, ജോലി തടസ്സമായിരിക്കും, ചിലപ്പോൾ ജോലി തടസ്സം വരുന്നില്ല, വിദേശ യാത്ര തടസ്സമായിരിക്കും, ചിലപ്പോൾ വിദേശ യാത്ര തടസ്സം വരുന്നില്ല, വിവാഹ തടസ്സമായിരിക്കും, ചിലപ്പോൾ വിവാഹ തടസ്സം വരുന്നില്ല, ഡിപ്രഷനായിരിക്കും, ചില ഡിപ്രഷനായിരിക്കില്ല, വേറെ മാനസിക രോഗമായിരിക്കാം, ചിലപ്പോൾ അതായിരിക്കില്ല തീപ്പൊള്ളലായിരിക്കാം, ചിലപ്പോൾ വീട്ടിൽ പാമ്പ് ശല്യമായിരിക്കാം. എവിടം കൊണ്ടോ നിനക്ക് ബ്ലോക്ക് വരും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല. ഇതിങ്ങനെ സ്ഥിരമായി കഴിച്ചു കഴിഞ്ഞാൽ ഈ ഹലാൽ ഭക്ഷണത്തിൻ്റെ ഇത് കുമ്പസാരത്തിലേറ്റ് പറയേണ്ട പാപമൊന്നുമല്ല, പക്ഷെ തടസ്സം കൊണ്ടുവരുന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല. മനസ്സിലായോ? അവർ പ്രാർത്ഥിച്ച് അവരുടേതായ ശൈലിയിൽ അവരുടേതായ രീതിയിൽ പ്രാർത്ഥിച്ചുണ്ടാക്കുന്നതാണ്. പക്ഷെ നമുക്ക് കഴിക്കുമ്പോൾ ബുദ്ധിമുട്ട് വരുന്നു എന്നത് ഇവിടുത്തെ ഇഷ്ടംപോലെ അനുഭവങ്ങളിൽ നിന്നും മെസ്സേജിൽ നിന്നും എത്രയോ 2023 മുതൽ അച്ഛൻ ഇതിനെപ്പറ്റി പറയുന്നതും പഠിപ്പിക്കുന്നതാണ്. അല്ലെങ്കിൽ ഇവിടുന്ന് മെസ്സേജ് പറയുന്ന ഒരുപാട് ഉദാഹരണങ്ങൾ യൂട്യൂബിലൂടെയും
ഇതിലൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. അവിടുത്തെ അത്ഭുതമാരുടെയും മറ്റൊക്കെ സാക്ഷ്യങ്ങളിലൂടെ നിങ്ങൾ ഈ ശുശ്രൂഷ കാണുന്നവരാണെങ്കിൽ കേട്ടിട്ടുണ്ടായിരിക്കും. വലുത് പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ ഓർക്കാണ് ഒരിക്കൽ ഒരു വീട്ടിൽ ഒരു വെഞ്ചിരിപ്പിന് പോവുകയാണ്, പ്രാർത്ഥിക്കാൻ പോകാൻ ഒരു കാരണം ഉണ്ടാവും. അപ്പോൾ എനിക്കറിയാവുന്ന ഏറ്റവും അടുത്തുള്ളൊരു വീടാണ്. അപ്പോൾ ആ വീട്ടിലുണ്ടായ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ വീട്ടിലെ മകൻ, ആ യൂത്ത് മകൻ എന്തോ കാര്യത്തിന് പുറത്ത് പോയി എന്തോ സാധനങ്ങൾ വാങ്ങാനൊക്കെ ആയിട്ട് അങ്ങനെ തിരിച്ചു വരാണ്. തിരിച്ച് വരുന്ന സമയം വന്ന് വീട്ടിൽ കയറി അവർ ആ സിറ്റ് ഔട്ടിൽ കയറുന്ന സമയത്ത് തന്നെ സിറ്റ് ഔട്ടിൽ വലിയൊരു പാമ്പ് എന്ന് വെച്ചാൽ മൂർഖൻ പാമ്പ് പത്തി വിരിച്ച് കൊത്തിയില്ല. ഈ യൂത്ത് പയ്യൻ ജസ്റ്റിക്ക് രക്ഷപ്പെടാണ് പാമ്പിൻ്റെ വായെന്ന്, ജസ്റ്റിക്ക് രക്ഷപ്പെടാണ്. വേടൻ്റെ കെണിയിൽ നിന്ന് പക്ഷി എന്ന പോലെ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞ പോലെ അല്പത്തിന് രക്ഷപ്പെട്ടു. അപ്പോൾ 4 സെൻറ്റ് സ്ഥലമുള്ള ചുറ്റും മതിലാണ്, നോക്കണം, 4 സെൻറ്റ് സ്ഥലം ചുറ്റും മതിൽ. അവിടെയാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവണേ. ചുറ്റും എന്താ പറയുക, തിങ്ങി പാർക്കാണ് വീടുകളൊക്കെ, മറ്റേ വീടുകളൊക്കെ ഇഷ്ടംപോലെ ദുരിതരാകുന്ന വീടുകൾ, മുന്നിലും ഫ്രണ്ടിലും സൈഡിലൊക്കെ. ഏറ്റവും ഫ്രണ്ടിൽ തന്നെ റോഡാണ്, ഇഷ്ടംപോലെ വാഹനങ്ങൾ പോകുന്നു. അല്ലാണ്ട് ഒരു മലമ്പ്രദേശമോ അങ്ങനെ പാമ്പ് വരാനുള്ള സാധ്യതയുള്ള സ്ഥലമല്ല. അവിടെയാണ് ഇങ്ങനൊരു സംഭവം. അങ്ങനെ അവർ രക്ഷപ്പെട്ടു. അവരെന്നെ വിളിച്ചറിയിച്ചു, അച്ഛൻ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, എങ്ങനെ ഈ പാമ്പ് വന്നു, പാമ്പിനെ പിടിക്കാനും പറ്റില്ല, അത് രക്ഷപ്പെട്ടു. അങ്ങനെ 2 ദിവസം കഴിയല്ല, ഈ വീട്ടിലൊരു കുഞ്ഞു കുട്ടിയുണ്ട്, അവരുടെ മോളുടെ കുഞ്ഞ് ജനിച്ച് ഏതാനും ദിവസമായിട്ടുള്ള ഈ കൊച്ചിന് പാല് കുടിച്ചപ്പോൾ ഈ ശിരസിൽ കയറി. അതെന്ത് അങ്ങോട്ടില്ല ഇങ്ങോട്ടില്ല, കൊച്ചു മരിക്കണേൻ്റെ അവസ്ഥയിലായി. അങ്ങനെ തൊട്ടടുത്താണ് അവർ ഹോസ്പിറ്റലിൽ അങ്ങോട്ട് ജസ്റ്റ് അവരെത്തിച്ചു. അപ്പോഴേക്കും അവർ ട്യൂബൊക്കെ ഇട്ട് വലിച്ചെടുത്തുകൊണ്ട് കുഞ്ഞ് രക്ഷപ്പെട്ടു. തൊട്ടടുത്ത് തന്നെയാണ് രണ്ടാമത് ഈ സംഭവം ഉണ്ടാവണേ. ഇവരൊക്കെ ആകെ വിഷമത്തിലായി. ഒരു ദിവസം പാമ്പ് പിറ്റേ ദിവസം ഇത് ഇങ്ങനെ സംഭവം. 2 ദിവസം കഴിയല്ല, അല്ലെങ്കിൽ 1 ദിവസം കഴിയല്ല, ഇവർ ഈ സഹോദരി അവിടുത്തെ കുടുംബനാഥ ഈ അടുക്കളയിൽ പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കിച്ചണിൽ വർക്ക് ചെയ്യുമ്പോൾ പെട്ടെന്ന് ഈ സ്റ്റൗ ഇങ്ങനെ ആളി ഈ ശരീരത്തിലെ ഈ രോമങ്ങൾ മുഴുവൻ കത്തിപ്പോയി കണ്ടോ. അതിന് പൊള്ളിയില്ല എന്ന് തോന്നുന്നു, പക്ഷേ ബാക്കിയൊക്കെ ഈ രോമമൊക്കെ കരിഞ്ഞു പോയി കണ്ടോ. ഇത്രയും ആയിപ്പിക്കും അവരെന്നെ വിളിച്ചറിയിച്ചു, അച്ഛൻ വന്നേ പറ്റൂ, എന്തോ അസാധാരണമായ സംഭവം ഞങ്ങളുടെ വീട്ടിലുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ല, ഇതുപോലെ പ്രാർത്ഥിച്ചിട്ടാണ് ഇങ്ങനെ സംഭവിക്കണേ. അപ്പോൾ അച്ഛൻ വന്നേ പറ്റുമെന്ന് പറഞ്ഞു. എനിക്ക് മനസ്സിലായി എന്തോ സംഭവം ഉണ്ടെന്ന്. ഞാനങ്ങനെ പോവുകയാണ് അത് പ്രാർത്ഥിക്കാനായിട്ട്. അവിടെ ചെന്നു ഇവരെ സമർപ്പിച്ച് ആ വീണ്ടും ഉള്ളിൽ കയറി എല്ലാവരും ഉണ്ട്. ഇവരെ സമർപ്പിച്ച് ആ രൂപം കൊണ്ട് നിന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് കർത്താവ് കാണിച്ചത് നമ്മൾ ഈ എന്താ പറയുക സീഡ്സ് അല്ലേ, കേക്ക്, നമ്മുടെ ക്രിസ്മസിനൊക്കെ കേക്ക് വാങ്ങി നമ്മളൊരു ബോക്സിലാക്കി സീഡ്സൊക്കെ ഇങ്ങനെ കൊണ്ടുപോയി കൊടുക്കില്ലേ. അപ്പോൾ ഇതുപോലെ ഒരു ദർശനം കാണിക്കുകയാണ് കർത്താവ്. ഒരു പെട്ടിയിൽ നിറയെ സീഡ്സാണ്, മധുരപലഹാരങ്ങൾ, ഇങ്ങനെ കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. ഇവരാണെങ്കിൽ അതിങ്ങനെ സ്വീകരിക്കുന്നതിന് മുമ്പ് ഈശോ ദർശനത്തിൽ കാണിക്കുക, ഇങ്ങനെ കുരിശ് വരയ്ക്കുന്നുണ്ട്. ഇങ്ങനെ കുരിശ് വരച്ചിട്ട് ഒരു വെട്ട് കാണിച്ചിട്ട് ഇങ്ങനെ വാങ്ങുന്ന ദർശനമാണ് കർത്താവ് കാണിക്കുക. വ്യാഖ്യാനം ഇതാണ് എൻ്റെ പ്രിയ സഹോദരങ്ങളെ. എടുത്ത വഴിക്ക് ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ആരാണ് സ്ഥിരം എന്നതുപോലെ സീഡ്സ് കൊണ്ടുവന്ന് തരാവുന്നത് ആരാണ്? ഉടനെ അവർ പറഞ്ഞു, അച്ഛാ അത് വേറെ അല്ല, അത് ചേട്ടൻ്റെ ഫ്രണ്ട് കൂട്ടുകാരൻ, ആൾക്ക് ബേക്കറിയാണ്. അപ്പോൾ അവർ സ്ഥിരം ഞങ്ങൾ സ്ഥിരം ആ ബേക്കറിയിൽ നിന്ന് വാങ്ങുക. പിന്നെ ആ ബേക്കറിക്ക് അവർ കുറേ ഉണ്ടാക്കുന്നുണ്ട് സ്വയമായിട്ട്. അപ്പോൾ അവർ എന്തുണ്ടാക്കിയാലും ആദ്യം ഞങ്ങൾക്ക് ഫ്രീ ആയിട്ടൊരു പാക്കറ്റ്, ഞങ്ങൾക്കൊരു ബോക്സ് ഇങ്ങനെയാണ് അച്ഛൻ പറഞ്ഞ പോലെ തന്നെ ബോക്സിൽ ഇങ്ങനെ കൊണ്ടുവന്ന് തരും. ഞങ്ങളാണെങ്കിൽ വലിയ സന്തോഷത്തോടെ വാങ്ങും, കുരിശ് വരച്ചിട്ടല്ല, ഞങ്ങളത് സന്തോഷത്തോടെ വാങ്ങും. ഞാൻ പറഞ്ഞു, അതിങ്ങനൊരു ഹലാൽ ചെയ്ത ഭക്ഷണമല്ലേ, അങ്ങനൊരു ശരിയാണ് അച്ഛല്ലേ. ഇത് പറയാ ശരിയാണ് അച്ഛാ, അത് അങ്ങനത്തെ ഒരു കടയാണ്. ഞാൻ പറഞ്ഞു, ഇനി അത് പരമാവധി അത് വാങ്ങണ്ട, ഇനി വാങ്ങണമെങ്കിൽ വാങ്ങിക്കോ, കുഴപ്പമില്ല, ഇനി നിർത്തിയില്ല, അത് വാങ്ങിയേ പറ്റുമോ, അങ്ങനെ തോന്നുകയാണെങ്കിൽ വാങ്ങിക്കോ, പക്ഷേ കുരിശ് വരയ്ക്കുക. കുരിശ് വരച്ചതിന് ശേഷം മാത്രം അത് വാങ്ങുക. കുരിശ് വരയ്ക്കുമ്പോൾ അതിലാ തിന്മ വിട്ടുപോകും. അല്ലേ പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലായി? അപ്പോൾ ഈ ഹലാൽ തിന്മ വിട്ടുപോകാനുള്ളൊരു മാർഗം ഈ അരവണപ്പായസം കുരിശ് വരച്ച് കഴിച്ചാൽ ശരിയാവില്ല കേട്ടോ. അരവണപ്പായസം കുരിശ് വരച്ച് കഴിച്ചാലൊന്നും തിന്മ വിട്ടുപോകില്ല. ഈ ഹലാൽ ഭക്ഷണങ്ങളുടെ തിന്മ വിട്ടുപോകാനുള്ളൊരു മാർഗ്ഗം ഇതാണ്. അതമ്മേ കുരിശ് വരയ്ക്കുക, ഈശോ ചെയ്തതുപോലെ ആശീർവദിക്കുക. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഒരു കുരിശ് വരച്ചിട്ട് ഇതിലെല്ലാ തിന്മകളും വിട്ടുപോട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് കർത്താവേ ഇതെല്ലാം ഈ ഭക്ഷണത്തിന് നീ ആശീർവദിക്കണേന്നോ നിങ്ങളുടേതായ ഒരു പ്രാർത്ഥന ചെല്ല. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ ഒരു കുരിശ് വര വളരെ പ്രധാനപ്പെട്ടതാണ്. കുരിശ് വരച്ചുകൊണ്ട് നിങ്ങളുടേതായൊരു പ്രാർത്ഥന നിങ്ങൾ ചൊല്ലി അതിലെ തിന്മയൊക്കെ ബന്ധിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അത് കഴിച്ചേ മതിയാവൂ. അങ്ങനത്തെ ഒരു പ്രത്യേക അവസ്ഥയിലാണ്, വേറെ ഭക്ഷണമൊന്നും കിട്ടാനില്ല, അങ്ങനെ ഒരു അവസ്ഥയിൽ വേറെ ബെറ്റർ ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതെടുക്കുക, അല്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. പക്ഷെ അത് ഇങ്ങനെ കുരിശ് വരച്ചുകൊണ്ട് മാത്രം ഈ ഭക്ഷണം കഴിക്കുക. അല്ലെങ്കിൽ എന്തുണ്ടാവും, സ്ഥിരം നീ അത് കഴിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ഇതിലേതെങ്കിലും ഒരു മേഖല നിനക്ക് വരും എന്ന കാര്യത്തിൽ ആ സംശയം. ചിലർക്ക് പൈൽസ്, ചിലർക്ക് ഫിസ്റ്റുല, എന്തോ ഇപ്പോൾ ഇവന് വേണ്ടില്ല, ഇവന് അലർജിയാണ്. ഇവന് മനസ്സിലായി, ക്ലാസ് എടുത്തപ്പോൾ മുടിയൊക്കെ വളർത്തി പയ്യനാണ്ടോ
അവന് മനസ്സിലായി. അച്ഛൻ്റെ ക്ലാസ് കേട്ടപ്പോൾ നല്ല ബോധിയിൽ ചക്കൻ അവൻ ഇങ്ങനെ ശ്രദ്ധിച്ചിരുന്നു. അച്ഛൻ എന്തീ പറയണമെന്നുള്ള അവന് മനസ്സിലായി. അവൻ ഞാൻ പറയാതെ തന്നെ അവൻ പറയും ഇത് വരാൻ കാരണം ഇന്ന സാധനമാണെന്ന്. കണ്ടോ, മനസ്സിലായോ? അവനത് തേനും ഉലുവയിലൊക്കെ കഴിച്ചോടുകൂടി അത് വയറ്റിൽ നിന്ന് പോകുന്നതോടുകൂടി അപ്പോൾ ഇങ്ങനെയുള്ളവർ ഇങ്ങനെ സാധനങ്ങൾ കുറേ കഴിച്ചവർ എന്ത് ചെയ്യണം? വെഞ്ചരിച്ച തേനും ഉലുവയിലൊക്കെ വാങ്ങി കഴിക്കുക, വെഞ്ചരിച്ച ഉപ്പൊക്കെ ഭക്ഷണത്തിലിട്ട് കഴിക്കുക. അങ്ങനെ കഴിക്കുമ്പോൾ ഹന്നാവളൊക്കെ കുടിക്കുക ധാരാളം. അങ്ങനെ 2 മാസത്തേക്ക് കഴിക്കുമ്പോൾ ഇതൊന്നും വയറിളകിയോ അല്ലെങ്കിൽ ഛർദ്ദിച്ചോ പോവും. അതോടുകൂടി രോഗവും മാറും, വിദേശ യാത്രാ തടസ്സം മാറും, വിൽപ്പന തടസ്സവും മാറും, യാത്രാ തടസ്സം മാറും, ഡിപ്രഷനും മാറും, മാനസിക രോഗവും മാറും, വിഭ്രാന്തിയും മാറും, എല്ലാം മാറും. വലുത് പറഞ്ഞേ ഹല്ലേലൂയ. അതാണ് ഈ ഭൂതോച്ചാരണ വസ്തുക്കളിലൂടെ നടന്നുകൊണ്ടിരിക്കുന്ന മഹാ അത്ഭുതം എന്ന് പറയുന്നത്. മനസ്സിലായോ? എന്നെ അത്ഭുതപ്പെടുത്തിയത് ഇതാണ്. നമ്മുടെ കർത്താവ് പോലും ഭക്ഷണം കഴിക്കുമ്പോൾ ആശീർവദിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം അന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അദ്ദേഹം ഭക്ഷണം കഴിച്ചത്. അതുകൊണ്ട് നിങ്ങൾ ശീലിക്കുക, നിങ്ങളുടെ മക്കളെ എല്ലാവരും പരിശീലിപ്പിക്കുക. ഒരു ഗ്ലാസ് വെള്ളം കഴിക്കുമ്പോൾ പോലൊന്ന് ആശീർവദിച്ചതിന് ശേഷം കഴിച്ച് ശീലിക്കുക. നിങ്ങൾക്ക് ആശീർവദിക്കാൻ പറ്റില്ല, നിങ്ങൾ കുരിശ് വരച്ച് പ്രാർത്ഥിക്കുക. മനസ്സിലായോ? അപ്പോൾ എന്തെങ്കിലും തിന്മ ആ രീതിയിൽ എന്തെങ്കിലും ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാർക്ക് ഇപ്പോൾ ഒരു ശൈലിയാണ് ഭക്ഷണത്തിലൊക്കെ തിന്മ ചെയ്തു വയ്ക്കുക. അപ്പോൾ പിന്നെ ആ ഭക്ഷണത്തോട് ഷെയ്ക്ക് ആ ഷെയ്ക്ക് തന്നെ ഷെയ്ക്ക് തന്നെ വേണം. ഷെയ്ക്ക് അച്ഛന് ഉദാഹരണം പറയാൻ നേരില്ല. ഭക്ഷണം ആ ഷെയ്ക്ക് കടയിൽ നിന്ന് തന്നെ നമ്മൾ ഷെയ്ക്ക് ആ ബിരിയാണി കടയിൽ നിന്ന് തന്നെ പോവുള്ളൂ. അതിലേക്ക് തന്നെ ആ ഫ്രൂട്ട്സ് കടയിൽ നിന്ന് തന്നെ ഫ്രൂട്ട്സ് എന്തോ അവിടേക്ക് ഒരു ഭയങ്കര അട്രാക്ഷനാണ് നമുക്ക്. അങ്ങനെ കണ്ടോ, ആ ബേക്കറിയിൽ നിന്ന് മാത്രം വാങ്ങണം, ആ തുണിക്കടയിൽ നിന്ന് മാത്രം കണ്ടോ, അതിലേക്ക് മാത്രമായിട്ടൊരു ആകർഷണം വരാം നമുക്ക്. മനസ്സിലായോ? ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തിയാണ് മനുഷ്യർ, തിന്മ ചെയ്തു വയ്ക്കുകയാണ് ഈ സാധനത്തിലൊക്കെ. മനസ്സിലായോ? അതുകൊണ്ടാണ് കുരിശ് വരയ്ക്കാൻ പറ്റുന്നത്. കുരിശ് വരയുടെ പ്രാധാന്യം പ്രൈസലാണ്. വലുത് പറഞ്ഞേ ഹല്ലേലൂയ. വിശുദ്ധി പറഞ്ഞേ ഹല്ലേലൂയ. ഇനി നമ്മുടെ കർത്താവിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്, യേശു വളരെ തിരക്കുള്ള സമയത്തും പ്രാർത്ഥിച്ചു, യേശുവിന് ഒട്ടും തിരക്കില്ലാത്ത സമയത്തും യേശു പ്രാർത്ഥിച്ചു. അതാണ് ലൂക്കായുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ, ലൂക്ക 5-ാം അധ്യായം 15 മുതലുള്ള തിരുവചനം ശ്രദ്ധിച്ചോ. എന്നാൽ യേശുവിൻ്റെ കീർത്തി പൂർവാധികം വ്യാപിച്ചതേയുള്ളൂ. അവൻ്റെ വാക്ക് കേൾക്കുന്നതിനും രോഗശാന്തി നേടുന്നതിനും വേണ്ടി വളരെ ആളുകൾ തിങ്ങിക്കൂടി. അവനാകട്ടെ വിജനപ്രദേശങ്ങളിലേക്ക് പിൻവാങ്ങി അവിടെ അവൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. വലുത് പറഞ്ഞേ ഹല്ലേലൂയ. കണ്ടോ, യേശുവിൻ്റെ കീർത്തി പൂർവാധികം വ്യാപിച്ചു. അവൻ്റെ വാക്ക് കേൾക്കാനും രോഗശാന്തി നേടാനും ആളുകൾ തിങ്ങിക്കൂടുമ്പോൾ യേശു അതിൻ്റെ ഉള്ളിൽ കിടന്ന് ബഹളം വയ്ക്കുകയല്ല ചെയ്യണേ. യേശു അവിടെ നിന്ന് മാറി അവനാകട്ടെ വിജന പ്രദേശങ്ങളിലേക്ക് പിൻവാങ്ങി അവിടെ അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഇത്രമാത്രം തിരക്കുണ്ടായിട്ട് പോലും യേശു പ്രാർത്ഥിച്ചു എന്നാ പറയാം. തിരക്കുണ്ടായ മനുഷ്യൻ, നിങ്ങൾ ഇവിടെ തിരക്കുള്ളവരല്ലേ ഇവിടെ ഇരിക്കുന്നവർ ഭൂരിഭാഗം പേരും. ഇപ്പോൾ ഞാനൊക്കെ നമ്മളെല്ലാവരും തിരക്കുള്ളവരാണ്. അപ്പോൾ ഈ തിരക്കുണ്ടായിട്ട് പ്രാർത്ഥിക്കാൻ സമയം കണ്ടെത്തുന്നവർ എത്ര പേരുണ്ട് ഈ കൂട്ടത്തിൽ? നമ്മിൽ എത്ര പേര് തിരക്കുണ്ടായിട്ട് പ്രാർത്ഥിക്കാൻ സമയം കണ്ടെത്തുന്നു? യേശുവിനേക്കാൾ കൂടുതൽ തിരക്കുണ്ടോ നിനക്ക്? മനസ്സിലായോ? യേശുവിനെ പറ്റി പറയുകയാണ് മർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം, മർക്കോസ് 6:31 ഇങ്ങനെയാണ്: അനേകം ആളുകൾ അവിടെ പോവുകയും വരികയും ചെയ്തിരുന്നു. ഭക്ഷണം കഴിക്കാൻ പോലും യേശുവിന് ഒഴിവ് കിട്ടിയിരുന്നില്ല. അതിനാൽ അവൻ പറഞ്ഞു, നിങ്ങളൊരു വിജന സ്ഥലത്തേക്ക് വരുവിൻ, നമുക്ക് അല്പസമയം വിശ്രമിക്കാം. കണ്ടോ, വലുത് പറഞ്ഞേ ഹല്ലേലൂയ. യേശുവിനെ പറ്റി പറയാണ്, അനേകം ആളുകൾ അവിടെ വരികയും പോവുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ പോലും കർത്താവിന് നേരം കിട്ടിയിരുന്നില്ല എന്ന് പറയാം. മനസ്സിലായോ? അനേകം പേർ അവിടെ വരികയും പോവുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ പോലും യേശുവിന് ഒഴിവ് കിട്ടിയിരുന്നില്ല. അനേകം പേർ അവിടെ വരികയും പോവുകയും ചെയ്തിരുന്നു. അതിനാൽ പ്രാർത്ഥിക്കാൻ പോലും യേശുവിന് ഒഴിവ് കിട്ടിയിരുന്നില്ല. അങ്ങനെയല്ലാട്ടാ. മനസ്സിലായോ? എന്നെ പറ്റി പറയുകയാണെങ്കിൽ, നമ്മെ പറ്റിയൊക്കെ പറയുകയാണെങ്കിൽ അങ്ങനെയായിരിക്കും അല്ലേ? അനേകം പേർ അവിടെ വരികയും പോവുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് ആ ചേട്ടന്, ആ ചേച്ചിക്ക്, അല്ലെങ്കിൽ ആ അച്ഛന്, അല്ലെങ്കിൽ ആ സിസ്റ്റർക്ക് പ്രാർത്ഥിക്കാൻ പോലും നേരം കിട്ടിയിരുന്നില്ല. അതാണ് നമ്മുടെ അവസ്ഥ. അന്ന് യേശുവിന് പ്രാർത്ഥിക്കാൻ നേരം കിട്ടിയില്ല എന്നല്ല ബൈബിൾ എഴുതി വെച്ചിരിക്കണേ. അനേകം പേർ യേശുവിൻ്റെ അടുത്ത് വരികയും പോവുകയും ചെയ്തിരുന്നു. അതിനാൽ യേശുവിന് ഭക്ഷണം കഴിക്കാൻ പോലും നേരം കിട്ടിയിരുന്നില്ല. ഭക്ഷണം കഴിച്ചില്ലെങ്കിലും പ്രാർത്ഥിക്കാൻ ഈശോ നേരം കണ്ടെത്തിയിരുന്നു. അവൻ വിജനപ്രദേശത്തേക്ക് പിൻവാങ്ങി. അതാണ് മർക്കോസിന്റെ സുവിശേഷം 3:20. ജനങ്ങൾ വീണ്ടും വന്നുകൂടിക്കൊണ്ടിരുന്നു. തന്മൂലം ഭക്ഷണം കഴിക്കാൻ പോലും അവന് സമയം കിട്ടിയിരുന്നില്ല. അതുകൊണ്ടോ എത്ര പ്രാവശ്യം എഴുതി വെച്ചിരിക്കുന്നത് മർക്കോസിന്റെ സുവിശേഷം 2-ാമത്തെ പ്രാവശ്യം ഇപ്പോൾ വായിക്കണം കേട്ടോ. മർക്കോസ് 3:20. ജനങ്ങൾ വീണ്ടും വീണ്ടും കർത്താവിൻ്റെ അടുത്ത് വന്നുകൊണ്ടിരുന്നു. തന്മൂലം ഭക്ഷണം കഴിക്കാൻ പോലും യേശുവിന് സമയം കിട്ടിയിരുന്നില്ല. ഉണ്ടോ? എന്നാൽ പ്രാർത്ഥിക്കാൻ സമയം കിട്ടിയിരുന്നു. മനസ്സിലായോ? ഇത്രയും തിരക്കിൻ്റെ ഇടയിൽ യേശു സമയം കണ്ടെത്തി.
അപ്പോൾ യേശുവിന് എത്ര ബിസിയാണെങ്കിലും യേശു പ്രാർത്ഥിക്കാനുള്ള സമയം മാറ്റി വെച്ചിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ടുള്ള തിരക്കുള്ള യേശുവിന് എത്ര തിരക്കില്ലാത്ത സമയത്താണെങ്കിലും പ്രാർത്ഥിക്കാൻ സമയമുണ്ട്. തിരക്കുണ്ടെങ്കിലും പ്രാർത്ഥനയുണ്ട്, തിരക്കില്ലാത്ത സമയത്ത് പ്രാർത്ഥനയുണ്ട്. ഇനി യേശുവിനെ പറ്റി പറയുക, യേശുവിന് ക്ഷീണം ഉണ്ടായപ്പോൾ പ്രാർത്ഥനയുണ്ട്, യേശു ക്ഷീണം ഇല്ലാത്തപ്പോൾ പ്രാർത്ഥിച്ചു എന്ന് പറയാം. ചിലർക്ക് ഇനി മറ്റത് വരുന്നത് ഇതാണ്, നമുക്ക് ക്ഷീണം വരുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് തോന്നില്ല അല്ലേ. ഭയങ്കര ക്ഷീണമാണ്. ക്ഷീണം വരുമ്പോൾ പ്രാർത്ഥനയില്ല. ഇതാണ് നമ്മുടെ ഒരു അവസ്ഥ. ഒന്ന് ഭയങ്കര ടയേർഡായി, ക്ഷീണമായി, അന്നന്ന് കുടുംബ പ്രാർത്ഥനയില്ല. മനസ്സിലായി? അന്ന് കുടുംബ പ്രാർത്ഥനയില്ല. തിരക്ക് വന്നപ്പോൾ കുടുംബ പ്രാർത്ഥനയില്ല. ക്ഷീണം വന്നപ്പോൾ കുടുംബ പ്രാർത്ഥനയില്ല. മനസ്സിലായോ? ചിലർക്ക് കുടുംബ പ്രാർത്ഥനയായിട്ട് ചെല്ലുന്നത്, കുടുംബ പ്രാർത്ഥന സ്ഥിരതയുണ്ടോ? ആലോചിച്ച് നോക്കിയും. പ്രാർത്ഥനയിൽ സ്ഥിരതയുണ്ടോ? കുടുംബ പ്രാർത്ഥന ഉണ്ടോ സ്ഥിരമായിട്ട്? അതും പരിശുദ്ധ അമ്മയുടെ ജപമാല തന്നെയാണോ ചെല്ലുന്നത്? അത് കരുണക്കൊന്തയാണോ കുടുംബ പ്രാർത്ഥനയായിട്ട് ചെല്ലുന്നത്? ഇനി 3 എത്രന്തേയുള്ള മാതാവാണോ? കിടക്കാൻ നേരത്ത് 3 എത്രന്തേയുള്ള മാതാവ് ചൊല്ലിക്കിടക്കുക, അതാണോ കുടുംബ പ്രാർത്ഥന? അത് കിടക്കാൻ നേരത്ത് ഒരു 91 സംഗീതം ചൊല്ലിക്കിടക്കുക, അതാണോ കുടുംബ പ്രാർത്ഥന? അല്ലെങ്കിൽ ഒരു നൊവേന ചൊല്ലിക്കിടക്കുക, അതാണോ കുടുംബ പ്രാർത്ഥന? അതോ കരുണക്കൊന്തയാണോ കുടുംബ പ്രാർത്ഥന? ചിലരുടെ കുടുംബ പ്രാർത്ഥനയിൽ ഒത്തിരിയൊന്നും ഇല്ല. ചിലരുടെ കുടുംബ പ്രാർത്ഥനയിൽ ഈ മരിച്ച വിശ്വാസികളുടെ പ്രാർത്ഥനയോ കുടുംബ പ്രതിഷ്ഠയോ ബൈബിൾ വായനയോ അതൊന്നുമില്ല. എന്നിട്ട് കുടുംബ പ്രാർത്ഥനയാണ് നിന്റെ സ്ഥിരതയോടെ കുടുംബ പ്രാർത്ഥനയുണ്ടോ? പിന്നെ എത്ര മണിക്ക് നീ കുടുംബ പ്രാർത്ഥന ചെല്ലണേ? ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഉറക്കം നോക്കിയാണോ കുടുംബ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്? നല്ലൊരു സമയം, അതോ പവർക്കെട്ടിൻ്റെ സമയമാണോ കുടുംബ പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നത്? നല്ലൊരു സമയം, നല്ല ശ്രദ്ധയോടെ നന്നായിട്ട് വളരെ ആക്റ്റീവായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റുന്ന നല്ലൊരു സമയം നീ കുടുംബ പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാറ്റി വയ്ക്കുന്നുണ്ടോ? നിൻ്റെ ഒരു പ്രാർത്ഥനാ ജീവിതം നീ നോക്കിയേ. നിൻ്റെ തിരക്കിൻ്റെ ഇടയിൽ നീ പ്രാർത്ഥിക്കാറുണ്ടോ? യേശുവിനെ കൂടുതൽ തിരക്കുള്ള ആളൊന്നുമല്ലല്ലോ നീ. നമ്മൾ ഓരോരുത്തരും ഉണ്ടോ? എനിക്ക് എന്തുമാത്രം ക്ഷീണമുണ്ട്. ക്ഷീണം വരുമ്പോൾ പ്രാർത്ഥന അവസാനിപ്പിക്കുന്നവരാണ് നമ്മളെല്ലാവരും. അന്ന് യേശുവിനെ പറ്റി പറയുകയാണ്. അനേകം യേശുവിനെ പറ്റി പറയുന്നതാണ് മർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം. മർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ നമ്മളിപ്പോൾ വായിച്ചു. അനേകം ആളുകൾ അവിടെ വരികയും പോവുകയും ചെയ്തിരുന്നു. ഭക്ഷണം കഴിക്കാൻ പോലും അവർക്ക് ഒഴിവ് കിട്ടിയിരുന്നില്ല. എന്നാൽ അവൻ പറഞ്ഞു, നിങ്ങളൊരു വിജന സ്ഥലത്തേക്ക് വരുവിൻ, അല്പസമയം നമുക്ക് അവരെ വിശ്രമിക്കാം. പിന്നെ 36-ാമത്തെ വാക്യം എന്താണെന്നറിയോ? ചുറ്റുമുള്ള നാട്ടിൻപുറങ്ങളിലും ഗ്രാമങ്ങളിലും ചെന്ന് എന്തെങ്കിലും വാങ്ങി ഭക്ഷിക്കാൻ അവരെ പറഞ്ഞയക്കുക. അതേ ഒരുപാട് പലരും അവനെ കാണുകയും തിരിച്ചറിയുകയും ചെയ്തു. എല്ലാ പട്ടണങ്ങളിൽ നിന്ന് ജനങ്ങൾ കരവഴി ഓടി അവർക്ക് മുമ്പേ യേശുവിൻ്റെ അടുത്തെത്താണ്. എല്ലാവരും പല സ്ഥലത്തു നിന്ന് ഒത്തിരി ദൂരെ നിന്നൊക്കെ ആൾക്കാർ യേശുവിനെ കാണാൻ വരും. അപ്പോൾ യേശു എന്ത് ചെയ്തു? അതാണ് 46-ാമത്തെ വാക്യം. ആളുകളോട് യാത്ര പറഞ്ഞതിന് ശേഷം അവൻ പ്രാർത്ഥിക്കാൻ മലയിലേക്ക് പോയി എന്നാണ് പിന്നത്തെ വാക്യം എഴുതി വെച്ചിരിക്കുക. വലിയ തുടങ്ങി ഹല്ലേലൂയ കണ്ടോ? മർക്കോസിൻ്റെ സുവിശേഷം 6:46 വചനം എഴുതി വെച്ചിരിക്കുകയാണ്. ആൾക്കാർ പട്ടണങ്ങളിൽ നിന്നും മറ്റു വഴികളിലൊക്കെ കരവഴി ഓടി അവർ യേശുവിൻ്റെ അടുത്തേക്ക് എത്താണ്. അപ്പോൾ യേശു എന്ത് ചെയ്തു? ആളുകളോട് യാത്ര പറഞ്ഞതിന് ശേഷം അവൻ പ്രാർത്ഥിക്കാൻ വേണ്ടി മലയിലേക്ക് കയറിപ്പോയി. ഇത് പറഞ്ഞേ ഹല്ലേലൂയ. ഇത്രയധികം രാവിലെ മുഴുവനും വചനപ്രഘോഷണവും ശുശ്രൂഷകളും രോഗശാന്തി ശുശ്രൂഷകളും പല പല ശുശ്രൂഷകളാണ്. എല്ലാ ജോലിയും തിരക്കും പരിപാടികളൊക്കെ ഉണ്ട്. രാത്രിയായി ഒത്തിരി കഴിഞ്ഞു, ശുശ്രൂഷയൊക്കെ കഴിഞ്ഞ് എല്ലാവരും കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ എന്നിട്ടും യേശു പ്രാർത്ഥിക്കാൻ വേണ്ടി അദ്ദേഹം മലമുകളിലേക്ക് കയറി പോവുക. അതായത് ഒത്തിരി വചനഭാഗത്ത് ആ സുവിശേഷം മർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം മൊത്തത്തിൽ വായിച്ചു നോക്കണം. അപ്പോഴാണ് അത് ഒരു ദിവസം മുഴുവനും ചെയ്ത അത്ഭുതങ്ങൾ. ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നു, പിന്നെ അപ്പം വർദ്ധിപ്പിക്കുന്നു, പിന്നെ കുറേ വചനം പ്രസംഗിക്കുന്നു, ഇങ്ങനെ കുറേ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിനുശേഷം ഏറ്റവും അവസാനം എഴുതിയിരിക്കും ഇതൊക്കെ ചെയ്ത് അന്ന് രാത്രിയായപ്പോൾ ആൾക്കാരുടെയൊക്കെ യാത്രയ്ക്ക് പറഞ്ഞ് യേശു വിജന സ്ഥലത്ത് പോയി പ്രാർത്ഥിക്കാനായിട്ട് അദ്ദേഹം ഇരിക്കുകയാണ്, സമയം കണ്ടെത്തുകയാണ്. വലിയ തുടങ്ങി ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, ഇപ്പം എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? യേശു പകല് പ്രാർത്ഥിച്ചു, യേശു രാത്രി പ്രാർത്ഥിച്ചു. യേശുവിൻ്റെ ജീവിതത്തിലെ സമയങ്ങളിൽ മുഴുവനും പ്രധാനപ്പെട്ട സംഭവങ്ങൾക്ക് മുമ്പൊക്കെ യേശു പ്രാർത്ഥിച്ചൊരുങ്ങി. യേശുവിന് നേട്ടം വന്നപ്പോൾ പ്രാർത്ഥിച്ചു, യേശുവിന് കോട്ടങ്ങൾ പ്രതിസന്ധികൾ വന്നപ്പോൾ പ്രാർത്ഥിച്ചു. എന്നാൽ ശിഷ്യന്മാർ പ്രാർത്ഥിച്ചില്ല അല്ലേ? യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിച്ചോളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരുമെന്ന് പറഞ്ഞു. പക്ഷേ ശിഷ്യന്മാരത് കേട്ടില്ല. പ്രലോഭനത്തിൽ ഉൾപ്പെടാതിരിക്കാൻ പ്രാർത്ഥിച്ചോളട്ടെ പത്രോസേ എന്നൊക്കെ പറഞ്ഞെങ്കിലും അവരത് കേട്ടില്ല. അതുകൊണ്ട് അവർ പരാജയപ്പെട്ടു. അവർ പ്രതിസന്ധികൾ പ്രശ്നങ്ങൾ വന്നപ്പോൾ അതിനെ ശരിയായ രീതിയിൽ ദൈവിക ചിന്തയോടെ നേരിടാൻ പത്രോസിനോ ശിഷ്യന്മാർക്കോ പറ്റിയില്ല. കാരണം എന്താ? അവർ പ്രാർത്ഥിച്ചില്ല. അവർ ഉറങ്ങി പ്രാർത്ഥിക്കുക. മനസ്സിലായോ? അന്ന് യേശു പ്രാർത്ഥിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് യേശുവിന് പീലാത്തോസ്, ഹെറോദോസ്, കുരിശുമരണം ഒക്കെ വളരെ ദൈവം എങ്ങനെ ആഗ്രഹിക്കുന്നു അതുപോലെ അതിനെ നേരിടാൻ സാധിക്കുകയാണ്. ഓരോ കാര്യം ചെയ്യുമ്പോൾ ഈശോ പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നേറുക. ഒരു സഹനം വന്നപ്പോൾ അതിനെ പ്രാർത്ഥിച്ച് നേടുക. ഒരു സന്തോഷം വന്നപ്പോൾ, നേട്ടം വന്നപ്പോൾ അതിനെ പ്രാർത്ഥിച്ച് നേടുകയാണ്. ഒരു ക്ഷീണം വന്നപ്പോഴും ഈശോ പ്രാർത്ഥന അവസാനിപ്പിച്ചില്ല. ക്ഷീണം വന്നപ്പോഴും ക്ഷീണം ഇല്ലാത്തപ്പോഴും ഈശോ പ്രാർത്ഥിക്കുകയാണ്. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് അതിന് ശേഷമൊക്കെ യേശു പ്രാർത്ഥിക്കുകയാണ്. യേശുവിന് ഒത്തിരി തിരക്കുണ്ടായപ്പോഴും യേശു പ്രാർത്ഥിച്ചു, തിരക്കില്ലാത്തപ്പോഴും യേശു പ്രാർത്ഥിക്കുക. എന്തിന്? യേശു മരിക്കാൻ കിടക്കുന്ന സമയത്ത് പോലെ യേശു പ്രാർത്ഥിക്കുക.
പ്രാർത്ഥിച്ചുകൊണ്ടാണ് മരിക്കണേ. പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആ മനുഷ്യൻ മരിക്കുകയാണ്. വലിയ പറഞ്ഞേ ഹല്ലേലൂയ. വിശുദ്ധ ക്ലാര പുണ്യവതി മരിക്കണ സമയത്ത് പറഞ്ഞ വാക്യം എന്താണെന്നറിയോ? പ്രാർത്ഥിച്ചുകൊണ്ട് അദ്ദേഹം മരിച്ചു. വിശുദ്ധ ക്ലാര, ദൈവമേ, എന്നെ സൃഷ്ടിച്ചതിന് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. വലിയ പറഞ്ഞേ ഹല്ലേലൂയ. ജീവിതം മുഴുവനും എന്തിന്? അവസാനത്തെ മരിക്കണ സമയത്ത് അവസാനത്തെ വാക്ക് പോലും പ്രാർത്ഥനയാണ്. ഇന്നാളൊരാൾ വ്യക്തി പറയുകയാണ്, എൻ്റെ അപ്പാപ്പൻ മരിക്കണ സമയത്ത് ഈ കഞ്ഞി കൊടുത്ത ആളുടെ മുഖത്തേക്ക് തുപ്പിക്കൊണ്ടാണ് മരിച്ചത് അച്ഛാ. ഒരു പെങ്കൊച്ച് പറയാണ്, എൻ്റെ അപ്പാപ്പൻ മരിക്കുന്ന സമയത്ത് കഞ്ഞി കൊടുത്ത ആളുടെ മുഖത്തേക്ക് തുപ്പിക്കൊണ്ടാണ് മരിച്ചത്. അങ്ങനെ മരിക്കുന്നൊരു വിഭാഗക്കാർ വേറെയുണ്ട്. ഇന്ന് യേശു അങ്ങനെയല്ല. യേശു ജീവിതം മുഴുവൻ പ്രാർത്ഥനയാണ്. മരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ അവസാന വേട് പോലും പ്രാർത്ഥനയാണ്. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ആ മനുഷ്യൻ്റെ ജീവിതം അവസാനിച്ചു. ഇത് പറഞ്ഞേ ഹല്ലേലൂയ. ഇനി ചിന്തിക്കുക, നമ്മുടെ പ്രാർത്ഥനാ ജീവിതം എങ്ങനെയുണ്ട്? യേശു ഇത്രമാത്രം ഈ ഐഹിക ജീവിതകാലത്ത് പ്രാർത്ഥിച്ചു എങ്കിൽ നമ്മൾ എന്തുമാത്രം പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിരിക്കുന്നു അല്ലയോ? അതുകൊണ്ടാണ് ഈശോ പറയുകയാണ്, ഈ വൺ ഡേ കൺവെൻഷന് വന്ന മക്കളുണ്ടല്ലോ, ഇവർക്ക് പ്രാർത്ഥനാ ജീവിതം ഇല്ല. നിങ്ങളെ കുറ്റപ്പെടുത്തിയിട്ടല്ല, അച്ഛനെ ഉൾപ്പെടുത്തിയിട്ട് പറയണേ. നമുക്ക് പ്രാർത്ഥനാ ജീവിതം എന്ന് പറഞ്ഞൊരു ജീവിതമില്ല. പ്രാർത്ഥിച്ചാലല്ലേ സമാധാനം ഉണ്ടാവുള്ളൂ, പ്രാർത്ഥിച്ചാലല്ലേ ദൈവത്തിൻ്റെ ഗൈഡൻസ് കിട്ടുള്ളൂ, പ്രാർത്ഥിച്ചാലല്ലേ ഒരു സ്പിരിച്വൽ ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. ഇപ്പം പ്രാർത്ഥിക്കുമ്പോഴല്ലേ ഇതൊക്കെ ലഭിക്കുക. അല്ലാണ്ട് ഇതൊക്കെ ലഭിച്ചതിന് ശേഷമാണ് നീ പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കുന്നവർക്കൊരു സ്പിരിച്വൽ ഗൈഡൻസ് കിട്ടും. ഇനി എന്ത്, എങ്ങനെ, എവിടെ, ഏത് രീതിയിൽ. അങ്ങനെ ഒരു സാക്ഷി ഇന്നലെ വന്നത് ഞാൻ അത്ഭുതപ്പെടാണ്. ആ സാക്ഷി ഒന്ന് വോയിസ് മെസ്സേജ് ഗംഭീര സാക്ഷിയാണ്, അതൊന്ന് കേട്ടു നോക്കിക്കോ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അച്ഛാ, എൻ്റെ പേര് ജോസ് ആൻ്റണി. ഞാൻ ഈ സാക്ഷ്യം UK നിന്നാണ് റെക്കോർഡ് ചെയ്യുന്നത്. വരാൻ ഉള്ള ബുദ്ധിമുട്ട് കാരണം ഈ റെക്കോർഡിംഗ് അയക്കുന്നതാണ്. അപ്പം ഞാൻ ഈ സാക്ഷ്യം എൻ്റെ ഒരു 11 മാസം പ്രായമുള്ള കുഞ്ഞിനെ കുറിച്ചാണ് പറയുന്നത്. എൻ്റെ കുഞ്ഞിന് ജന്മം കഴിഞ്ഞിട്ട് ഒരു 2-3 മാസം കഴിഞ്ഞ് ഉടൻ തന്നെ നല്ല രീതിക്ക് എപ്പോഴും എല്ലാ ദിവസവും റെഗുലറായിട്ട് മൂക്കടപ്പ്, ശ്വാസം എടുക്കാൻ നല്ല തടസ്സം, ബുദ്ധിമുട്ടുണ്ടായിരുന്നു. രാത്രി കിടക്കുന്ന സമയത്താണ്, ഫ്ലാറ്റായിട്ട് കിടക്കുമ്പോഴാണ് കൂടുതലും പ്രശ്നം ഉണ്ടാകാറുണ്ട്. എഴുന്നേറ്റ് എപ്പോഴും മൂക്കടപ്പ്. റെഗുലറായിട്ട് നേസൽ സലൈൻ നമ്മൾ യൂസ് ചെയ്യുമായിരുന്നു, നേസൽ സ്പ്രേ യൂസ് ചെയ്തുകൊണ്ടിരുന്നു അപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ട് എന്ത് ചെയ്തിട്ടും അത് മാറുന്നില്ലായിരുന്നു. ഡെയിലി ആവി പിടിക്കുന്നു, പിന്നെ നാടൻ മരുന്നുകൾ ശ്രമിച്ചു, അത് മാറുന്നില്ലായിരുന്നു. അതങ്ങനെ തുടർന്ന് പോവുമായിരുന്നു. ഒരു 4 മാസം കഴിഞ്ഞ ഉടനെ തുടർന്ന് സിംറ്റംസാണ്. അത് തുടർന്ന് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പം റീസെൻ്റ്ലി കുഞ്ഞിന് പെട്ടെന്നൊരു പനിയും ജലദോഷവും കൂടി വന്ന് ആംബുലൻസിൽ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി. ചെസ്റ്റിൽ ഇൻഫെക്ഷൻ പോലെ വന്ന് ഭയങ്കര ചെസ്റ്റിൽ ക്രാക്ലിംഗ് സൗണ്ട് വരാൻ തുടങ്ങിയായിരുന്നു. ചെസ്റ്റിൽ കഫം കാരണം ആ കഫം പുറത്ത് വരുന്നില്ലായിരുന്നു. പിന്നെ ഔട്ട് ഓഫ് സഡൻ ഒരു ദിവസം നോക്കിയപ്പം ഈ പനിയൊക്കെ മാറി ഈ ജലദോഷം, ഈ ഡ്രൈ നോസ് റണ്ണി നോസായിട്ട് തുടങ്ങി. ആ റണ്ണി നോസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടായിരുന്നു എന്ന് വെച്ചാൽ മൂക്കിൽ നിന്ന് കണ്ടിന്യൂസ്ലി കോൺസ്റ്റൻ്റായിട്ട് ഒഴുകുമായിരുന്നു. വെള്ളം ഈ മൂക്കളെ ആദ്യം ഫ്ലം മഞ്ഞ കളറായിട്ട് വരുന്നു, കളർ മാറി അതിൻ്റെ ടെക്സ്ചർ മാറി വരുന്നു. അതിൽ ഒട്ടും ഒരു ഇതും ഇല്ലാതെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക. ഈ വെള്ളം എവിടെ നിന്നാണ് വരുന്നത് നമുക്ക് മനസ്സിലാകത്തില്ല. ചെറിയ കുഞ്ഞിൻ്റെ മൂക്കിൽ നിന്ന് ഇത്രമാത്രം മൂക്കളെ പഴുപ്പ് പോലെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. തുടച്ച് തുണിയൊക്കെ വെട്ടായിക്കൊണ്ടിരിക്കുമായിരുന്നു. അത് വല്ലാതെ അസ്വസ്ഥതപ്പെടുത്തുമായിരുന്നു. ഞങ്ങളൊരു 3 മാസമായിട്ട് ആ ഡ്രൈ നോസ് റണ്ണി നോസായിട്ട് മാറി കോൺസ്റ്റൻ്റായിട്ട് ഒഴുകുമായിരുന്നു. ഞങ്ങളെല്ലാം ശ്രമിച്ചു നോക്കി, എല്ലാം കൊടുത്തിട്ടും ഒരു മാറ്റവും കുഞ്ഞിന് ഉണ്ടായിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ അമ്മയും അനിയത്തിയും കഴിഞ്ഞ 2 മാസം മുമ്പ് എൽ റുഹ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനിക്കാനായിട്ട് താമസിച്ചുള്ള ധ്യാനത്തിന് പോയായിരുന്നു. ആ സമയം അവിടെ ഇരുന്ന് തിരിച്ചു വന്നപ്പോൾ വെഞ്ചരിച്ച തേനും അച്ഛൻ്റെ വെഞ്ചരിച്ച തന്ന ഒലിവ് ഓയിലും പിന്നെ വെഞ്ചരിച്ച കല്ലുപ്പും വെഞ്ചരിച്ച വെള്ളവും ഹനം വെള്ളവും മേടിച്ച് എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ കയ്യിൽ ഇവിടെ കൊടുത്തു വിട്ടു. അതിവിടെ ഞാൻ കൈവശം കിട്ടിയ പാട് തന്നെ അമ്മ ഞങ്ങളോട് ആവശ്യപ്പെട്ടു അത് മൂക്കിലേക്ക് പുരട്ടാനും കൊച്ചിന് എല്ലാ ദിവസവും രാവിലെയും വൈകിട്ട് തേനും എണ്ണയും കഴിക്കാൻ കൊടുക്കാൻ ഞങ്ങളങ്ങനെ കൊടുത്തു. ആ മൂക്കിൽ എണ്ണ തേച്ചു, വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച പാടെ തന്നെ കുറച്ചൊരു 2 ദിവസം സമയം കഴിഞ്ഞ് തന്നെ അത്ഭുതകരമായി കുഞ്ഞിന് സൗഖ്യം കിട്ടി. കുഞ്ഞ് അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് മൂക്കടപ്പും ഇപ്പം ഇല്ല, മൂക്കൊലിക്കുന്നത്
കംപ്ലീറ്റ്ലി മാറിക്കിട്ടി. മൂക്കൊലിപ്പ് എങ്ങനെ നിന്നോ ഞങ്ങൾക്ക് വലിയ അത്ഭുതകരമായി, അതിശയം തോന്നിക്കുന്ന രീതിയിൽ അത്ഭുതകരമായ സൗഖ്യം ഈശോ ഞങ്ങൾക്ക് തന്നു. കരങ്ങളടിച്ച് നമുക്ക് നന്ദി പറയാം. സ്നേഹമുള്ള ഒരു വലിയൊരു സാക്ഷ്യം ഈ ദിവസങ്ങളിൽ ഇന്നലെ മിഞ്ഞാന്ന് വന്നൊരു സാക്ഷിയാണ്. അതായത് ഈ പയ്യൻ UK എന്നാണ് പറയുക. എൻ്റെ കൊച്ച് ജനിച്ചിട്ട് മൂക്ക് ഇങ്ങനെ അടഞ്ഞിരിക്കുക, ശ്വാസം ഇരിക്കാൻ പറ്റില്ല കുഞ്ഞിനെ. അങ്ങനെ ഇവർ ആ ഡ്രോപ്സ് ഉണ്ടല്ലോ മൂക്കിലൊഴിക്കാൻ, അതൊക്കെ കുറേ ഒഴിച്ച് പലവരതും മാറി മാറി ഒഴിച്ചു, പല പച്ചമരുന്ന് ഉപയോഗിച്ചു മൂക്കിലെ. എന്ത് ചെയ്താൽ മൂക്ക് തുറക്കില്ല. അങ്ങനെ അതിന് കൊച്ചിനെന്തോ പനി വന്നു. അപ്പോൾ പിന്നെ മൂക്കൊലിപ്പായി. ഒലിക്കാൻ തുടങ്ങിയപ്പോൾ പിന്നെ ഇതുവരെ മൂക്ക് അടപ്പായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് മൂക്കിൽ നിന്ന് വരാൻ തുടങ്ങിയപ്പോൾ പിന്നെ എല്ലാം ഒലിപ്പായി. പിന്നെ എന്ത് ചെയ്ത് ഈ കുഞ്ഞെ തലേന്ന് ഇത്രമാത്രം വെള്ളം ഇങ്ങനെ ഈ മഞ്ഞയും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത്. അതുപോലെ ഒരു കഷ്ടപ്പെട്ട് ഒരു മരുന്നും ചെയ്തിട്ട് ഒരു ഭാരമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവരുടെ ഈ സഹോദരൻ്റെ അമ്മയും അനീതിയും കൂടി ഇവിടെ താമസത്തിന് ധ്യാനത്തിന് വരിക. അങ്ങനെ വന്നപ്പോൾ അവർക്ക് അവർ 5 ദിവസം ഇവിടെ പ്രാർത്ഥിച്ചപ്പോൾ കിട്ടിയൊരു ഗൈഡൻസ്. അതാ വന്നത്. പ്രാർത്ഥന നമുക്കൊരു ഗൈഡൻസ് തരും. സ്ഥലം വിൽക്കണോ വാങ്ങണോ ചെയ്യണോ വേണ്ട, എനിക്ക് ദൈവവിളി ഉണ്ടോ ഇല്ലയോ. അപ്പോൾ കർത്താവ് ഗൈഡൻസ് തരും, എന്താ ചെയ്യേണ്ടത് എങ്ങനെ ചെയ്യേണ്ടത് എന്നുള്ളത് ഗൈഡൻസ് പ്രാർത്ഥിക്കുമ്പോൾ. അപ്പോൾ ഒരാഴ്ച ഒരു പ്രാർത്ഥിച്ചപ്പോൾ അവർക്ക് നല്ല ഗൈഡൻസ് കിട്ടി. ഈ വെഞ്ചരിച്ച തേനും ഉലുവായിലും കൊണ്ടുപോയി മോന് കൊടുത്തയക്കുക. അപ്പോൾ അവരുടെ ആരോ UK എന്ന് വന്നപ്പോൾ കൊടുത്തയച്ചു, മോന് കൊടുക്കുക ഇത് ഉണ്ട്. എൻ്റെ വിളിച്ച് പറഞ്ഞു, മോനെ നീ ഇത് വിച്ച് വെട്ടണ പോലെ കൊച്ചിൻ്റെ മൂക്കിൻ്റെ ഉള്ളിൽ തിരീശ ഒലിവോയിൽ പുരട്ട്, മൂക്കിൻ്റെ പുറത്തും പുരട്ടിക്കോ. ഇത്തിരീശ തേൻ, കുഞ്ഞു കുട്ടിയല്ലേ, ഇത്തിരീശ തേൻ നാവുമ്പോൾ തൊട്ട് കൊടുത്തോ, വെഞ്ചരിച്ച തേൻ മാറി കിട്ടുമെന്ന് പറഞ്ഞു കേട്ടില്ലേ. മാസങ്ങളോളായിട്ടുള്ള ഈ രോഗപീഠ വെറും 2 ദിവസം എന്നാണ് ചേട്ടൻ പറഞ്ഞത്, ആ സഹോദരൻ പറഞ്ഞത്. വെറും 2 ദിവസം ഞാനിത് ഉപയോഗിച്ചുള്ളൂ, കംപ്ലീറ്റ് മാറി കിട്ടുകയാണ്. വലിയ പറഞ്ഞേ ഹല്ലേലൂയ. പ്രാർത്ഥന നമുക്ക് ഗൈഡൻസ് തരും, പ്രാർത്ഥന നമുക്കൊരു സമാധാനം തരും. ഇതൊക്കെ അച്ഛൻ്റെ അനുഭൂതി എന്നാണ് പറയണേ. പ്രാർത്ഥന അച്ഛന് ഗൈഡൻസ് കിട്ടിയിട്ടുണ്ട്. അതാണ് അച്ഛൻ ഇതുവരെ കണ്ടില്ലേ ദൈവസ്വര സന്ദേശങ്ങൾ എഴുതി. അതങ്ങനെയല്ലേ നമ്മുടെ ധ്യാന കേന്ദ്രം ഇതുപോലെ പെട്ടെന്ന് വളർന്നു വരുന്നത്. കാരണം ഗൈഡൻസ് കിട്ടുകയാണ്. പ്രാർത്ഥനയിലൂടെ ഗൈഡൻസ് കർത്താവ് തരും, പ്രാർത്ഥനയിലൂടെ സമാധാനം നമുക്ക് തരും, പ്രാർത്ഥനയിലൂടെ സ്പിരിച്വൽ ഗ്രോത്ത്, എല്ലാ ഗ്രോത്തും തരും. ആത്മീയ ഗ്രോത്തും ഭൗതിക ഗ്രോത്തും ഒക്കെ നമുക്ക് കിട്ടും, എല്ലാ മേഖലയിലും ഉണ്ടോ. ഈ പ്രാർത്ഥന എന്ന് പറയുന്ന സംഭവം നിനക്കില്ലെങ്കിൽ പിന്നെ എങ്ങനെ നിനക്കൊരു വളർച്ച ഉയർച്ച ഉണ്ടാവും. അതുകൊണ്ട് ഈശോ പറഞ്ഞത് എനിക്ക് പ്രാർത്ഥനാ ജീവിതമില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരങ്ങൾ ഈ സന്ദേശം സ്വീകരിക്കുക. നിനക്കൊരു സമാധാനവും സന്തോഷവും ഒരു ഗൈഡൻസും ഒരു സ്പിരിച്വൽ ഗ്രോത്തും ഉണ്ടാവണമെങ്കിൽ നീ ചെയ്യേണ്ട ഒരു കാര്യം, നീ ഒരു പ്രാർത്ഥിക്കുന്ന മനുഷ്യനായി തീരുക. വിശുദ്ധരെ പോലെ, ചാവറച്ചനെ പോലെ, വിശുദ്ധരെ പോലെ, നമ്മുടെ കർത്താവ് ഈശോ മിശിഹായെ പോലെ ഈ ഐഹിക ജീവിതകാലത്ത് നീ മരിക്കണവരെ നിൻ്റെ അവസാനത്തെ വാക്ക്, അവസാനം നീ മരിക്കുന്ന ദിവസം ഉണ്ടാവുമല്ലോ, ആ അവസാനത്തെ വാക്ക് പോലൊരു പ്രാർത്ഥനയായിരിക്കണം കേട്ടോ. എല്ലാവരും ചാടി എന്നിട്ട് പ്രാർത്ഥിക്കാൻ തീരുമാനമെടുത്തേ. നമ്മുടെ പ്രാർത്ഥനാ ശൈലികൾ രീതികളൊക്കെ ഒന്ന് മാറ്റിയേ. ഇതൊന്നും ഇങ്ങനെ ഒന്നും പ്രാർത്ഥിച്ചാൽ പോരാ. ഈ നിൽക്കുന്ന അച്ഛനെ പോലും ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ പോരാ. ഇനി നിങ്ങൾ തിരിച്ചു പോകില്ല. ഇത് കഴിഞ്ഞിട്ട് വണ്ടിയിൽ നിന്ന് വർത്താനം പറഞ്ഞ് പോകരുത് കേട്ടോ. മണിക്കൂർ യാത്ര ചെയ്യാനുണ്ടാവും വീട്ടിലേക്ക്. അവിടെ എത്തണ വരെ പ്രാർത്ഥിച്ചോളൂ. അവിടെ നിന്ന് വണ്ടിക്കാരൊക്കെ ശ്രദ്ധിക്കുക. അവിടെ നിന്ന് ഇവിടെ എത്തണ വരെ പ്രാർത്ഥിക്കുക. വെറുതെ വിശേഷങ്ങൾ പറഞ്ഞ് നാട്ടുവർത്താനം വന്നിരിക്കരുത്. ഇവിടെ വന്നിരുന്നാൽ പ്രാർത്ഥിക്കുക. ഇവിടെ നിന്ന് അലഞ്ഞു തിരിഞ്ഞ് അങ്ങോട്ട് നടക്കരുത്. അവിടെ ഇവിടെയും കയറി ഒന്നും ഇരിക്കരുത്. വരിക, ഇവിടെ വന്നിരിക്കുക, പ്രാർത്ഥിക്കുക, അതിൻ്റെ കുമ്പസാരിക്കുക, വചനം വായിക്കുക, സ്തുതിക്കുക, ആരാധിക്കുക. പ്രാർത്ഥനയില്ലാതെ ഒരു കാര്യം വീട്ടിൽ ചെന്നിട്ടായാലും പ്രാർത്ഥിക്കുക. നിൻ്റെ ജീവിതം മൊത്തം ഒരു പ്രാർത്ഥനയാക്കി മാറ്റുന്നേ. നീ എപ്പോഴെങ്കിലും സമയം കണ്ടെത്തി പ്രാർത്ഥിക്കുക. യേശുവിനെ പോലെ പ്രാർത്ഥിക്കുക. യേശുവിനേക്കാൾ തിരക്കില്ലല്ലോ നിനക്ക്. ഇരു കാര്യങ്ങൾ എത്തിപ്പിടിച്ചൊന്ന് സ്തുതിച്ച് ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രാർത്ഥിക്കാൻ തീരുമാനമെടുത്തുകൊണ്ട് സ്തുതിക്കുന്നു. അനർത്ഥകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരമരുളും, ഞാൻ നിന്നെ മോചിപ്പിക്കും. സങ്കീർത്തനം 50:15 വചനന്റെ അഭിഷേകം നിറയട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രാർത്ഥിക്കാനുള്ള തടസ്സങ്ങൾ യേശു നാമത്തിൽ വിട്ടുപോട്ടെ. പ്രാർത്ഥിക്കാനുള്ള മടുപ്പ് യേശു നാമത്തിൽ വിട്ടുപോട്ടെ. പ്രാർത്ഥനയിൽ സ്ഥിരതയില്ലാത്ത അവസ്ഥ യേശു നാമത്തിൽ വിട്ടുപോട്ടെ. സദാ പ്രാർത്ഥിക്കാനുള്ള കൃപ ലഭിക്കട്ടെ. ഇടപെടാതെ പ്രാർത്ഥിക്കാനുള്ള കൃപ ലഭിക്കട്ടെ. നിരന്തരം പ്രാർത്ഥിക്കാനുള്ള കൃപ ലഭിക്കട്ടെ. എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുകയും ഇടപെടാതെ പ്രാർത്ഥിക്കുകയും. ഇതാണ് യേശു ക്രിസ്തുവിൻ നിങ്ങളെ സംബന്ധിച്ചുള്ള ദൈവഗീതം. നമ്മുടെ കർത്താവ് ഐഹിക ജീവിതകാലത്ത് കണ്ണീരോടെ വിലാപത്തോടെ പ്രാർത്ഥിച്ചതുപോലെ കണ്ണീരോടൊന്ന് വിളിച്ച് വിലാപത്തോടെ യേശുവേ യേശുവേ എന്നൊന്ന് വിളിച്ച് വിലാപത്തോടെ വിളിക്കുക, കണ്ണീരോടെ വിളിക്കുക, വിശ്വാസത്തോടെ വിളിക്കുക, ക്ഷമിച്ചുകൊണ്ട് വിളിക്കുക. 3 പ്രാവശ്യം യേശുവേ യേശുവേ എന്ന് വിളിക്കുന്നു. യേശുവേ യേശുവേ യേശുവേ. കരമടിച്ച്
ശക്തിയോടെ. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുക്തിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും അതു നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുക്തിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും അതു നിശ്ചയം. നിശ്ചയം നിശ്ചയം അതു നിശ്ചയം, വാക്കു പറഞ്ഞവൻ മാറുകില്ല. നിശ്ചയം നിശ്ചയം അതു നിശ്ചയം, വാഗ്ദത്തം ചെയ്തവൻ അകലുകില്ല. നിശ്ചയം നിശ്ചയം അതു നിശ്ചയം, വാക്കു പറഞ്ഞവൻ മാറുകില്ല. നിശ്ചയം നിശ്ചയം അതു നിശ്ചയം, വാഗ്ദത്തം ചെയ്തവൻ അകലുകില്ല. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുക്തിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും അതു നിശ്ചയം. പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചതുപോലെ ചോദിക്കുക. നിരന്തരം പ്രാർത്ഥിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. യേശുവേ, നീ പ്രാർത്ഥിച്ചതുപോലെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. യേശുവേ, നീ പ്രാർത്ഥിച്ചതുപോലെ സദാ പ്രാർത്ഥിക്കാൻ, ഇടപെടാതെ പ്രാർത്ഥിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. യേശുവേ, നീ പ്രാർത്ഥിച്ചതുപോലെ പകൽ മുഴുവൻ പ്രാർത്ഥിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. യേശുവേ, നീ പ്രാർത്ഥിച്ചതുപോലെ രാത്രി മുഴുവൻ പ്രാർത്ഥിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. യേശുവേ, നീ പ്രാർത്ഥിച്ചതുപോലെ നേട്ടം വരുമ്പോഴും കോട്ടം വരുമ്പോഴും പ്രാർത്ഥിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. യേശുവേ, നീ പ്രാർത്ഥിച്ചതുപോലെ ക്ഷീണം വരുമ്പോഴും ക്ഷീണം ഇല്ലാത്തപ്പോഴും പ്രാർത്ഥിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. യേശുവേ, നീ പ്രാർത്ഥിച്ചതുപോലെ തിരക്കുണ്ടാകുമ്പോഴും തിരക്കില്ലാത്തപ്പോഴും പ്രാർത്ഥിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. യേശുവേ, നീ പ്രാർത്ഥിച്ചതുപോലെ ഭക്ഷണം കഴിക്കുമ്പോഴും ഭക്ഷണത്തിന് മുമ്പും ഭക്ഷണത്തിന് ശേഷവും പ്രാർത്ഥിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. യേശുവേ, നീ പ്രാർത്ഥിച്ചതുപോലെ ഞങ്ങളെ മരണസമയത്തും പ്രാർത്ഥിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഒരു പ്രാർത്ഥനാ ജീവിതം നയിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി വിളിച്ച് 3 പ്രാവശ്യം യേശുവേ എന്ന് വിളിച്ച് യേശുവേ 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 കരങ്ങളടിച്ച് കരങ്ങളടിച്ച് ഗായക സംഘത്തിൽ ചേർന്ന് കരങ്ങളടിച്ച് ആരാധിച്ചാൽ വിടുതലുണ്ട്, ആശ്രയിച്ചാൽ കരുതലുണ്ട്. ആരാധിച്ചാൽ വിടുതലുണ്ട്, ആശ്രയിച്ചാൽ കരുതലുണ്ട്. പടി ആരാധിച്ചാൽ വിടുതലുണ്ട്, ആശ്രയിച്ചാൽ കരുതലുണ്ട്. വിളിച്ചാൽ വിളിപ്പുറത്തെത്തും നിശ്ചയം, വിളി ശ്രമിച്ചാൽ നിത്യരക്ഷ നിശ്ചയം. വിശ്വസിച്ചാൽ മഹത്വം കാണും നിശ്ചയം, വിളി ശ്രമിച്ചാൽ നിത്യരക്ഷ നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുക്തിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും അതു നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുക്തിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും അതു നിശ്ചയം. നിശ്ചയം നിശ്ചയം അതു നിശ്ചയം, വാക്കു പറഞ്ഞവൻ മാറുകില്ല. നിശ്ചയം നിശ്ചയം അതു നിശ്ചയം, വാഗ്ദത്തം കർത്താവേ, ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കാൻ, തനിച്ചിരുന്ന് പ്രാർത്ഥിക്കാനുള്ള കൃപ തരണമേ. കർത്താവേ, ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാനുള്ള കൃപ തരണമേ. കർത്താവേ, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കൃപ തരണമേ. മധ്യസ്ഥ പ്രാർത്ഥന വരത്തിന് വേണ്ടി കരങ്ങളൊത്തി പ്രാർത്ഥിക്കുന്നു. നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുക. യേശു പ്രാർത്ഥിച്ചതുപോലെ ഒറ്റയ്ക്ക് ഇരുന്ന് പ്രാർത്ഥിക്കുക. യേശു പ്രാർത്ഥിച്ചതുപോലെ മറ്റുള്ളവരുടെ കൂടെ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുക. യേശു പ്രാർത്ഥിച്ചതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഈ 3 തരത്തിലുള്ള പ്രാർത്ഥനയ്ക്ക് വേണ്ടി, അതിനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിളിച്ച് ഒരിക്കൽ കൂടി 3 പ്രാവശ്യം യേശുവേ എന്ന് വിളിച്ച് യേശുവേ 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 ഒരിക്കൽ കൂടി കരങ്ങളടിച്ച് പാടി പ്രാർത്ഥിക്കുന്നു. മധുരമാക്കിടുമേ, ശത്രുവിന്മേൽ ജയം നൽകിടുമേ. മാറായ മധുരമാക്കിടുമേ, ശത്രുവിന്മേൽ ജയം നൽകിടുമേ. സമൃദ്ധിയായ അനുഗ്രഹം നൽകും നിശ്ചയം, മാറാത്ത വാഗ്ദാനം നൽകും നിശ്ചയം. സമൃദ്ധിയായ അനുഗ്രഹം നൽകും നിശ്ചയം, മാറാത്ത വാഗ്ദാനം നൽകും നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുക്തിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും അതു നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുക്തിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും അതു നിശ്ചയം. നിശ്ചയം നിശ്ചയം അതു നിശ്ചയം, വാക്കു പറഞ്ഞവൻ മാറുകില്ല. നിശ്ചയം നിശ്ചയം അതു നിശ്ചയം, വാഗ്ദത്തം ചെയ്തവനകലില്ല.
സ്വതന്ത്രമായി സ്തുതിച്ച് പ്രാർത്ഥിച്ചോ പോരാ. ദൈവം നമ്മുടെ കൂടെ എന്നുള്ള ബോധ്യം കർത്താവ് തരുന്നു. ഇതാ കർത്താവ് ഇവിടെയുണ്ട്, കർത്താവ് ഇവിടെയുണ്ട്. നമ്മുടെ കർത്താവ് ഐഹിക ജീവിതകാലത്ത് ഒരുപാട് കണ്ണീരോടെ പ്രാർത്ഥിച്ച് നമ്മുടെ കർത്താവ് വിലാപത്തോടെ പ്രാർത്ഥിച്ച് നമ്മുടെ സ്വന്തം ദൈവം ഇതാ നമ്മോടുകൂടെ, ദൈവം നമ്മോടുകൂടെ അർത്ഥമുള്ള എമ്മാനുവേൽ എന്ന് അവൻ വിളിക്കപ്പെടും. വിശ്വാസം വർദ്ധിക്കട്ടെ കർത്താവേ, വിശ്വാസം വർദ്ധിക്കട്ടെ യേശുവേ. കൂടെയുള്ള ദൈവത്തോട് നീ പ്രാർത്ഥിക്കാൻ തീരുമാനമെടുക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമാ ദിവ്യഗാനത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ.